ഓക്കെ, വെൽക്കം ടു സെക്കൻഡ് എപ്പിസോഡ് ഓഫ് വി ടോക്ക് സീസൺ 2. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. 2.0 എന്ന് പറഞ്ഞു. സോ ഓൾസോ നമുക്ക് എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യാം. അഭിലാഷ് പിള്ളൈ, വെൽക്കം ടു വി ടോക്സ്. നമ്മളൊരു 101 എപ്പിസോഡ് പോഡ്കാസ്റ്റ് ചെയ്തു. അടിപൊളി. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുഖങ്ങളൊക്കെ എനിക്ക് പരിചിതമാണ്. അതിൽ നമുക്ക് ഗസ്റ്റ് കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് പേരുണ്ടെന്ന്, ഞങ്ങൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് ആ പോഡ്കാസ്റ്റ് തുടങ്ങിയത്. ഞങ്ങൾ 4-5 പേര് ഒരുമിച്ചിരുന്ന് പോഡ്കാസ്റ്റ് തുടങ്ങി. 4-5 പേർക്കാണെങ്കിൽ അഭിപ്രായങ്ങളുണ്ട്, പിന്നെ പറയാൻ പറ്റില്ല. നമ്മൾ വർത്തമാനങ്ങൾ പറയുമല്ലോ. അല്ല, ഗ്രൂപ്പ് ഡിസ്കഷൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞാൻ എനിക്കത് 1-2 തവണ ഇരുന്നിട്ടുള്ളൂ. അതിലെനിക്ക് മാളിപ്പുറം കഴിഞ്ഞപ്പം റൈറ്റേഴ്സ് റൗണ്ട് ടേബിൾ പരിപാടി ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്ക് തള്ളാതെ കിട്ടും. എനിക്ക് അങ്ങനെ ആ സമയത്ത് ഒരു 5 വർഷത്തിനിടയ്ക്ക് അങ്ങനെ കുറെ സാധനങ്ങൾ റൗണ്ട് ടേബിൾ അടിപൊളിയായിട്ട് പോയി. ഭയങ്കര രസമാണ് കാണാനും, അത് ഭയങ്കര രസമാണ്. ഇന്റർവ്യൂവിനേക്കാൾ അതായത് കണ്ടന്റുകൾ കുറെ കിട്ടും, സംസാരിക്കാൻ വിഷയങ്ങൾ കിട്ടും. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണ അവർ തമ്മിലുള്ള റാപ്പ് പോയി, അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് പോകും. ഞങ്ങൾ തന്നെ വർക്ക് ചെയ്ത്, ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞു തുടങ്ങി, പിന്നെ അത് രസമായിട്ട് പോയി. അങ്ങനെ എപ്പിസോഡ് പോയി. പിന്നെ ഇടയ്ക്ക് സുഹൃത്തുക്കൾ ഗസ്റ്റുകളെ വിളിച്ചിരുത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് സിനിമ അത്യാവശ്യം കോൺടാക്ട് ഉള്ളവരെയൊക്കെ വെച്ചിട്ട് ഇരുത്തി സംസാരിക്കുക. പഴയ കലിങ്ക് മൈക്കും ടേബിളും വെച്ച് പോഡ്കാസ്റ്റ് ആക്കി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അവസാനമൊക്കെ ആകുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നൊരു സംഭവം ഇത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ പഴയ പോലെ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളായാലും 2 മണിക്കൂർ കോളേജ് വിട്ടാലും നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്, അയ്യോ അന്നത്തെയൊക്കെ ശരിക്കും പറഞ്ഞ സ്വപ്നമായിരുന്നു സിനിമ. അപ്പൊ എല്ലാരും ഡിസ്കസ് ചെയ്യും ആ പടം. അതെ, അങ്ങനെയായിരുന്നു. ചില സിനിമ നമ്മളിപ്പോ എന്റെ സ്വഭാവം വെച്ചാൽ അന്നും വെള്ളിയാഴ്ച പടം ഇറങ്ങിയാൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ് ഞാൻ. ഇന്നും അതിൽ മാറ്റമില്ലാത്തൊരാളാണ്. അന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല നാളെ എന്റെ പടങ്ങൾ അയ്യോ ഇതേപോലെ. അനുരാഗ് ഐശ്വര്യ അതില് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വികാരമായിരുന്നു പത്തനംതിട്ട ഐശ്വര്യ അനുരാഗ് തിയേറ്റർ. അതിൽ അനുരാഗിന്റെ ബാൽക്കണി ഇരിക്കുമ്പോൾ ഒരു അഭിമാനമാണ് പടങ്ങൾ. അപ്പൊ ആ തിയേറ്ററിൽ എന്റെ പടം റിലീസ് ചെയ്യപ്പം അവിടെ പോയി ഞാൻ തിയേറ്റർ റിലീസിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഐശ്വര്യ 100 ദിവസം ഓടിയെന്ന്. അതെ, 100 ദിവസം ഓടി. നൊസ്റ്റാൾജിയ അടിച്ചു. പറഞ്ഞാൽ അയ്യോ ഇവിടെ നമ്മുടെ സിനിമ, ഞാൻ പണ്ട് ഇവിടെ വന്ന് സിനിമ കണ്ടിട്ടുള്ളതാണ്, അവിടെ എൻ്റെ സിനിമ ടിക്കറ്റ് എൻ്റെ പടത്തിൻ്റെ ടിക്കറ്റ് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പടത്തിൻ്റെ ടിക്കറ്റുകളൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര അഭിമാനത്തെക്കാളുപരി ലൈഫിലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാനത് കാണുന്നത്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ അവിടെ ആദ്യം കണ്ട സിനിമ ദേവാസുരം. ഞാനതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം ദേവാസുരത്തിന് കിട്ടിയ കൈയടിയൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സിനിമക്കാർക്ക് ലാലേട്ടൻ ഇത്ര കൈയടി. അപ്പോൾ അന്ന് ആക്ടേഴ്സിനാണ് കൈയടി എന്ന് ആക്ടേഴ്സിനുള്ള കൈയടി. പിന്നെ നമുക്കൊരു ബോധം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെയും കൊണ്ട് ഈ കൈയടി വാങ്ങിച്ചു കൊടുത്തത് ഒരു എഴുത്തുകാരനും ഒരു സംവിധായകനും ഒക്കെയാണല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ എപ്പോഴും പറയും ഒരു പെർസ്പെക്റ്റീവ്, ഒരു സിനിമയുടെ ബാക്ക് ബോൺ സ്ക്രിപ്റ്റാണെന്ന് ഞാൻ പറയും. അപ്പം അത് ജനിപ്പിക്കുന്ന ആൾ തന്നെയാണ് ദ ഹീറോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റൈറ്റർ ആയിട്ടാണ് ആളുകൾ ഡയറക്ടർ ഞാൻ പറയും ഡയറക്ടറുടെ പറയും. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും പറയുന്നത് എപ്പോഴും സിനിമ ഡയറക്ടറുടെ തന്നെയാണ്. പക്ഷേ ഒരു ഡയറക്ടർക്ക് അത് ചെയ്യണമെങ്കിൽ അത് എഴുതി കൊടുക്കുന്ന ഒരു റൈറ്റർ, അയാളുടെ എഫോർട്ട് തന്നെയാണ് ഒരു സിനിമയുടെ ജനനം. ഞാൻ അതിൽ തുടങ്ങി. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കള്ളം പറയുകയാണ്, ഇല്ലാത്തൊരു കാര്യം നമ്മൾ എഴുതി പിടിപ്പിക്കണം. ചിലതൊക്കെ റിയൽ സ്റ്റോറീസ് എഴുതാൻ പറ്റും, പക്ഷേ എങ്കിൽ പോലും എത്ര റിയൽ സ്റ്റോറി എഴുതാൻ കുറച്ച് ഫിക്ഷൻ കൊണ്ടുവരണം. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു കള്ളം പറഞ്ഞ് ആ കള്ളം വളരെ വൃത്തിയായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണമല്ലോ. അപ്പൊ അടുത്ത ചോദ്യം, എഴുത്തുകാരിൽ നല്ലൊരു ഒരു കള്ളനെ പോലെ ചിന്തിക്കണം. നല്ലൊരു നുണയനായിരിക്കണം അല്ലേ? ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കള്ളം പറയാണല്ലോ. ഇപ്പൊ നമ്മളൊരു സിനിമ ഇൻവെസ്റ്റിഗേഷൻ കൺവിൻസിംഗ് ആയിട്ട് ഒരു കേസ് പറയുന്നത് ഇല്ലാത്തൊരു കേസാണല്ലോ. ഇല്ലാത്തൊരു ക്രിമിനൽ, ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ഒരു കഥാപാത്രമായി മാറുമ്പോൾ അത് തന്നെ കള്ളത്തരമല്ലേ? അയാളല്ലല്ലോ അത്. ഇത് ആക്ടിങ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു അതോ എഴുത്ത് തന്നെ? ആക്ടിങ് ഇഷ്ടം. ആരോട് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അടുത്തോടെ അഭിനയിക്കുന്നത് ചോദിച്ചാൽ ഇതിന്റെ അവസാനത്തെ സെഗ്മെന്റ് ചാൻസ് അല്ല. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം. പിന്നെ സ്വന്തം സിനിമയിലാകുമ്പോൾ ആരും ചോദിക്കത്തില്ലല്ലോ, ഇറക്കി വിടത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് റൈറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരാത്തത്. സാധാരണ ചില ആൾക്കാർക്ക് റൈറ്റേഴ്സിന്റെ മുഖം ചിലപ്പോൾ കാണുന്നത്. പക്ഷെ അഭിലാഷിനെ സംബന്ധിച്ചിപ്പം ആൾക്കാർക്ക് പണ്ട് തൊട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ കിടന്ന് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കിട്ടുകയും വാങ്ങുകയും ചെയ്യുന്നതുകൊണ്ട്
എല്ലാവർക്കും അറിയാം. ഫേസിന് ഒരു പബ്ലിസിറ്റി. മാളിയപ്പുറം സമയത്താണ് അതെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം മാളിയപ്പുറം സമയത്ത് ഞാൻ ഈ പ്രൊമോഷൻ ഉണ്ണിയുടെ കൂടെ തന്നെ ഫുള്ളുണ്ടായിരുന്നു. ഞാനും ഉണ്ണിയും ദേവുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഫാമിലി ഓഡിയൻസിനിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് പലപ്പോഴും ഇപ്പോഴും എവിടെ ചെന്നാലും ഇപ്പോൾ അമ്പലങ്ങൾ വെച്ചിലും വാളിൽ വന്നിട്ട് മോനെ അടുത്ത പടം എന്തായെന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. പണ്ട് അമ്മ നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിൽ പോകുമ്പോൾ എനിക്ക് സ്ഥിരമുള്ളതാണ്. ഞാൻ ഈ ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ ഇന്ന് പോയില്ലല്ലേ, കുഴപ്പമില്ല ഇന്ന് അത്ര വലിയ പീരീഡൊന്നും ഇല്ലായിരുന്നു. അമ്മ പറയും നീ ഇങ്ങനെ കാണുന്നല്ലോ, പക്ഷേ സിനിമാക്കാർ ആരും കാണത്തില്ല എന്ന് പറയും. അപ്പം ഞാൻ മാളിപ്പുറം കഴിഞ്ഞ് ഭയങ്കര ഹിറ്റായിക്കാൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അമ്മ എടുത്ത് പറയാണ് ഇപ്പം സിനിമാക്കാർ മാത്രമേ ഉള്ളൂ. അമ്മ പറയാണ് ആ ശരി ശരി എന്ന് പറയും. പക്ഷെ ഇന്നും എൻ്റെ അമ്മ വിശ്വസിച്ചേക്കുന്നത് അവൻ സിനിമയിൽ എങ്ങനെയൊക്കെയോ പോയി. അമ്മ ഇതിൻ്റെ ഒരു വലിപ്പമൊന്നും ഇപ്പോഴും അമ്മ ഇപ്പോഴും ഞാൻ പഴയ കുഞ്ഞാണ്. ഞാൻ സിനിമ കണ്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ സിനിമയ്ക്ക് പുറകെ കിടക്കുന്നു. അത് തന്നെ അമ്മ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്റെ പറയും എടാ 2 പെൺപിള്ളേരൊക്കെ വളർന്നു. ഞാൻ പറയും അമ്മ ഇതൊരു ജോലിയാമ്മേ, നീ ജീവിതത്തിന് കുറച്ചും കൂടി സീരിയസ് ആയി കാണണം. സത്യമായിട്ടും അത് പണ്ട് പോയിരുന്ന് പഠിക്കാൻ പറയും, ഇപ്പൊ പോയിരുന്ന് എഴുതാൻ പറയും. താഴേക്ക് എഴുതുന്ന പിള്ളേരെ കളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പറയും എടാ പിള്ളേരെ കളിപ്പിക്കുക പോയി വല്ല എഴുതാൻ നോക്കണം. അപ്പൊ ഞാൻ ഈ പണ്ടമ്മ ഇത് തന്നെയല്ലേ പറഞ്ഞേ, ഇങ്ങനെ കളിച്ചിടക്ക് വല്ല പോയി പഠിക്കാൻ നോക്കണം. ഇത് മാളികപ്പുറം ശരിക്കും പത്തനംതിട്ടക്കാരനായതുകൊണ്ട് സംഭവിച്ചതാണോ? എനിക്ക് സ്വാഭാവികമായിട്ടായിരിക്കുമല്ലോ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ശബരിമല നമുക്ക് വളരെ അടുത്ത് എനിക്കത് മറ്റു ജില്ലക്കാരൊക്കെ കൂടുതൽ നമുക്കാണല്ലോ കുറച്ചും കൂടെ ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. കാരണം പണ്ട് സീസൺ സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു മോനെ അയ്യപ്പന്മാരുടെ വണ്ടി പോകും സൂക്ഷിച്ച് നടക്കണം. അപ്പോൾ ഇത് പറയാത്ത ഒരു വീട് കാണത്തില്ല പത്തനംതിട്ടയിലോ തോന്നിയിലോ ഒന്നും. ഇത് പറയാത്തൊരു വീട് കാണത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ വണ്ടികൾ കൂടുന്ന സമയം ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വണ്ടി കണ്ടാലേ ഇത് ഈ സീസൺ സമയത്താണ് ഇതുവഴി വണ്ടികൾ മുഴുവൻ പോകുന്നത്. അപ്പം നമ്മളെ ആ സമയത്ത് സൈക്കിളൊന്നും തന്നു കൊടുത്തില്ല. സീസൺ സമയത്ത് എനിക്ക് ആ സമയത്ത് എനിക്ക് അയ്യപ്പനോട് ദേഷ്യമാണ്. ഈ പുള്ളിക്ക് എന്തിൻ്റെ ആവശ്യം, ഈ പുള്ളി കാരണം നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ആ സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ പേടിച്ചു പോകണം. പിന്നെ വണ്ടികൾ ചടവട പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അന്ന് മുതൽ ഇത് നമ്മുടെ ഉള്ളിലുണ്ട്, അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പൻ. പിന്നെ ഇത് ഇപ്പം നൈറ്റ് ഡ്രൈവും 10-ാം വളവും കടാവറും കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യലി ഹിറ്റ് കിട്ടുന്ന ഒരു സിനിമ വേണം. ഇത് നമ്മുടെ സർവൈവറാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മനസ്സിൽ വരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് മാളികപ്പുറത്തിൻ്റെ ഒരു കഥ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങളിത് രാജുവേട്ടനോടാണ് ആദ്യം ഈ കഥ പറയുന്നത്. അപ്പോൾ രാജുവേട്ടൻ കേട്ടപ്പോൾ തന്നെ നമ്മളിത് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമാണ് പൃഥ്വിരാജ് ഇത് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇടുത്തി പോലെ കോവിഡ് വന്ന് ചാടുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോഴാണ് ഈ ആടുജീവിതത്തിൻ്റെ ഷെഡ്യൂൾ മാറുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ഫിസിക്കലി പുള്ളി മെലിയാൻ വേണ്ടി കുറേ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇങ്ങനെ നീങ്ങിപ്പോകുന്ന സമയത്താണ് എങ്കിലും ഇത് മാറ്റി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പല ആർട്ടിസ്റ്റുകളിൽ പോയെങ്കിൽ ലാസ്റ്റ് ഇത് ഉണ്ണിയിലേക്ക് എത്തുന്നതും പിന്നീട് അതൊരു വലിയ ബ്ലെസ്സിങ് ആയി മാറുന്നത്. ഉണ്ണി അത് ചെയ്തപ്പോഴത്തേക്കിന് വേറൊരു ഓറ കിട്ടുന്നതും പടം ഞാൻ പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ അയ്യപ്പൻ ഒരു ഹീറോ ആണ്. കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഹീറോ ആണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ക്രീനിലും വർക്കാവും എന്ന് പറയും. അപ്പോൾ അതാണ് ഞാൻ ട്രസ്റ്റ് ചെയ്തിരുന്നത്. ഇതിലെ ഹീറോ അയ്യപ്പനാണ്. നമ്മളവിടെ ഭയങ്കര അതായത് നമുക്കൊരു ഹൈന്ദവ വിശ്വാസത്തിന് അത്രയും പോപ്പുലാരിറ്റി ഉണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് സൗത്ത് ഇന്ത്യ മൊത്തം വരുന്ന സ്ഥലമാണ്. ഇനി ഞങ്ങളുടെ അവിടെ അന്നോട്ടുള്ള കഥയാണ്. അതായത് വിവേക് ഒബ്രോയ് വരും, രജനീകാന്ത് വരും. നമുക്കതാണല്ലോ വലിയ കാര്യം. വേറെ ആരും വരുന്നത് ആ സമയത്തൊക്കെ രജനീകാന്ത് വരുന്ന ദിവസം പിറ്റേ ദിവസം മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആ ഫോട്ടോ കാണും. ഇന്ന് രജനീകാന്ത് ശബരിമല ദർശനം നടത്തി. എടാ നമ്മുടെ നാട്ടിൽ രജനീകാന്ത് ഈ മണ്ഡലകാലത്ത് പോസ്റ്റ് ഓഫീസ് എക്സ്ട്രാ സ്ഥാപിക്കും. അപ്പൊ ഞാൻ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിച്ചു വരുന്നുണ്ട് എങ്ങാനും ഇവരൊക്കെ വരുമ്പോ കാണാൻ. അത് വലിയൊരു പ്രത്യേകത. അതായത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് പിൻകോഡ് 2 പേരെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റും ഒന്ന് അയ്യപ്പനും. ഒരു ഭയങ്കര സംഭവമല്ലേ. ആൻഡ് ഇന്ത്യ പോസ്റ്റിന്റെ പോസ്റ്റൽ മുദ്ര എല്ലായിടത്തും ഒരേപോലെയാണ്. ശബരിമലയിൽ മാത്രം അത് മറ്റേ നടയുടെ ഗോപുരത്തിന്റെ അതാണ് സീലായിട്ട് അടിക്കുന്നത്. ഇറങ്ങില്ല. ബാക്കി എല്ലായിടത്തും മറ്റേ തല വരും, ഡേറ്റ് വരും, അങ്ങനെ സാധനം. അപ്പോൾ ആ സീലും ഡിഫറെന്റ് ആണ്. സീസണിൽ മാത്രമുള്ള ബാങ്ക്, സീസണിൽ മാത്രമുള്ള പോസ്റ്റ് ഓഫീസ്, സീസണിൽ മാത്രമുള്ള കോടതി ഒക്കെ ഉണ്ട്. അവിടെ ഭയങ്കര പവറാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മലയിൽ ഭയങ്കര പവറാണ്. പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഒക്കെ ഉള്ളതാണ്. അവിടെ വന്ന് കിടക്കാൻ സ്ഥലവും കിട്ടും. VIP-കളൊക്കെ വന്നാൽ അവിടെ വന്ന് കയറിയിട്ടേ പോകുന്നു. ഇല്ലെന്ന് ഞാൻ കണ്ട ഉദ്യോഗസ്ഥരാണ് IRS വലിയ ഉദ്യോഗസ്ഥര്, മിനിസ്ട്രിയിലുള്ള ആൾക്കാർ. അവരെ വന്നാൽ നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കും ഇന്നാള്. സീസൺ സമയത്ത് ശബരിമലയിൽ ഈ ഇത് വരും, കാർഡ് വരും പോസ്റ്റ് ഓഫീസ്. അത് ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു അതിനകത്ത് സീലുണ്ട്. എല്ലാ വീട്ടിലോട്ടും അല്ല എനിക്ക് തോന്നുന്നു ആരൊക്കെയോ അയക്കാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ട് പോസ്റ്റ് കാർഡ് അയക്കാൻ വേണ്ടി. എനിക്ക് 1-2 വന്നിട്ടുണ്ട്. അയ്യപ്പൻ അനുഗ്രഹിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പേര് വെക്കാതെ ഒരു വിശ്വാസി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ശേഷമാണ് എനിക്കത് വലിയ രീതിയിൽ എനിക്ക് മനസ്സിലായി. ഇത് ഓരോ സീസൺ വരുമ്പോഴും ആ സീസൺ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലെ ടാഗുകൾ എനിക്ക് മനസ്സിലാവും സീസൺ ആയില്ലേ.
പക്ഷെ അത് ഇപ്പം ഞാനിപ്പോൾ താമസിച്ച ചോറ്റാനിക്കരയാണ്. അപ്പം അവിടെ അമ്പലത്തിനടുത്ത് തന്നെ അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട് വിളക്ക വിഗ്രഹങ്ങളിലൊക്കെ. ഞാൻ അവിടെയും അമ്പലത്തിൽ വേണ്ടിയാണ് മാളികപ്പുറം എഴുതുന്നത്. അപ്പോൾ മാളികപ്പുറം എഴുതുമ്പോൾ ഭയങ്കര രസമാണ്. സീസൺ സമയം അതിൻ്റെ മുന്നത്തെ സീസണൊക്കെ ആയത് എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ വിളക്ക് വാങ്ങിക്കാൻ ആരും പെടുന്നത്. അപ്പോൾ ഞാനന്ന് സിനിമയിൽ അത്ര ആക്റ്റീവായിട്ടില്ല, മറ്റു പടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിളക്കൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ അച്ഛൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാനും എൻ്റെ സ്റ്റാഫും കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് വിളക്കൊക്കെ എടുത്ത് കൊടുക്കും. സ്വാമി എങ്കിൽ ശബരിമല ആമാസാ ഇവരൊക്കെ നമ്മുടെ ഓഡിയൻസാണ് ആദ്യം ഇരിക്കട്ടെ. അപ്പോൾ അയ്യപ്പ സ്വാമി അഭിലാഷിന്റെ ഇഷ്ട ദൈവം എനിക്ക് എപ്പോഴും എന്നെ ബേസിക്കലി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ട്രോളാണ് ഞാൻ. അടുത്ത ഭക്തി സിനിമയായിട്ട് വരുന്നത്. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യം അതായിട്ടുണ്ടാവാം. എൻ്റെ അറിയാലോ, കോന്നി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു 1/2 കിലോമീറ്ററിൽ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി, അവിടെ പള്ളി അമ്പലങ്ങളൊക്കെ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഒരു വിശ്വാസത്തിലാണ് ഞാൻ വളരുന്നത്. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു കൃഷ്ണൻ്റെ അമ്പലവും അടുത്ത സൈഡിൽ ഒരു കാവുമാണ്. ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ഇതിനപ്പുറത്തേക്കൊന്നും കാണാനില്ല. അപ്പോൾ ചെറുപ്പം മുതലേ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണ് പണ്ട് തൊട്ട് ഈ അമ്മൂമ്മ വഴക്ക് പറഞ്ഞ് രാവിലെയും വൈകിട്ട് അമ്പലത്തിൽ പോകും. സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ പോകും, വൈകിട്ട് വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ടൊക്കെ വന്നിട്ട് കുളിച്ച് വൈകിട്ട് ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ പോകുന്ന സ്വഭാവം എൻ്റേത്. അപ്പോൾ അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട് തന്നെ കഥകൾ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയെങ്കിലും ഈ സാധനം വന്ന് കയറും. അപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് ചിലർ പറയും ഇത് തന്നെ പിടിക്കരുത്, നിങ്ങൾ മാസം ത്രില്ലറിലേക്കൊക്കെ തിരിച്ചു അങ്ങനത്തെ പടങ്ങൾ ചെയ്യണം. അപ്പം ഞാനിതൊക്കെ എഴുതി തുടങ്ങിയാലും എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഉത്സവം അമ്പലമൊക്കെ വരും. അപ്പം ഇപ്പോൾ സുമതിയോളം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വർഷങ്ങളിൽ ഈ പറയുന്ന ഉത്സവം അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലായിരുന്നു. അപ്പം ഞാൻ വിഷ്ണു ഇത് നമ്മുടെ പരിപാടിയല്ലടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി റിവർക്ക് ചെയ്തിട്ടാണ് ഒരു ഗ്രാമവും അങ്ങനത്തെ കുറച്ചും കൂടെ റൂട്ടഡ് സാധനം ആക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്നത് ഒരു ആനക്കഥയാണ്. ഒരു ആനക്കഥയാണെങ്കിൽ അത് ചോറ്റാനിക്കര അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആനക്കഥയാണ്. സ്വാഭാവികമായിട്ടും അതിലൊരു ഡിവൈനിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഇവിടെ, ഗുരുവായൂരപ്പനൊക്കെ ഒന്നും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും. അല്ല എനിക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ കാര്യമാണ് ഈ മാളികപ്പുറം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുവാണ്. ഞാൻ മുന്നേ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്, ഒരു ഫോൺ കോൾ വരുന്നു, ഒരു അൺനോൺ നമ്പറിൽ നിന്ന്. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ സാർ ഞാൻ സൗന്ദര്യ രജനീകാന്തിൻ്റെ മാനേജറാണ്. അപ്പം ഞാൻ അന്ന് രാവിലെ എൻ്റെ അടുത്ത് റെഡ് എഫ് എമ്മിൽ നിന്ന് സൂര്യ ചന്ദ്രൻ ആരെയും വിളിച്ചോണ്ട് ചേട്ടാ ഉച്ചയായിട്ട് വിളിക്കും, അത് ഒന്ന് പ്രവോക്ക് ചെയ്യും. അപ്പം ചീത്തയൊന്നും പറയല്ല. ഞാൻ ചീത്ത പറയാറില്ല, കുഴപ്പമില്ല വിളിക്കാം. അപ്പം ഇതാന്ന് കരുതിയിട്ട് ഞാൻ ഇതിന് വളരെ ലഘൂകരിച്ച് ആണോ ഓക്കെ എന്നിട്ട് അല്ല മാഡം ഇത് തന്നെയാണ് നമ്പർ കൺഫേം ചെയ്യണം. അപ്പോൾ മാഡം ഇപ്പോൾ 10 മിനിറ്റ് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ കട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരുന്നു. കോള് വരുമ്പോൾ മറ്റേ ഇതിൽ പേരെഴുതി കാണിക്കുന്നത് സൗന്ദര്യരചന. അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റിയിടാനോ. അപ്പോൾ അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹലോ സൗന്ദര്യരചന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാം ടെൽ മീ, ഞാൻ അപ്പോൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരൊരു മാളികപ്പുറം കണ്ടു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞാണോ ഓക്കെ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെന്താ ഇപ്പോൾ എവിടെയുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ കാക്കനാടാണോ ഉള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ വൈ കാക്കനാട്? ഞാൻ പറഞ്ഞു അല്ല റെഡ് എഫ് എമ്മിൻ്റെ ഓഫീസ് കാക്കനാടാണല്ലോ ചോദിക്കുക. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അഭിലാഷ് ദിസ് ഈസ് സൗന്ദര്യ ശരിക്കും ആയിക്കോട്ടെ. ഞാൻ മറ്റേ ആയിക്കോട്ടെ എനിക്ക് അടുത്തുണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് 2018 ഞാൻ മാമിന് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു ഹായ് അയച്ചിട്ടുണ്ട്. അന്നൊരു മെസ്സേജ് ഇട്ടുണ്ട്. മാം പറഞ്ഞു ഈസ് ഇറ്റ് ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചിട്ട് അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് തിരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കുക മാം സോറി ഞാൻ അഭിലാഷാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എന്നെ അതിനുശേഷം മീറ്റ് ചെയ്യാനായിട്ട് കൊച്ചിയിൽ വരുന്നു. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇവർ കൊച്ചി വരുന്നു. ഇവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹയാത്തി കാണുന്നു. അപ്പോൾ ഹയാത്തി കണ്ട് കഥയൊന്നും പറയാറ്. അപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യം വെച്ചാൽ അവർക്കൊരു സിനിമ ചെയ്യണം, ഇതേപോലെ ഡിവൈൻ സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി, നമ്മുടെ വൈബിലുള്ളവർ വേറെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നീട് ആദ്യമായിട്ട് മീൻസ് കഥ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ്. അന്ന് മനോരമ ന്യൂസൊക്കെ വന്നത് ഇവർ തൊഴാൻ വരുന്നത്, ഞാൻ അന്ന് കൂടെ ഉണ്ടായിരുന്നതൊക്കെ. പിന്നീട് ഞാൻ ചെന്നൈയിൽ പോകുന്നു, കഥ പറയുന്നു. അതൊരു പ്രോസസ്സാണ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ദൈവം അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ അടുത്ത വർഷം നടക്കും. അപ്പോഴാണ് വിജയ് സേതുപതി? അല്ലല്ല, അത് വേറൊരു പരിപാടി. അപ്പം എനിക്ക് ഡിവൈനിൻ കഥകൾ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ ഓണാവാറുണ്ട്. അതെന്താണെന്നറിയില്ല. അപ്പം ഞാനത് വിടുന്നില്ല. അത് തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ മനുഷ്യ പറഞ്ഞത് അഭിലാഷിനെ കണ്ട അഭിലാഷ് ഇപ്പൊ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു ചൈതന്യം ഇപ്പൊ പിന്നെ കുറഞ്ഞു. മറ്റേ ഇപ്പൊ ഇങ്ങോട്ട് ഇന്ന് ഞാൻ വന്ന പാക്കിൽ മുണ്ടെടുക്കാൻ ഞങ്ങള് അത് ഡിസ്കസ് ചെയ്ത് അഭിലാഷ് മുണ്ടെടുത്തായിരിക്കും അതോ ഞാൻ പാൻറ്റിട്ട് കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ എപ്പോഴും ആക്ച്വലി മുണ്ടിട്ട് സത്യം പറയാൻ താമസിക്കുന്നത് പോയിട്ടല്ല വന്നത്. പോയിട്ട് വന്നാൽ ഞാൻ മുണ്ടെടുത്തോണ്ട് അതിനോട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞേ പത്തനംതിട്ടക്കാര് ഈ മലയോര ഗ്രാമക്കാരുടെ കുഴപ്പം അത് അവിടെ മുണ്ടാണ്
ഏറ്റവും കൂടുതൽ ഉപയോഗം. മുണ്ടേക്കുള്ളിൽ കൈലി ആണ് ഏറ്റവും കൂടുതൽ. അപ്പം എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് മുതൽ ഞാൻ മുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയാണ്. അപ്പോൾ കോളേജിൽ പോകുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമാണ് ബുധനാഴ്ചകളിൽ കളർ ഡ്രസ്സ് എടുത്ത ദിവസം മുണ്ട് എടുത്തുകൊണ്ട് ചെല്ലാൻ. അതിന്നും അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ സിനിമ എൻട്രി സ്റ്റാർട്ടിങ്? അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ മാളികപ്പുറം ഏറ്റവും ബിഗസ്റ്റ് ഹിറ്റാണ് അത് പറയുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് 3 ത്രില്ലറും ജോണറി വന്ന പടങ്ങൾ തന്നെ. സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും സിനിമ സ്വപ്നം തുടങ്ങുന്ന ഒരുപാട് മുന്നേ പണ്ട് തൊട്ട്. അത് നമുക്ക് അറിയാത്തൊരു പ്രായത്തിൽ തുടങ്ങിയാണല്ലോ സിനിമ എന്നുള്ള സ്നേഹം. പക്ഷെ എന്നെ സംബന്ധിച്ച് സിനിമ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എൻ്റേത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ്റെ മരണം. കോളേജ് കംപ്ലീറ്റ് ചെയ്ത് 3rd ഇയർ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ചേട്ടൻ മരിക്കുന്നത്. അപ്പം പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു മകനേ ഉള്ളൂ. അപ്പം അവരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരവാദിത്വമാണ് അവരെ നോക്കുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമയ്ക്ക് പുറകെ പോയാൽ അതൊരു എപ്പം നടക്കും, ഒരു ലോങ് പ്രോസസ്സാണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ MBA എടുക്കുന്നു, ജോലിക്ക് വന്നു, ബാംഗ്ലൂർ ആക്സെഞ്ചറി വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. അപ്പം പിന്നെ തിരിച്ച് കൊച്ചിയിലേക്ക് വന്ന് ഇവിടുത്തെ കമ്പനി ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യുന്നു. ഈ സമയത്തൊക്കെ ഞാൻ പാരലായിട്ട് ചില സിനിമകളിലൊക്കെ പോയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും, ഈ അവധിയുള്ള ദിവസങ്ങൾ നോക്കിയിട്ട്. അപ്പോൾ എന്നെ 1-2 പടങ്ങൾ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടെ നിൽക്കാനൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നിൽക്കുന്നത് ഫുള്ളായിട്ട് ഇറങ്ങണം. പക്ഷെ അതിനുള്ള സാഹചര്യം ഒത്തു വരുന്നുമില്ല. അപ്പോൾ എൻ്റെ ഇടയിലായിരുന്നു കല്യാണം, എനിക്ക് മോള് ജനിച്ചു. ആ സമയത്ത് മോളൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റായിരിക്കുന്ന സമയത്താണ് ഞാനിത് വീട്ടിൽ പറയുന്നത് എനിക്ക് എന്നെ സിനിമ ചെയ്യണം. അപ്പോൾ അച്ഛനാണ് എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പറയുന്നത്, അച്ഛനാണ് എന്നോട് പറയുന്നത് ധൈര്യമായിട്ട് ഇറങ്ങണം, നിൻ്റെ സ്വപ്നം സാധിക്കണമെങ്കിൽ നീ ജോലി വിട്ട് തന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. 2013 ഇറങ്ങുന്നത്, പച്ചൻ കരുതിക്കണം 14 ഞാൻ സിനിമ ചെയ്തത്. 2022 എൻ്റെ ആദ്യത്തെ പടം ഇറങ്ങുന്നത്. 10 വർഷത്തെ യാത്രയാണ് സിനിമ. അതിൽ ഈ 2 കൊല്ലം കോഡ് കൊണ്ടുപോയി. പക്ഷെ അത് ഞാൻ കോഡ് സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പടം ചെയ്ത ആൾ ഞാൻ. കോഡ് സമയത്ത് എൻ്റെ 3 പടം ഷൂട്ട് നടന്നത്. അത് കടാവറായാലും 10ാം വളവായാലും നൈറ്റ് ആയാലും കോവിഡ് സമയത്ത്. അപ്പോൾ കോവിഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിതത്തിൽ അങ്ങനെ നെഗറ്റീവ്സ് വന്നൊരു സാധനമല്ല. എനിക്ക് ആസ് എ റൈറ്റർ പോസിറ്റീവായിട്ട് എൻ്റെ കരിയർ മാറ്റിയൊരു സമയം. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ 3 പടങ്ങളും ആ തിയേറ്ററിൽ അറിയാം. ഈ കടാവറ സ്ട്രേറ്റ് റിലീസായിരുന്നു, OTT റിലീസ്. നൈറ്റ് ഡ്രൈവും 10ാം വളവ് പറയുമ്പോൾ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി തിയേറ്ററിൽ മറ്റേ 1.5 തൊട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചൊരു വലിപ്പത്തിലുള്ളൊരു വിജയം അത് കിട്ടുന്നില്ല. അപ്പോൾ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ഫുൾ ക്ലാപ്സും അല്ലെങ്കിൽ ഹൗസ്ഫുൾ ഷോകളാണല്ലോ. അത് കംപ്ലീറ്റ്ലി ആ സാറ്റിസ്ഫാക്ഷൻ തന്നത് പിന്നീട് മാളികപ്പുറം. ഇപ്പം അതൊരു ഹരമാണ്, അത് വീണ്ടും നമുക്ക് വേണം. അത് ഓരോ സിനിമ കഴിയുമ്പോൾ നമ്മളത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുമതിയോളമാണെങ്കിൽ ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായി, ദൈവം ഇത് എന്തൊരു നെഗറ്റീവ് ഡിഗ്രി റീഡിംഗ് ആണ്, ഒരു രക്ഷയില്ലെന്ന് തുടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അപ്പോൾ ആ സമയത്ത് എൻ്റെ വിശ്വാസം വെച്ചാൽ നമ്മുടെ ഒരു സ്ലീപ്പിംഗ് സെൽസ് നമ്മുടെ ഫാമിലി ഓഡിയൻസാണ്, വരുമായിരിക്കും. ഇത് ഞാൻ ആദ്യത്തെ ദിവസം 2ാം ദിവസം വിഷ്ണുവോട് പറഞ്ഞു, ഇഷ്ടം വരുമായിരിക്കില്ലേ ഇത്. പക്ഷെ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് ആ പരിപാടി മാറി, സ്റ്റഡിയായി. പിന്നെ ഹൗസ്ഫുൾ ബോർഡുകൾ കണ്ടു തുടങ്ങിയപ്പോൾ വീണ്ടും എത്തി എന്നൊരു സന്തോഷം. പക്ഷെ ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അടുത്തൊരു വലിയ ഹിറ്റ് വേണം. അത് നെക്സ്റ്റ് വരാൻ സാധ്യത റൈറ്റിംഗ് മൂവി ചോറ്റാനിക്കൽ. അതാണിപ്പം നടക്കുന്നത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമുണ്ട്, ഞാൻ എൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന പടം. പിന്നെ തമിഴ് 2 വലിയ പരിപാടികൾ ഇങ്ങനെ പാരലി നടക്കുന്നു ഉണ്ട്. ലൈനപ്പുകൾ കുറച്ച്. പ്രൊഡക്ഷൻ ഫസ്റ്റ് പടമാണോ? ഫസ്റ്റ് പടം. അത് ആരാ ആർട്ടിസ്റ്റ്? ഇപ്പം അത് വിൻസി, സിദ്ദിഖിക, സിജു, പിന്നെ വിനീതയുടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫൈനൽ ഡിസ്കഷൻ നടക്കുകയാണ്. ത്രില്ലറാണ്, കുഞ്ഞു പടമാണ്. പക്ഷേ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അത് മറ്റൊരാളുടെ കാശ് വെച്ച് റിസ്ക് എടുക്കണ്ട, സ്വന്തം പൈസ വെച്ച് റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്, സ്വന്തം പൈസ അല്ല, മീൻസ് പുറത്തും എടുത്ത് ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യണമെന്ന് തോന്നി, ഒരു പടം ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നത്. 25 പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. റൈറ്റർ, ആക്ടർ, പ്രൊഡ്യൂസർ. അപ്പൊ അതാ ഞാൻ ചോദിക്കാൻ വന്നേ, നമ്മൾ എഴുതി കഴിഞ്ഞൊരു സാധനം വേറൊരാളെ കൊണ്ട് സംവിധാനം ചെയ്യിക്കും, നമ്മളല്ലേ അത് ശരിക്കും. ഈ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറാണ്, എൻ്റെ സിനിമകൾ എന്നെ 100% തൃപ്തിപ്പെടുത്തിട്ടുണ്ടെന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ച് സിനിമ ഇഷ്ടമാണ്, നമ്മൾ മറ്റൊരു സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് തന്നെ ഇവർ ചെയ്യുന്ന എല്ലാം ഓക്കെ. എങ്കിൽ പോലും ഒരു 100% തൃപ്തി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ആസ് എ റൈറ്റർ എനിക്ക് 100% ഒരു പടവും എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ മനസ്സിൽ കണ്ട സിനിമയുടെ ഒരു 75 അല്ലെങ്കിൽ 80% ആയിരിക്കും വന്നിരിക്കുന്നത്. അത് എൻ്റെ എന്നല്ല, എനിക്ക് എല്ലാ എഴുത്തുകാരുടെയും ചോദിച്ച ഇത് തന്നെ ആയിരിക്കും ഉത്തരം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്, ഞാൻ സ്വപ്നം കാണുന്ന ഒരു സിനിമ, ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ കണ്ട വിഷ്വൽ അതുപോലെ തിയേറ്ററിൽ കൊണ്ട് വെക്കുക എന്നുള്ളത്. അതിന് ഞാൻ സംവിധാനം ചെയ്യണം. അപ്പോൾ അതെന്താണ് ഞാൻ 2026 ഈ വർഷം ഞാൻ ചെയ്തിരിക്കും. അത് 2025 ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ഇങ്ങനെ നീണ്ടുപോയി. പക്ഷേ ഈ വർഷം ഞാൻ ഒന്നിനും വേണ്ടി അത് മാറ്റി വെക്കില്ല. ഈ വർഷം പകുതിക്ക്, അതായത് ഓഗസ്റ്റിന് ശേഷം ഞാനത് റൈറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുക. ഓൾമോസ്റ്റ് എൻ്റെ പ്രീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു.
എല്ലാം ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് അതിൻ്റെ മെയിൻ കാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു കാര്യം ഒരാൾ ലോക്കാണ്. അപ്പോൾ അതിങ്ങനെ ഡിലേ ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ഡിലേ എത്രത്തോളം പോകുമെന്ന് നോക്കുവാണ്. ഇനി നമുക്കൊരു പറയാൻ പറ്റാത്ത അത്രയും എക്സ്റ്റൻഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാനത് റീപ്ലേസ് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. പിന്നെ കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ കഥകൾ ഇങ്ങനെ മനസ്സിലുണ്ട്, ചെയ്യണം എന്ന ആഗ്രഹം. നമ്മൾ മെയിൻ റോൾ ചോദിക്കത്തില്ല, ഞങ്ങൾക്ക് സൈഡിൽ നിന്ന് ചോദിക്കുന്ന റോളാണല്ലോ. അതിനാണ് ഞങ്ങൾ സൈഡിൽ എനിക്ക് എൻ്റെ പടങ്ങളിൽ പുതിയ ആൾ വരുന്ന ഭയങ്കര സന്തോഷമുള്ളതാണ്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പടങ്ങളിലും ഒരു 4-5 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഇപ്പം സുമുദ്രവളയിലുണ്ടായിരുന്നു, ആനന്ദ് ശ്രീബാല ഉണ്ടായിരുന്നു, മാളികപ്പുറത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നൈറ്റ് ഡ്രൈവിലും 10-ാം വളവിലാണ് എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ. കാരണം വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമകളാണ്. പിന്നീടുള്ള പടങ്ങളൊക്കെ എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംവിധായകരോട് പറഞ്ഞാൽ അവർ കേൾക്കും, ഇവർക്ക് കൊടുക്കാം എന്ന്. അത് നോക്കാം. മതി, കഴിഞ്ഞു നമ്മുടെ പരിപാടി. അതിലല്ല, ഈ പുതിയ ആൾ വരുമ്പോൾ എന്താ വെച്ചാൽ അവർ ഈ സർവൈവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരവരുടെ മാക്സിമം തരും. 4 വഴക്ക് പറഞ്ഞാലും നമുക്ക് ചെയ്യിക്കാം. ഒരു സീനിയർ ആർട്ടിസ്റ്റ് പോയി പറയാൻ പറ്റത്തില്ലോ, ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, റിക്വസ്റ്റ് ചെയ്യാനേ പറ്റും. പക്ഷേ എനിക്ക് എപ്പോഴും സന്തോഷം. ഞാൻ എപ്പോഴും പറയും, ഞാനിപ്പോൾ ആദ്യത്തെ പടം അല്ലെങ്കിൽ പോലും ഒരു പടം കംപ്ലീറ്റ് ന്യൂ ഫേസിന് വേണ്ടി ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു കാലത്ത് തമിഴ് പടങ്ങളിൽ അത് ഭയങ്കര വർക്കായി. ശരി, ഇവിടെ അങ്കമാലി ഡയറീസ് അത് വർക്കായി. അതിന് മുന്നേ ഫോർ ദ പീപ്പിൾ അന്ന് വർക്കായതാണ്. അപ്പോൾ എപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്കത് കുറേ പുതിയ പിള്ളേരുടെ പടങ്ങൾ എനിക്ക്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ജമ്പിങ് ആണ്. അതായത് അവർ അത്യാവശ്യം പോപ്പുലർ ആണ്, അവർ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയന്നോ റീൽസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോമഡി അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരും. ഇവരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ഈ റീൽസ് ആണ് ഓർമ്മ വരുന്നത്. എന്താണ് നല്ലതെന്ന് പറയും. അപ്പോൾ ഇവരെ ഒരു പ്രൊഫഷണൽ ആക്ടറായിട്ട് കാണാൻ പലർക്കും മടി വന്നു തുടങ്ങി. പക്ഷെ അത് മാറും. അത് കാര്യം എന്താ വെച്ചാൽ ഇവർ ഞെട്ടിച്ചാൽ മതി. ഇവർ ഈ റീൽസിൽ നിന്ന് വരുന്നവർ റീൽസിൽ തന്നെ നിൽക്കുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ ഇവര് 60 സെക്കൻഡുള്ള ബിറ്റായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഇത് 60 സെക്കൻഡുള്ള ഒരു ഇതല്ല. ഒരു ടോട്ടാലിറ്റി 2.5 മണിക്കുള്ള സിനിമയിലെ ഒരു കഥാപാത്രമാണ് നീ. മറ്റേത് ആ റീലിലെ ഫുൾ കഥാപാത്രം അവനാ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയായിരിക്കും. ഇതൊരു 2.5 മണിക്കുള്ള സിനിമയിലെ ഒരു കഥാപാത്രമാണ് നീ എന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തുമ്പോൾ ഈ ആക്ടിങ് മാറും. അവർക്ക് ചാലഞ്ച് ഉറപ്പായിട്ടും. ഞാൻ ഈ പിന്നെ ആക്ടർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഞാൻ കോവിഡ് സമയം മുതലാണ് അവനെ കാണുന്നത്. കോവിഡ് സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടുള്ള വീഡിയോകളൊന്നും അവനെ. എനിക്ക് അന്നേ ആഗ്രഹം ഇവനെ അഭിനയിപ്പിക്കണം. വെച്ചാൽ അവൻ ഈ റീൽസിലൊക്കെ കുറച്ച് ഓവർ ആക്ടിങ് പഴുകി കാണിക്കും. അതെന്താ വെച്ചാൽ അത് റീൽസിൽ അത് കാണിക്കണം, എങ്കിൽ അറ്റൻഷൻ കിട്ടും. പക്ഷെ അവൻ സിനിമ ചെയ്യാൻ വന്നപ്പോൾ അത് വിട്ടു. സിനിമയിൽ അവൻ ഞങ്ങളുടെ കൂടെ ആദ്യം മുതലുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ല മീറ്റി റോളുമായിരുന്നല്ലോ. അപ്പം ആദ്യം മുതൽ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കഥാപാത്രം എന്താ വെച്ചാൽ പിന്നെ ഇവന് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഒരാളുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ ഡ്രീമും സിനിമയാണ്. അപ്പോൾ അതിനൊരു ഡോറ് തുറന്നു കൊടുത്തല്ലേ, കൈ പിടിച്ച് വട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനുശേഷം മാർക്കോ ചെയ്തു. അപ്പോൾ അടുത്തൊരു പടം, എൻ്റെ ഒരു പടത്തിൽ തന്നെ അവൻ അടുത്ത് ചെയ്യാൻ പോകുന്നുണ്ട്. വേറെ ഏതൊക്കെയോ ഓഫേഴ്സ് ഇപ്പോൾ വന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ സക്സസ് ആവുമെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ വാഴ സിനിമയിൽ കുറേ ആളുകൾ വന്ന് അവരൊക്കെ നോട്ടബിളായി പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആനന്ദ് ശ്രീബാല ശരിക്കും അങ്ങനെ അതുമായിട്ട് സാമ്യമുള്ള ഒരു ഇൻസിഡന്റ് നമുക്ക് ഓൾറെഡി എന്താ വെച്ചാൽ അത് പടം പറയുന്നതിന് മുന്നേ നമുക്കൊരു പരിധി വരെ അത് പറയാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ചാൽ അത് സിനിമയെ ബാധിക്കും, അല്ലെങ്കിൽ അത് ലീഗലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും ആ പടം റിലീസിന് ഒരാഴ്ച മുന്നേ ലീഗൽ ഇഷ്യൂ വന്നിരുന്നു. അതിൻ്റെ ആ യഥാർത്ഥ കേസിലെ കുട്ടിയുടെ പേരൻസ് അവർ വന്നിട്ട് ഈ കോടതിയിൽ നിന്നൊരു പേപ്പറുമായിട്ട് വന്ന് നമ്മുടെ മീഡിയ ആണല്ലോ, നമ്മുടെ മീഡിയ, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരും പലതും സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് മറ്റേ കേസ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ കുറേ സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ തിരിച്ച് നമ്മോട് ചോദിച്ചു ഇത് മറ്റേ കേസല്ലേ. കാരണം എനിക്ക് ആ സിനിമ ഭയങ്കര അനുഭവമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും നമ്മൾ ഈ കുട്ടിയുടെ ബയോഗ്രഫി അല്ല ഓട്ടോബയോഗ്രഫി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു കഥ ചെയ്യണം എന്നൊരു സാധനമല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടൊരു സാധനം ചെയ്യണം എന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കുറേ ക്ലൈമാക്സ് ഒക്കെ ഫിക്ഷനായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ഈ കുട്ടിയുടെ മരിക്കുന്ന ബോഡി കിട്ടുന്ന സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഷൂട്ടിന് വേണ്ടി രാവിലെ ചെല്ലുമ്പോഴാണ് നമ്മൾ തലേന്ന് വന്നെല്ലാം കണ്ട് എല്ലാം സെറ്റായി പോയ ആളുകളാണ്. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു മറ്റേ കപ്പൽ വന്ന് നിർത്തിയിട്ടിട്ട് നമ്മുടെ വ്യൂ ഇതായി തടസ്സപ്പെട്ടു. അപ്പോൾ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് ഷൂട്ട് മുടങ്ങുമോ. അപ്പം എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴത്തേക്ക് ഒന്ന് പാക്കപ്പ് പറയുന്നത് ഇത് ചെയ്യണ്ട, വേറെ വഴിയില്ല, വേറെ പിന്നെ അന്നൊന്നും എടുക്കാനില്ല, ഇതാണ് എടുക്കേണ്ടത്. എല്ലാ സെറ്റപ്പും റെഡിയായി, ജൂനിയേഴ്സ് എല്ലാം റെഡിയായി. അപ്പോൾ ഞാനും ഡയറക്ടറും ഞങ്ങൾ വെറുതെ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കി പോകുമ്പോഴാണ് അവിടെ കൊച്ചിൻ വാർഫിൻ്റെ വേറൊരു ഗേറ്റ് കാണുന്നത്. അപ്പോൾ ഞായറാഴ്ചയും കൂടെ
അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് ഓക്കെയാണ്, പക്ഷേ പെർമിഷൻ കിട്ടത്തില്ല, ഞായറാഴ്ചയാണല്ലോ, എൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ പിറ്റേ ദിവസമേ കിട്ടത്തുള്ളൂ, മൺഡേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ നമുക്ക് അപ്പുറത്ത് പെർമിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടിതാണ്. അപ്പോൾ ഇവരൊരു കാര്യം ചെയ്തു, സൺഡേ അല്ല നിങ്ങൾ ഷൂട്ട് ചെയ്തോ, നമുക്ക് നോക്കാം. നമ്മൾ വേറൊരാളെ വിളിച്ച് ഇതിൻ്റെ അകത്ത് വിളിച്ച് സംസാരിപ്പിച്ച് അവസാനം ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടി. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ ഞാനിവിടെ കറങ്ങി കിടക്കുമ്പോഴത്തേക്ക് ഒരു നേവി ഓഫീസർ വന്നിട്ട് അവിടെ ഇങ്ങനെ പുള്ളി ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, മലയാളിയാണ് പുള്ളി. ഇങ്ങനെ പറഞ്ഞു ഇത് പിന്നെ എന്താ കഥ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മർഡർ മിസ്റ്ററിയാണ്, കുട്ടിയുടെ ബോഡി ഇട്ട സീനാണ്. ഓക്കെ ഇവിടുന്ന് കിട്ടാതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചാൾ പിന്നെ ഫോർഗോട്ട് ദ നെയിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളി ആലോചിച്ചിട്ട് മിഷേൽ ഷാജി എന്നിട്ട് ഇവിടുന്ന് ബോഡി ഇട്ടു. അപ്പോൾ ഞാൻ എവിടുന്ന് എന്ന് ചോദിച്ചു. അവിടെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ പെൺകുട്ടിയുടെ ബോഡി ഇട്ട് അതേ സ്ഥലത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുക. ഞാൻ എന്താണ് ഈ സംഭവിക്കുന്നത്? ഞാൻ പോയിട്ട് ഡയറക്ടറോട് വിഷ്ണുവോട് പറയടാ ചെറിയ കാര്യമുണ്ട്, എന്താ ഇപ്പോൾ അർജുൻ എന്താ ഇട്ടെന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് യഥാർത്ഥ ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഷോക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം കോയിൻസിഡൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇതിന് ശേഷം കുറേ കോയിൻസിഡൻസ് വന്നപ്പോൾ ഞാൻ ഇത് വല്ലാത്ത അത് പിന്നീട് ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പെൺകുട്ടിയുടെ ബോഡി അവിടെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പം അറ്റൻഡർ എന്തോന്ന് ചോദിച്ചു. അപ്പോൾ അറ്റൻഡർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ ഇങ്ങനെ ചേട്ടാ ഇത് അന്ന് എന്താ സംഭവിച്ചതാണ്, അപ്പോൾ നമുക്ക് ആഗ്രഹമാണ് ഇതെന്താണെന്ന് അറിയണം. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല അതൊന്ന് കുറേ അയാൾ കുറേ നെഗറ്റീവ് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ സ്ഥലമില്ലേ അവിടെയാണ് ചെയ്തത്, ഈ 4 എണ്ണം ഉള്ളതിൽ അവിടെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അവിടെ തന്നെ. അപ്പം ഞാൻ ഇത് എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പള്ളി ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നില്ല, ഈ പള്ളികളിപ്പം പൊതുവെ ഷൂട്ട് ചെയ്യാൻ കിട്ടത്തില്ല. അപ്പം അങ്ങനെ ആ പടത്തിൻ്റെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഇവർ ലൊക്കേഷൻ അന്വേഷിച്ച് പോയിക്കോ പള്ളി. അങ്ങനെ ഈ ജസ്റ്റ് എന്ന് പറയുന്നുണ്ട് ആൻഡോ ചേട്ടൻ്റെ ഒരു കസിനാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു ഫോട്ടോ അയക്കാം നോക്കാൻ പറഞ്ഞു. ഞാൻ പള്ളി കിട്ടിയടാ അടിപൊളി പള്ളിയാണ് ചേട്ടാ നോക്കെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ മിഷേൽ ഷാജിയുടെ കല്ലറയുടെ ഫോട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഈ പള്ളിയാണ് ചേട്ടാ ഷൂട്ട് കിട്ടിയത്. ഞാൻ പിന്നെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു, നമ്മളവിടെ ഷൂട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ പക്ഷേ ഇത് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് വന്നെങ്കിലും ഒരു പരിധി വരെ ഇപ്പം ഞാൻ എത്രയോ തവണ വല്ലാർപ്പടം പള്ളിയിൽ പോകുമ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. അതായത് ഒന്നാം പാലവും രണ്ടാം പാലവും. അപ്പോൾ അതിൽ പോലീസിൻ്റെ FIR പ്രകാരം ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് FIR എഴുതിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും വല്ലാർപ്പടം രണ്ടാം പാലത്തെയും ചാടിയാണ് മരിച്ചതെന്നാണ് FIR എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വല്ലാർപ്പടം പള്ളിയിൽ പോകുമ്പോൾ ആലോചിക്കും ആത്മഹത്യ തീരുമാനിച്ചൊരു പെൺകുട്ടി ഹൈക്കോടതിയിൽ ഇറങ്ങി നടന്നു വരുമ്പോൾ എന്തിനീ ഒന്നാം പാലം കഴിഞ്ഞ് രണ്ടാം പാലത്തിൽ പോകണം, ഒന്നാം പാലത്തിൽ ചാടിയാൽ പോരെ, അതിൻ്റെ താഴെയും വെള്ളം എന്നൊരു സാധനം അത് സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ട്രെയിലർ വന്നപ്പം ഈ ഡയലോഗുകളൊക്കെ കണക്റ്റഡായി. ഈ ട്രെയിലർ വന്നതിന് ശേഷമാണ് ഈ കുട്ടിയുടെ ഫാമിലി ഈ കോടതിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഇവർ നമുക്ക് പേപ്പർ വന്നു സ്റ്റേ ഇതിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് നമ്മളെ വിളിച്ചിട്ട് തന്നെ അവരുടെ പേരൻസിനാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഇവരാദ്യം അച്ഛനും അമ്മ പാവം അവർ മകൾ വെച്ച് ഇത്രയും വർഷമായിട്ട് നീതി കിട്ടാത്തൊരു അച്ഛനും അമ്മയാണ്. അപ്പോൾ നമുക്കും അറിയില്ല ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്കും അറിയില്ല, കുറേ കഥകൾ പലതും കേട്ടിട്ടുള്ളതല്ലാതെ. അപ്പോൾ ഈ പൗരസമിതിയുടെ ഒരാളുകളുണ്ട്, ഇവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് നമ്മളെന്തോ ഭയങ്കര ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്തപോലെയാണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മോശമാക്കി സിനിമ ചെയ്തതെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ കുട്ടിയുടെ അച്ഛനോട് ഞങ്ങളൊരു കാര്യം ചെയ്തു, സിനിമ നിങ്ങൾ കാണാം, നിങ്ങൾ സിനിമ കണ്ട് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളിത് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ഇവർ സിനിമ കാണാൻ വരുന്നു. അപ്പോൾ അമ്മ വരണ്ടെന്ന് പറഞ്ഞു, അമ്മ കാണണ്ട, അവർ കുറച്ച് ഭയങ്കര ഇമോഷണൽ. അങ്കിളും ബാക്കി 3-4 പേരോട് വന്ന് കാണുന്നു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ അവിടുത്തെ പള്ളിയിലച്ഛനും ആരൊക്കെ കൂടെ വന്ന് സിനിമ കണ്ടിട്ട് പുള്ളി ഒന്നും മിണ്ടാ ഇങ്ങനെ ഇറങ്ങി വരിക. ഞങ്ങൾ മിക്സി സ്റ്റുഡിയോയിലാണ് പടം കാണിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ മോളെ ഒരിക്കൽ കൂടെ കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആസ് എ റൈറ്റർ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ എഴുത്തുകാരെന്ന രീതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് വരിക്കുമ്പോൾ കിട്ടുന്ന ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ. അത് ഈ മാളികപ്പുറം കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. കാരണം മാളികപ്പുറം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക എനിക്കൊരു കോള് വന്നു. ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അഭിലാഷ് അല്ലേ അവനാണ് ഞങ്ങൾ പടം കാണാൻ പോയി, ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ഫുള്ള് കണ്ടില്ല, ഇൻ്റർവെല്ലിന് മുന്നേ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ ഇഷ്ടപ്പെട്ടില്ലേ? അവർ അതല്ല ഞങ്ങളുടെ കഥ എങ്ങനെ അഭിലാഷിന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഷോക്കായിപ്പോയി. ഞാൻ വെച്ചിരുന്നു ദൈവമേ ഇനി വല്ല കോപ്പിറൈറ്റ് പരിപാടിയാണോ? അപ്പോൾ ഞാൻ ഇല്ല അത് എനിക്കറിയില്ല, ഇത് എൻ്റെ തന്നെ ഫിക്ഷനാണല്ലോ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല എൻ്റെ ലൈഫ് നടന്ന ചെറിയ കുറച്ച് പരിപാടികൾ അതിലുണ്ട് തന്നെ. അപ്പോൾ ഇല്ല അഭിലാഷ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. അതിന് ഇതേ ഫാമിലി ഞാൻ പോയി കണ്ടു തന്നെ. അപ്പോൾ അവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആ കുട്ടിയും അച്ഛനും ഭയങ്കര ഇതായിരുന്നു. ആ കുട്ടിയെ ശബരിമലയിൽ കൊണ്ട് മാലയിടുന്ന സമയത്ത്
ഈ അച്ഛനെ വഴി വെച്ചിട്ട് ഫിനാൻസുകാർ തല്ലിയിട്ടുണ്ട്, അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഞാൻ ആ ഫാമിലി കണ്ട് എനിക്ക് ഒരു ഷോക്കായി പോയി. കാരണം നമ്മൾ എഴുതിയ ഒരു കഥ അങ്ങനെ തന്നെ മറ്റുള്ള ജീവിതത്തിൽ സംഭവിച്ചേക്കുക. അപ്പോൾ അതൊക്കെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് അല്ലെങ്കിൽ എന്തോ സൂപ്പർ നാച്ചുറൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഫാക്റ്റ്. ഇതിപ്പോൾ മിഷേലിൻ്റെയൊക്കെ കേസ് പോലെ നമ്മളൊരു സംഭവിച്ചത് എടുക്കുകയാണെങ്കിൽ ശരിക്കും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോ അതിനകത്ത്? നടന്ന സംഭവങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ല ആക്ച്വലി. അപ്പോൾ പലരും പറയും അത് ചെയ്യാൻ പാടില്ല. ആക്ച്വലി നടന്ന റിയൽ ഇൻസിഡൻസിന് കോപ്പിറൈറ്റ് ആർക്കും ഇല്ല ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു സിനിമ ചെയ്തിട്ട് വിഷ്വൽ ഷാജി എന്നുള്ള പെൺകുട്ടീനെ അവരുടെ ഫാമിലിയെയും വളരെ മോശമാക്കി ഞാൻ കാണിച്ചാൽ എനിക്കെതിരെ ഡിഫോമേഷൻ കേസ് കൊടുക്കാം. അതുപോലെ ഇപ്പം നിങ്ങളുടെ ആത്മകഥ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് നിങ്ങളുടെ കൺസേൺ എനിക്ക് വേണം. അത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മിഷേൽ ഷാജി കേസ് നാളെ നിങ്ങൾക്കും ചെയ്യാം, ആർക്കും വേണ്ടി ചെയ്യാം. ഇപ്പം ഞാൻ 10ാം വളവ് ചെയ്തിരിക്കുന്നത് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള റിയൽ കേസ് തന്നെയാണത്. മകളെ പീഡിപ്പിച്ചു വന്ന ആളെ അച്ഛൻ വെടിവെച്ചു വന്നിട്ട് അദ്ദേഹം ഈ അടുത്ത സമയത്താണ് പുള്ളി മരിച്ചത്. അപ്പോൾ അത് എൻ്റെ ഇപ്പം മാളികപ്പുറം പോലും അതിലെ പല സീക്വൻസുകളും സെക്കൻഡ് ഹാഫ് അല്ല ഫസ്റ്റ് ഹാഫിലെ പല സീക്വൻസുകളും എൻ്റെ പേഴ്സണൽ ലൈഫിലെ എൻ്റെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നൈറ്റ് ഡ്രൈവ് എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ബാംഗ്ലൂർ നടന്ന സംഭവമാണ്. ഗോൾഡ് കടത്തില്ലെന്നുള്ളതില്ല, ബാക്കി എല്ലാ പരിപാടിയും നടന്ന സംഭവമാണ്. അപ്പോൾ അത് എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ റിയൽ കണ്ടതിൽ നിന്നാണ് കഥ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സുമതി വളവ് അതൊരു റിയൽ സ്ഥലവും റിയൽ സംഭവമാണ്, പക്ഷെ അതിനെ ഞാൻ ഫിക്ഷനാക്കി മറ്റേ ഇപ്പോൾ സുമതി സെക്കൻഡ് പാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ദ റിയൽ, അതായത് പാലോട് കടന്ന യഥാർത്ഥ കഥ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് യഥാർത്ഥത ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്, ചെയ്യാൻ ഭയങ്കര രസമാണ്, ചലഞ്ചുമാണ്. കാരണം കുറേ പേരെ തൃപ്തിപ്പെടുത്തണം, കുറേ പേര് ശത്രുക്കളാക്കും. മൊത്തം എത്ര എണ്ണം എഴുതി കൈ വെച്ചിട്ടുണ്ട്? അല്ല, ഞാൻ ഈ 2012 അല്ല 2013 സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ 2013 ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു 2 തിരക്കഥയുണ്ട്. അന്നുള്ള 2 തിരക്കഥയുണ്ട്. അതിലൊരു തിരക്കഥ കടാവറായിരുന്നു, അത് സിനിമയാക്കി. മറ്റേ തിരക്കഥ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഉറപ്പായിട്ട് എൻ്റെ ഭയങ്കര ഡ്രീമാണ്, ഞാൻ ചെയ്തിരിക്കും. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എഴുതാതെ ഒരു ദിവസം കിടന്ന് ഉറങ്ങാറില്ല. ഒരു പേജെങ്കിലും എഴുതാതെ ഞാൻ കിടന്ന് ഉറങ്ങാറില്ല. ഒരു സിനിമയുടെ ഒരു 10 മിനിറ്റെങ്കിലും കാണാതെ ഞാൻ കിടന്ന് ഉറങ്ങത്തില്ല. സമയം കിട്ടുവാണെങ്കിൽ ഒരു പേജ് വായിക്കാതെ കിടന്ന് ഉറങ്ങുന്നൊരു സ്വഭാവം എനിക്കില്ല. ഇപ്പം കുറച്ച് നാട് വായനയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു, പക്ഷേ എഴുത്ത് പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2012 മുതൽ അല്ല 2013 മുതൽ ഈ 2026 വരെയുള്ള യാത്രയിൽ ആലോചിച്ചാൽ മതി, എഴുതി പിടിപ്പിക്കുമ്പോൾ കുറേ പരിപാടി ഇങ്ങനെ കയ്യിലുണ്ടെന്നുള്ളത്. പക്ഷേ കാലം മാറുന്നതനുസരിച്ചിട്ട് സിനിമ മാറുന്നു, ഇത് അപ്ഡേറ്റഡ് ആവുന്നു. അപ്പം പലതും നമുക്ക് ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചിലപ്പം ചിലതൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കും. ഞാൻ അന്ന് എനിക്ക് ചെയ്യണം, അന്ന് ചെയ്താൽ വർക്കാവത്തില്ല, പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കും അത് വർക്കാവുമല്ലോ എന്ന് രീതി. അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പം പിന്നെ ഇന്ന് ഡെയിലി ഉണ്ടായിക്കൊണ്ട് എൻ്റെ സ്വയം യാത്ര ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവിടെ കഥകളുണ്ടാക്കും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതുപോലത്തെ ഒരു കഥയായിരിക്കും, ഇതുപോലൊരു പ്രോഗ്രാമിൽ എഴുതുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടൊരു ഇൻസിഡൻറ്റ്, അത് നമ്മൾ 4 പേരുടെ ലൈഫ് എങ്ങനെ കണക്ട് ചെയ്യും എന്ന് പറയുന്നൊരു സാധനം. ഞാൻ ഇപ്പോൾ FM ഇൻ്റർവ്യൂ ഞാൻ ആലോചിക്കുന്നുണ്ട്, FM സ്റ്റേഷൻ്റെ ഒരു പടം ചെയ്യണം. ഇത് എൻ്റെ കുഴപ്പം, ഇത് ഒരു അമ്പലത്തിൽ പോകണം, ഈ അമ്പലത്തിൽ ഒരു പടം ചെയ്യുന്നല്ലോ എന്നായിരിക്കും. ഈ 2013 സ്ട്രഗിള് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തൊരു പീരീഡ് വന്നാലും അത് സാക്ഷാത്കരിച്ചപ്പോൾ 2022 അടുപ്പിച്ച് 3 സിനിമ ഒരു ഇയറിൽ 22 എൻ്റെ 3 പടം 22 മാളികപ്പുറം റിലീസായ 2022 ഡിസംബർ 30. അത് 22 അല്ല 21 അല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അന്ന് ഇൻഡസ്ട്രിയിൽ അത്രയും ടോക്ക് ഉണ്ടാവാൻ കാരണം അതാണ്. ഒരു റൈറ്റർ വന്നിട്ട് 1 വർഷം 4 പടം, അങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളും വന്നത്. കുറേ പേര് ഇവൻ ആരടാ, ഇവരറിയുന്നില്ല നമ്മളൊരു 10 കൊല്ലത്തെ നമ്മുടെ സ്ട്രഗിൾ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിനടുത്ത് എഫോർട്ട് എന്താ. ഇവർ കാണുന്ന ഒരു ഓവർനൈറ്റിൽ വന്നൊരുത്തൻ സിനിമ ചെയ്യുന്നു. ഒരു ഓവർനൈറ്റ് അല്ലേ, എൻ്റെ എത്രയോ നൈറ്റാണ്. ഞാൻ എപ്പോഴും പറയും എൻ്റെ മൂത്ത മോളുടെ പ്രായമാണ് എൻ്റെ സിനിമ എക്സ്പീരിയൻസ്. അപ്പോൾ ആ പ്രായം, അവളുടെ ആ നല്ല പ്രായം എനിക്ക് എൻ്റെ മുന്നിൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോവും, എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവള് കുറേ വളരുമ്പോൾ ഞാൻ പറയും ഇവള് വളർന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ പറയും അവൾ വളർന്നത് മാത്രമല്ല നീ ജോലി വിട്ടിട്ട് ഇത്രയും വർഷമായി. പക്ഷേ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ എൻ്റെ ജോലി റിസൈൻ ചെയ്ത സമയമാണ്. അത് സിനിമയൊന്നും ഇല്ല കയ്യിൽ, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ജോലിയില്ല, സിനിമയില്ല, ഈ പറയുന്ന വലിയ വരുമാനമില്ല കയ്യിൽ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ഇതിന് പൈസയൊക്കെ വാങ്ങിച്ചോട്ട് പോയി ജീവിക്കുക. അപ്പോൾ ഈ സ്കൂളിൽ ചേർക്കാൻ പോയപ്പം ആ സ്കൂളിൽ ചേർക്കാനുള്ള കാശ് വരെ അച്ഛനായിരുന്നു. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യാൻ തന്നപ്പോഴത്തേക്ക് അതിൽ ഈ അച്ഛൻ്റെ ജോലി എഴുതണം. അപ്പോൾ അവിടെ എന്ത് എഴുതുന്നുള്ളത് ഞാനിങ്ങനെ
വൈഫ് വരുമ്പോണ്ട്. അപ്പം മോള് കുഞ്ഞാണ്, 1ാം ക്ലാസ്സിൽ ചേർക്കാണ്ട്. അപ്പോൾ ഞാൻ അവിടെ റൈറ്റർ എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഈ പിന്നെ ഫോം വാങ്ങിച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചു, സിനിമയിലാണോ? ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഏത് പടം ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇല്ല ചെയ്തിട്ടില്ല, ഇവള് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എനിക്കിത് പറയാനൊരു ഒരു ചമ്മലുമുണ്ട്, എന്നാൽ ഇത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ അവൾ 4ാം ക്ലാസ്സിലായപ്പം അതേ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഞാൻ ഗസ്റ്റായിട്ട് പോയി. മാളിയപ്പുറം ഇറങ്ങിയിട്ട് ഞാൻ മാത്രമല്ല, അന്നേരം ഉണ്ണിയുണ്ട്, മാളിയപ്പുറം ഫുൾ ടീം വന്നു. ഉണ്ണിയാണ് സ്റ്റേജിൽ പറയുന്നത് ഇങ്ങനെ ഇവൻ്റെ മോളോടെ പഠിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണിക്ക് കഥ അറിയാം. ഉണ്ണി അവളെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി. അന്ന് അവൾ ഭയങ്കര ചിരിച്ച് നിന്നപ്പോൾ സന്തോഷം. ഇപ്പം 2ാമത്തെ ചേർക്കാൻ വേണ്ടി ഞാൻ ഈ വർഷം അതായത് 25 ഞാൻ അതേ സ്കൂളിൽ ചെല്ലുക. അപ്പം മൂത്തോളം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഈ കഥയൊക്കെ അറിയാം. കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഞാനിതൊക്കെ തമാശയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത ദിവസം പോസ്റ്റ് ഇടുക, പണ്ട് ഞാൻ ഇതേ സ്ഥലത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് എഴുതാനൊരു വാക്കില്ലായിരുന്നു, ഇന്ന് ഞാൻ എഴുതി അവിടെ റൈറ്റർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൗഡായിട്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഞാൻ ഈ 10 കൊല്ലം മിസ് ചെയ്തെങ്കിലും അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടല്ലോ. പേ ബാക്ക് ഉണ്ട്. പക്ഷെ ഇന്ന് എഴുതുമ്പോൾ റൈറ്റർ/ആക്ടർ റൈറ്റർ തന്നെ, അതാണ് എന്നെ ലഹരി പിടിപ്പിക്കുന്ന എഴുത്താണ്. അത് എനിക്ക് ഭയങ്കര എന്താ അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ എവിടേക്കോ ഇപ്പോൾ മാളിയപ്പുറം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഈ സക്സസ് എന്ന് പറയുന്ന സാധനം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഇനിയും നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, അത് മറ്റേത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ, എന്തും ചെയ്യാം. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണം, അതാണ് അറിയാത്ത കാര്യം. എന്ത് ചെയ്താലാണ് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ദൈവമേ അടുത്ത പടവും ഭക്തി പിടിക്കണോ, അല്ലെങ്കിൽ അടുത്ത പടം മാസ് അടിക്കണോ, എന്താ അറിയുക, അല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റിലേക്ക് പോകും. ഇപ്പം എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഒന്ന് സൈലൻ്റ് ആയിരുന്നു 2024, 25, 24 ആനന്ദ് ശ്രീബാലയും 25 സുമതി 2 കൂടെ കയറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, പഴയ സ്വഭാവത്തിലേക്ക് തന്നെ പോവാം, പടപട എഴുതാം, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ 2026 എൻ്റെ തീരുമാനം എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുന്നില്ല, ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുക, അത്രേ ഉള്ളൂ. അതും ജോൺറ പ്രത്യേകിച്ച് പലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അതെ, ജോണർ ആണ്. എനിക്ക് എഴുതാൻ അറിയാത്ത ചില ജോണേഴ്സ് ഉണ്ട്, അതിലേക്ക് എനിക്ക് വലിയ ഇപ്പം എനിക്ക് അതായത് ഇപ്പം ഈ പറഞ്ഞ ഈ ഫീൽ ഗുഡ് മാത്രമുള്ള സിനിമകൾ, ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഫീൽ ഗുഡ് പടങ്ങൾ ഈ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ചില ഇപ്പം ഇമോഷൻ എനിക്ക് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാ സിനിമകളും ഞാൻ ഇമോഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പരിപാടി, അതായത് ഈ ഭയങ്കര ഓവർ റിയലിസ്റ്റിക് സിനിമകൾ എനിക്കറിയില്ല, എന്തും കിട്ടുന്ന എന്തും ഭയങ്കര ഇഷ്ടം. എൻ്റെ മനസ്സിലുള്ള സിനിമ വെച്ചാൽ എപ്പോഴും തിയേറ്ററിൽ കാണുന്നവന് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ആ ഒരു ഹൈ ലോ പരിപാടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പം സ്ക്രീൻ പ്ലേ തന്നെയാണ് അതിങ്ങനെ ആലോചിക്കും. ചിലതൊക്കെ വർക്കാവും, ചിലതൊക്കെ വർക്കാവില്ല. പിന്നെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവരിഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ കുട്ടികളെ ഫോക്കസ് ചെയ്യാറുണ്ട് സിനിമ എഴുതുമ്പോൾ. കാരണം എൻ്റെ ഫാമിലി വന്ന് പടം കാണുമ്പോഴും എൻ്റെ മക്കൾ കാണുമ്പോഴും അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഫോക്കസ് ചെയ്യാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അതാണ് ഇവിടുത്തെ മെജോറിറ്റി. ഫാമിലി വന്നു കഴിഞ്ഞാൽ പടം ഹിറ്റാണ്. അതുകൊണ്ട് അവർക്ക് ഉള്ള സാധനം കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ പരിപാടി വർക്കാണ്. ഈ ആദ്യത്തെ 2 ദിവസമേ ഉള്ളൂ ഇപ്പോൾ ഈ പറയുന്ന റിവ്യൂവും പരിപാടിയും കാര്യമൊക്കെ. അത് കഴിഞ്ഞാൽ വരേണ്ടത് ഫാമിലിയാണല്ലോ. അപ്പോൾ അത് തിങ്കളാഴ്ച മുതൽ ഫാമിലി ഇറങ്ങിയാൽ സേഫ്. വീക്കെൻഡ് കളക്ഷൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന വാളിയപ്പുറത്തിന് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തെ ഷോയ്ക്കൊന്നും ആരും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം അഭിപ്രായം വന്നു, ഞായറാഴ്ച ആയപ്പോൾ ടിക്കറ്റില്ല, തിങ്കളാഴ്ച ഫുൾ ഹൗസ് ഉള്ളു. തിങ്കളാഴ്ച നമുക്ക് ഞായറാഴ്ച പോയിട്ട് സന്തോഷമായിട്ട് തുള്ളിച്ചിടാനും തിങ്കളാഴ്ചത്തെ ബുക്ക് മൈ ഷോ നോക്കുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച ഫുള്ളാണ്. തിങ്കളാഴ്ച ചുമന്ന് തുടങ്ങിയാൽ എന്തോ ഒരു സന്തോഷമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് അത് പത്തനംതിട്ടയിൽ അത് ലാസ്റ്റ് ഡേയ്സിലും ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ട്. ഞാൻ ലാസ്റ്റ് ഷോ കണ്ടത് നമ്മുടെ മഹാസുബൈർക്കയുടെ തിയേറ്ററിലാണ് കാണുന്നത്. ഇത് കായംകുളത്താന്ന് തോന്നുന്നു. ആ ഷോ ഫുള്ളായിരുന്നു. അപ്പം ആ ഷോട് നിർത്തുകയാണ്, OTT വന്നല്ലോ, ആ ഷോ നിർത്തുക. സങ്കടം തോന്നുവാണ്. നമ്മൾ ഒരു സാധനം എന്തിനാണ് ഇപ്പോൾ OTT കൊടുത്തത്. പക്ഷെ എപ്പോഴും അതിനോട് എറൗണ്ട് ഈ പറയുന്ന പ്രോഗ്രസീവായിട്ടുള്ളൊരു ചിന്താഗതിയുടെ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ. അതിനെയൊക്കെ ഞാൻ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. കാരണം വെച്ചാൽ വിമർശനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും വിമർശിക്കപ്പെടും. പ്രത്യേകിച്ച് ആ സിനിമയ്ക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്തുണ്ട്. അത് എനിക്കറിയില്ല, അത് എങ്ങനെ വന്ന ആളുകളാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ മേ ബി ആ സിനിമയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ചിന്താഗതി ആവാം. ഇനി അതല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളാവാം, ഡിവൈൻ സിനിമകൾ താല്പര്യമില്ലാത്തവരാവാം. വാട്ടെവർ ഇറ്റ് ഈസ്, എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല. അത് എനിക്കങ്ങനെ പറയാൻ പറ്റും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എൻ്റെ സിനിമ ഇഷ്ടപ്പെടണം. എന്നെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ആ വിമർശനത്തെ ഞാൻ ഇന്ന് കാണുന്നത്, ആ വിമർശനമാണ് സത്യം പറഞ്ഞാൽ കരിയർ
ഒന്നും കൂടെ ഒന്ന് അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റിയത്. കാരണം ഇപ്പോൾ കുറവില്ല, എവിടെ ചെന്നാലും നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാം എന്ന് പറയുന്നില്ലേ, അതിന് കാരണം അവർ തന്നെ. എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നത്, എൻ്റെ ചീത്തയൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ട് ഇവരെന്നെ ചീത്ത പറയുന്നത്, ഇത് ആരാണ് ഇത് കൂടുതലും ഫേക്കായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് ഞാൻ ഇടാം. പിന്നെ ഞാൻ ചിന്തിക്കും, അവരുടെ ജീവിതത്തിലെ ഒരു മിനിറ്റ് നമുക്ക് തന്നില്ലേ എനിക്കെതിരെ ഒരു പോസ്റ്റ് എഴുതാൻ വേണ്ടി, അതിനെ വാല്യൂ കൊടുക്കും. നല്ലത് പറയാനാണെങ്കിലും ചീത്ത പറയാനാണെങ്കിലും അവരവരുടെ ജീവിതത്തിൻ്റെ ഒരു മിനിറ്റ് എനിക്ക് തന്നല്ലോ, ഹാപ്പി എന്ന് ഞാൻ പറയും. അഭിലാഷ് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവരെ ഡിഫെൻഡ് ചെയ്യാൻ വരാറുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വരാറുണ്ട്. അഭിലാഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആൾക്കാർ വരാറുണ്ടോ? ഞാൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ പറയും, ഇപ്പം ഞാൻ നമ്മളെ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് നമ്മളൊരു പോസ്റ്റ് ഇടും, അതിൻ്റെ താഴെ വന്നിട്ട് ഇതോടൊരു ബന്ധമില്ലാത്ത രീതിയിൽ എന്നെ എന്തെങ്കിലും മോശം പറയുകയാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് കുറേ പേര് ഈ പറഞ്ഞ ആൾക്കെതിരെ ചെയ്തു വരുന്നതാണ്. ഞാൻ കുറേ കഴിയുമ്പോൾ ഞാൻ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഇതിൻ്റെ പേരിലൊരു ഫൈറ്റ് അവിടെ വേണ്ട. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു പ്രൊഫൈലിൽ ജീവിക്കുന്ന ആളല്ല. അപ്പോൾ ഞാനൊരു പൊളിറ്റീഷ്യനല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് നടത്തി ജീവിക്കാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതിൻ്റെ പേര് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടിയാണ്? എൻ്റെ കാര്യങ്ങൾ എൻ്റെ ചുറ്റും ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള എല്ലാവരുടെയും അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയ വെച്ച്. അതാണ്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം അങ്ങനെ ഓവറായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞൊരു സമയമുണ്ട്, ഈ ലഹരി പിടിച്ച സമയത്ത്. ഞാൻ ഇന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു അഭിപ്രായം പോയി. എന്തിനാണ് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് എന്തിനാണ് ആർക്കെതിരെ പറയുന്നത്? ഞാൻ ഉപയോഗിക്കേണ്ട അത്രേ ഉള്ളൂ. വേറൊരുത്തരും ഉപയോഗിക്കുന്നതിനോട് എനിക്കെന്താണ് പ്രശ്നം? അവർ നാളെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോൾ അവർ അനുഭവിക്കട്ടെ എന്ന ചിന്താഗതി എനിക്ക് അന്നില്ലായിരുന്നു. കാരണം നമ്മുടെ ചിന്തയിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആരും ഇത് ഉപയോഗിക്കരുത്, ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ്. അത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അത് വേണ്ട രീതി പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, അത് പറയണ്ട, നീ എന്തിനാണ് ശത്രുക്കളാകുന്നത്? പിന്നെ ശരിയാണല്ലോ, എനിക്ക് പണിയൊന്നുമില്ലേ. ഇപ്പം ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ആക്ച്വലി എൻ്റെ കാര്യങ്ങൾ മാത്രം, എൻ്റെ ചുറ്റും നിൽക്കുന്നതിൽ അറിയിക്കാൻ മാത്രം. അത് തന്നെയാണ് ഇപ്പം വളരെ കുറച്ച്. സ്വന്തം റൈറ്റിങ്ങിലല്ലാതെ വേറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കിപ്പോൾ ആക്ച്വലി എനിക്ക് സുമതിക്ക് ശേഷം വന്നേക്കുന്ന വിളികളൊക്കെ പുറത്തുമുള്ളതാണ്. അപ്പം ഞാൻ എനിക്കെന്താ പ്രശ്നം വെച്ചാൽ എനിക്കതൊരു ഭയങ്കര ഒരു ചമ്മൽ പോലെയാണ്. കാരണം വെച്ചാൽ സ്വന്തമായിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊരു സാധനം. ഇനി അവിടെ ചെന്നിട്ട് വെറുതെ നാണം കേട്ട അതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു പടം ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ പോകുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു പ്രോജക്റ്റാണ്, അതിൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഈ വർഷം വരുമോ? ഈ വർഷമുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പതുക്കെ തമിഴ് പിടിച്ചാൽ തലയിക്കുക. അപ്പോൾ അവിടെ ഇത്ര ചീത്ത കേൾക്കത്തില്ല. സുമതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു. കോക്കിനകത്ത് ഇങ്ങനെ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കത്തില്ല എന്നെ ഇപ്പം എന്താ പറയാൻ പോകുന്നത്. അഭിലാഷ് പിള്ള അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആയം മുതൽ അവസാനം വരെ പുള്ളി വരെ ഒരുപോലെ അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ സന്തോഷം അത്രേ പറഞ്ഞുള്ളല്ലോ ആണ്. അപ്പോൾ അത് കൊന്നില്ല. വൈറൽ റിവ്യൂസ് എങ്ങനെയാണ് കാണുന്നത്? ബാധിക്കാറുണ്ടോ? വിഷമമായിട്ട് പണ്ടൊക്കെ മുന്നേ ബാധിക്കില്ലേ? ബാധിക്കുന്നതിനേക്കാൾ ഉപരി ഇവരെന്തിന് ഓരോരുത്തരുടെ സന്തോഷമാണല്ലോ ഇത്. ഇവർ കാരണം ചില സിനിമകളെ ബാധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ മാളികപ്പുറം സമയത്ത് ആ സിനിമയ്ക്ക് റിവ്യൂ എനിക്ക് 99% ആളുകൾ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞേക്കുന്നത്. നെഗറ്റീവ് പറഞ്ഞേക്കുന്നത് 1-2 ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് റിവ്യൂവേഴ്സിൻ്റെ കാര്യമാണ്. ഈ പറയുന്ന അശ്വിൻ അടക്കമുള്ളവർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞ സിനിമയാണ്. അന്നും ഞാൻ അശ്വിൻ്റെ ഇത് ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ അഭിപ്രായം പറയുന്നത്, അത് അവരുടെ അഭിപ്രായമാണ്. അതിപ്പോൾ ഞാൻ പറയാൻ പാടില്ലെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റും. പക്ഷെ അത് കാരണം അശ്വിൻ എന്നല്ല, ഞാനിപ്പോൾ പടം ഇറങ്ങി ഫസ്റ്റ് ഡേ തന്നെ ഈ റിവ്യൂസ് പറഞ്ഞ ചില സിനിമകൾ തിയേറ്ററിൽ വർക്കാവാതെ പോയിട്ടുണ്ട്. എൻ്റേന്നല്ല, ഞാൻ മൊത്തത്തിൽ. നല്ലൊരു സിനിമ അങ്ങനെ റിവ്യൂ ചെയ്ത് എന്താ പ്രശ്നം അറിയാം? ഇപ്പം ഒരു സിനിമയുടെ ലൈഫ് എന്ന് പറയുന്നത് പ്രൊമോഷനും ഓൺലൈൻ ക്യാമ്പയിനിങ്ങും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ഹിറ്റായ സിനിമകളും ഉണ്ട്. അതും പറയണം. കാരണം സിനിമ അത്ര നല്ലതാണെങ്കിലും ഇതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില സിനിമകൾക്ക് ഇതിനപ്പുറത്തേക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഇത് കാണത്തില്ല, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഇവർക്കെതിരെ നിർത്താം, അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ളൊരു ഫണ്ടൊന്നും ഇറക്കാനുള്ള പ്രൊഡ്യൂസേഴ്സൊന്നും അല്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ചില സിനിമകളൊക്കെ പിന്നെ OTT വരുമ്പോഴത്തേക്കും നല്ല പടമായിരുന്നല്ലോ, ഇത് ആരും കണ്ടില്ലല്ലോ എന്ന് പറയും. അതിൽ കാര്യമില്ലല്ലോ തിയേറ്ററിൽ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു കൊല്ലം എത്ര പടം ഇറങ്ങുന്നത്, ഇവർക്ക് പൈസ നമ്മൾ ഇവർ പൈസ കൊടുത്ത് കാണുന്നതല്ലേ. അഭിപ്രായം പറയട്ടെ. ഇത് ശരിക്കും കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളൊന്നായിരുന്നല്ലോ, ഇത്രയും പടം ഇറങ്ങുന്നു, പക്ഷേ 10 പടം അല്ലെ 15 പടമാണ് മാക്സിമം വലിയ സക്സസ് ആകുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ പറഞ്ഞതിനോട് പലരും പ്രതികരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചോളൂ, ഇപ്പോൾ സുമതിയോടെ തിയേറ്ററിന് എത്ര രൂപ കളക്ഷൻ കിട്ടിയെന്ന് എല്ലാവർക്കും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനും അറിയാം. ഇത് കമ്പയർ ചെയ്യുന്നത് ഇതിൻ്റെ ബഡ്ജറ്റിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഒരു സിനിമയുടെ സക്സസ് ഫെയിൽ. അങ്ങനെ ഒരു തിയേറ്ററിൽ സക്സസ് എന്ന് പറയുന്നത് തിയേറ്ററിലെ കളക്ഷനാണ്.
അപ്പോൾ തിയേറ്ററിൽ ഓടിയ ചില സിനിമകൾ പക്ഷേ ആ പടത്തിന് ടോട്ടൽ ബഡ്ജറ്റ് ചിലപ്പം ഫിനാൻഷ്യലി തിരിച്ച് കിട്ടണമെന്നില്ല. OTT കച്ചവടം നടന്നതിനൊക്കെ ശേഷമായിരിക്കും ഈ പൈസ ചിലപ്പം ബ്രേക്ക് ചെയ്യാനാണ് പ്രോഫിറ്റ് ആവുന്നത്. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇവർ തിയേറ്ററിൽ വലിയ ഹിറ്റായ സിനിമകളുടെ ലിസ്റ്റ് വിടും, അത് ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് വിടും, ചാനലുകാർ വേറെ ലിസ്റ്റ് വിടും, ഇങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ട്. പക്ഷേ ഇതിനൊക്കെ അൾട്ടിമേറ്റ് എന്താ വെച്ചാൽ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പുറത്തുനിന്ന് വരുന്നു. അപ്പോൾ ഇവരൊക്കെ വരുന്നത് സിനിമയുടെ സക്സസ് കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ സിനിമ ഇത്ര കോടി രൂപ നഷ്ടമാണ്, ഇവിടെ 300 കോടി നഷ്ടമായെന്നൊക്കെ പറയുമ്പോൾ ഈ വരുന്നവർ തിരിച്ചു പോകും. അല്ല, അത് എന്തായാലും ഒരാളുടെ ബിസിനസിന്റെ ഇത് എന്തിനാ പുറത്തുവിടേണ്ടായിരുന്നു? 100% ഞാൻ ഇതിനെതിരാ, സീരിയസ്ലി. പിന്നെ ഇതിനെതിരെ പറയാൻ നിന്നാൽ ഇത് അപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ശത്രുവായി മാറും. കുഴപ്പമില്ലെന്നേ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർമാർ ഉണ്ടെങ്കിൽ നമ്മൾ പടം ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് പറയുകയാണ് ഇനി സിനിമയില്ല, വല്ല പുസ്തകം എഴുതിയാൽ ജീവിച്ചോളാം. പുസ്തകം എഴുതിയാലും എവിടെയെങ്കിലും കൊണ്ടുപോയാലും പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്യും, വായിക്കും. അപ്പോഴേ എനിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി ജനങ്ങളെ എത്തിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സാധനങ്ങൾ ഇടാനുള്ള മീഡിയ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്, സോഷ്യൽ മീഡിയാസ്. വരുമാനം കാണണമെന്നില്ല, അത് വേറെ ജോലിക്കോ, അത്രയേ ഉള്ളൂ. അഭിലാഷ് അസോസിയേഷൻസിലൊക്കെ ഉണ്ടോ? എല്ലാത്തിനും ഉണ്ട്. റൈറ്റേഴ്സ് യൂണിയനുണ്ട്. അമ്മയിലുണ്ടോ? അമ്മയുടെ ഇതില്ല, ഞാൻ ആയിട്ടില്ലല്ലോ. സിനിമ എത്ര ആയാലേ പറ്റും. 3 പടം ക്യാരക്ടറോട്. പക്ഷെ അതൊക്കെ ഇത്തിരി ഓവറല്ലേ, അമ്മയിലൊക്കെ പോയിരിക്കാമല്ലോ. ഞാൻ ഇല്ല. നമുക്ക് എന്നാൽ ഈ സംഘടനകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അറിയാമല്ലോ. പക്ഷേ ഇതിന് നമ്മളിപ്പോൾ അവിടെ പോയി ഒരു ഭാരവാഹിത്വം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ FKL ഞാൻ കഴിഞ്ഞോണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നത്, ഞാൻ ഒരു മീറ്റിംഗ് വെച്ചാൽ ഞാൻ പോവാതോ 3 മീറ്റിങ്ങിന് പോയി മെമ്മയൊക്കെ വരും. എൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മളാ സമയത്ത് ഇവിടെ കാണത്തില്ല. അപ്പം ഇത് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ചെയ്യണമെന്നായിട്ട് നമ്മൾ മാറി. ഞാൻ ഇതൊക്കെ ആദ്യമൊക്കെ പണ്ടൊക്കെ എനിക്ക് FKL മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പാർട്ട് ഓഫ് സിനിമയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മളെ കിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലഹരി എന്ന് പറയുന്നത് സിനിമയാണല്ലോ. അപ്പോൾ അതിന് സമയം കണ്ടെത്തുക, അതിന് ഞാൻ എല്ലാവരും മാറി നടക്കുന്ന ഒരാളാണ്. പണ്ട് എൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, ഞാൻ എല്ലാവരുമായിട്ടും തോളിക്കായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളായിരിക്കും. ഞാൻ ഇപ്പോൾ കുറേ നാളുടെ എല്ലാവരും ഒന്ന് മാറിയിരിക്കുക, തമിഴ്നാട്ടിലേക്ക് മാറാനുള്ള പ്ലാനാണ്. നൈസായിട്ട് ഇൻഡസ്ട്രി മാറാനുള്ള പ്ലാനാണ്. തമിഴ് സൗന്ദര്യ രജനികാന്ത് വിജയ് സേതുപതി മാത്രം തമിഴ് പറഞ്ഞിട്ടല്ലേ. ഞാൻ ഈ റിയലൈസേഷൻ എന്നൊരു സാധനമുണ്ട് ലൈഫിൽ എല്ലാവരുടെയും. അപ്പം എനിക്ക് നിങ്ങളുടെയൊക്കെ ഏജ് എത്ര എനിക്ക് അറിയില്ല, ചിലപ്പോൾ എന്നേക്കാൾ മൂത്താണോ ഇളയതാണോ എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു ഇളയതായിരിക്കും. നമ്മൾ സെയിം ഏജ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു 25 ശേഷം ഒരു 35 വരെയുള്ള നമ്മുടെ ലൈഫല്ല ആഫ്റ്റർ 35 ഒരു റിയലൈസേഷൻ. കുറച്ചുകൂടെ നമ്മളൊരു മെച്യൂർഡായിട്ട് ചിന്തിച്ചു തുടങ്ങി. 35 വയസ്സ് വരെ ഞാൻ ജീവിതത്തെ കണ്ടത് ഭയങ്കര തമാശയായിട്ടാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഒന്നുമില്ല, ഇത് ഇങ്ങനെ പൊക്കോളെന്ന് കരുതി. 35 വയസ്സ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അല്ല, ഈ പരിപാടി ഇതല്ല കേട്ടോ. ഇനിയുള്ളൊരു 15-20 വർഷം ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മാറി എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറി ഒന്ന് നടന്നു നോക്കണം എന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ കഴിഞ്ഞൊരു കുറച്ച് നാളായിട്ട് എനിക്കൊരു 6 മാസമായിട്ട് ഞാനിന്ന് മാറി കിടന്ന് നോക്കുക. എന്താ വെച്ചാൽ എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തൊക്കെയാണ് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല, പക്ഷേ എങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പരീക്ഷണങ്ങൾ അത്രേ ഉള്ളൂ, എക്സ്പെരിമെൻറ്റ്സ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 50 വർഷം കഴിഞ്ഞാലും നമ്മളെ ആളുകൾ ഇവിടെ നമ്മുടെ വർക്കിലൂടെ ഓർക്കണം, അത്രേ ഉള്ളൂ. ഈ എപ്പിസോഡ് വളരെ മോട്ടിവേഷണൽ എപ്പിസോഡായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു 10 വർഷം സിനിമയുടെ പുറകെ ഇരുന്നു. അതായത് റിസൾട്ട് കണ്ടു തുടങ്ങുന്നത് 2022 ഞാൻ ഇപ്പോൾ ഒരു 3 ദിവസം മുന്നേ എൻ്റെ അസോസിയേറ്റിനോട് പറഞ്ഞേ ഉള്ളൂ, ഒരു 5 കൊല്ലം മുന്നേ സിനിമയിലേക്ക് വരണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ വന്നില്ലേ, ഞങ്ങളൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിനക്ക് 30 വയസ്സല്ലേ ആയുള്ളൂ, എനിക്ക് 38 ആയിടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടാ അതിനെന്താ. അപ്പോൾ അവനപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര എന്നേക്കാൾ മെച്ചോടെ അവനൊരു ഡയലോഗ് എടുത്ത് പറഞ്ഞു. അതായത് എൻ്റെ തന്നെ പടത്തിൽ വർക്ക് ചെയ്തൊരു അസോസിയേറ്റിനെ പറ്റി പറഞ്ഞു, വേറൊരാൾ. പുള്ളിക്കാരൻ 50 വയസ്സിനകത്ത് പ്രായമുണ്ട്, പുള്ളി പടം ചെയ്തിട്ടില്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണല്ലോ. അപ്പം ഞാൻ ശരിയാ, ദൈവം നമുക്ക് ഇത്ര അവസരം തന്നില്ലേ, വന്നീ 3 വർഷത്തോടെ 6 പടം കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, 6 പടം കഴിഞ്ഞില്ലേ, കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഹാപ്പി. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലാണോ അറിയില്ല എനിക്ക്. അല്ല നമ്മുടെ അവിടെ ശരിക്കും ഭയങ്കര കഴിവുള്ള അസോസിയേറ്റുകൾ ആ സാധനത്തിൽ കംഫർട്ട് എന്താ അറിയോ, ആ ഒരു അസോസിയേറ്റ്സ് കഴിവിനേക്കാൾ ഉപരി ഈ സിനിമയ്ക്കകത്ത് കുറച്ചുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു കഴിവും കൂടെ വേണം. എത്രയോ അസോസിയേറ്റുമാർ വർഷങ്ങളായിട്ട് അസോസിയേറ്റായിട്ട് മാത്രം നിൽപ്പുണ്ടെന്ന് അറിയോ.
അവർ ചീഫ് അസോസിയേറ്റ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളൊരു അല്ല ലൊക്കേഷൻ അതിനൊരു ഇതില്ലേ, അതായത് അവർക്കൊരു പ്രഷർ എടുക്കണ്ട. ഈ പറയുന്ന കാശ് കിട്ടുന്നുണ്ട്. ഒരു കണക്കിന് അത് എൻജോയ് ചെയ്ത് പോകുന്നവരും ഉണ്ട്. എനിക്കറിയാം, പേഴ്സണലി അറിയാവുന്ന മലയാളത്തിലെ ഒരു മെയിൻ ചീഫ് അസോസിയേറ്റ് പുള്ളി പടം ചെയ്യാൻ അവസരം ഇവിടുത്തെ സ്റ്റാർസ് കൊടുത്തിട്ട് ഒരു വേണ്ടേട്ടാ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് പോകുന്ന ടീമാണ്. ബാബുചേട്ടൻ ഈ വർഷം പടം ചെയ്യും. ബാബുചേട്ടൻ ഇപ്പം എൻ്റെ അടുത്ത പടത്തിൽ ചൊട്ടായ ലക്ഷ്മി വീട്ടിൽ ചീഫാണ്. അടുത്ത് പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്. ബാബുചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു 27 നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ഡയറക്ടേഴ്സ് ഒരാൾ തന്നെ. ബാബുചേട്ടനല്ല കേട്ടോ, വേറെ ബാബുചേട്ടനൊക്കെ അറിയല്ലേ. അറിയാം, പക്ഷേ കിട്ടിലും കക്ഷിയാണ്. അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ചീഫ് അസോസിയേറ്റ് നമ്മളറിയില്ല. ഞങ്ങൾക്കറിയാന്നില്ല, ഞങ്ങളെ അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള ക്ലാസ് എടുക്കാവുന്നുണ്ട്. ദ ബെസ്റ്റ് ചീഫ് അസോസിയേറ്റാണ്. കാരണം ഞാനിപ്പോൾ കുറേ നാൾ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഞാനും പുള്ളി ഭയങ്കര കമ്പനി ഞങ്ങൾ കഥകൾ ഡിസ്കസ് ചെയ്യും. പുള്ളി തരുന്ന നമ്മളൊരു കഥ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചു തരുന്നൊരു സാധനമുണ്ട്, ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം. അത് ഭയങ്കരമാണ്. നമ്മൾ കണ്ടതിനേക്കാൾ വേറൊരു വിഷയൻ്റെ ഒരു ഡയറക്ടർ വിഷയത്തിൽ പുള്ളി അതിനെ പറ്റി പറയും. അപ്പം അത് പുള്ളി അല്ലെങ്കിൽ രാജേട്ടനെ പോലത്തെ ഒരാൾ കൂടെ നിർത്തില്ലല്ലോ. അപ്പം അത് പുള്ളി അടിപൊളിയാണ്. അല്ല ഞാൻ പറഞ്ഞത്, അപ്പം ഈ ഒരുപാട് പേര് ഒരു ലൊക്കേഷൻ ചെല്ലുന്നു, അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ഹീറോ ഉണ്ട്, ചീഫ് അസോസിയേറ്റ് ഉണ്ട്. ഈ ചീഫ് അസോസിയേറ്റ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ എനിക്കൊരു കഥ പറയാനുണ്ട് എന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റ് അയ്യോ ചേട്ടാ നമുക്ക് കേൾക്കാമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ആർട്ടിസ്റ്റുകൾ പറയും ചേട്ടാ പടവും ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നവരും കാണും. പക്ഷെ ഇത് ചോദിച്ചു വാങ്ങിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ഇത് ചെയ്യാതിരിക്കുന്നവർ ഒരിക്കലും കരയുന്ന കുഞ്ഞിനെ പാലെന്ന് പറയുന്ന പോലെ സിനിമയ്ക്ക് നമുക്കാണ് സിനിമ വേണ്ടത്. അപ്പോൾ നമ്മളതിൻ്റെ പുറകെ കടന്ന് എനിക്ക് ഓർമ്മയുണ്ട് 2013 ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഏതെങ്കിലും ലൊക്കേഷൻ ചെല്ലും. രാവിലെ തന്നെ ഞാൻ വാഴ ജോസേട്ടനൊക്കെ വിളിച്ചിട്ട് എവിടെ ഷൂട്ട് ഇതേതാ ഷൂട്ടുള്ളത് ചോദിച്ചു. അപ്പോൾ ജോസേട്ടനൊക്കെ ആണ് അന്ന് പരിചയം. ജോസേട്ടൻ പറയും ഇന്ന് 2 പടം നടക്കുന്നുണ്ടാ, എന്നാൽ ഹൈക്കോടതിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് പറയും. ഞാനൊരിക്കൽ ഒരു പരിചയമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ചീഫ് അസോസിയേറ്റിനെ പോയി കാണും, പറയുന്നു ചേട്ടാ ഒരു കഥ പറയാൻ. അപ്പോൾ എൻ്റെ അന്നത്തെ കണക്കുകളിൽ ചീഫ് അസോസിയേറ്റുമാർ അടുത്ത പടം ചെയ്യാൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവരെയാണ് കഥ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഇവരോട് പറയും. അങ്ങനെ എനിക്ക് കുറേ തേപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഡയറക്ടർമാരെ അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടോ, അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റിനോട് ശ്രമിച്ചു. ഇങ്ങനെ പോയാണ് ലാസ്റ്റ് 20 വരെ ഇങ്ങനെ പോയത്. ശേഷം സിനിമ ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇതിൻ്റെ റിതം മനസ്സിലാക്കേണ്ട ഒരു സമയം എനിക്ക് കുറേ നാളെടുത്തു. ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ശരിക്കും കറക്റ്റ് ആദ്യം ഒരു കഥ പിച്ച് ചെയ്യേണ്ടത് ആർട്ടിസ്റ്റാണോ? അത് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പം ഭയങ്കര എസ്റ്റാബ്ലിഷാണ് ഇങ്ങനെ ഒരു ഡയറക്ടർ. ഉദാഹരണം ഇപ്പോൾ ജോഷി സാറിൻ്റെ നമ്മളൊരു കഥ പോയി പറയുന്നത്. ജോഷി സാറിൻ്റെ കഥ കേട്ടു, ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു, കാര്യം ചെയ്ത് നമുക്ക് ഇന്ന ആളെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പമായി. ഇന്ന ആളെ വിളിച്ചിട്ട് ജോഷി സാറ് കഥ കേട്ടു, ജോഷി സാർ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ജോഷി സാർ ഇഷ്ടപ്പെട്ടോ, പിന്നെന്താ നമുക്ക് നാളെ തന്നെ കേൾക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ചിലത് നമ്മൾ ഒരു ആർട്ടിസ്റ്റോട് കഥ പറയും. ആർട്ടിസ്റ്റ് കഥ കേട്ടിട്ട് അത് കൊള്ളാം, ആരാ മനസ്സിൽ നോക്കുമ്പോഴത്തേക്ക് അത് ആരുമില്ല, അവർ പുള്ളി ഒരു പേര് പറയും, പ്രോജക്റ്റുകൾ. ഇനി വേറെ ചില വലിയ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, അവരുടെ കഥ പറഞ്ഞാൽ അവർ ആർട്ടിസ്റ്റിനും ഡയറക്ടർക്കൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായി. അത് നമുക്ക് ഇന്ന ആർട്ടിസ്റ്റ് ചെയ്യാം, ഇതിങ്ങനെ ഇതിലേതിലാണ് വർക്കാവുന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ പടം മലയാളത്തിൽ നൈറ്റ് ഡ്രൈവ് ആണല്ലോ. നൈറ്റ് ഡ്രൈവ് ആൻറ്റോ ചേട്ടനാണ്. അപ്പോൾ ആൻറ്റോ ചേട്ടൻ അന്നല്ല ഇന്നും മലയാളത്തിലെ ഏറ്റവും മെയിൻ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആൻറ്റോ ജോസഫ് പ്രൊഡക്ഷൻ, ആൻഡ് മെഗാമേഡി, പിന്നെ കാവ്യ വേണുചേട്ടനുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് തുടങ്ങിയോണ്ട് തന്നെ എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം വെച്ചാൽ ഇനി ഒരു പടവും നടന്നില്ലെങ്കിലും ചെന്നിട്ട് ആൻറ്റോ ചേട്ടാ വേണുചേട്ടാ ഒരു കഥയുണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്ക് ധൈര്യത്തോടെ ഇറങ്ങാൻ പറ്റിയത് മുന്നോട്ട്. ഇപ്പം എനിക്ക് അവിടെ ചെന്നാലിപ്പം വെച്ചാൽ നമ്മൾ ലോഞ്ച് ചെയ്തത് തന്നെ 2 പടം എൻ്റെ അറ്റേ ടൈം 2 പടം ഷൂട്ട് കൊടുക്കായിരുന്നു. നൈറ്റ് ഡ്രൈവും 10-ാം വളവും. ആദ്യം ഓൺ ആയത് നൈറ്റ് ഡ്രൈവ് തന്നെയാണോ? അല്ല, 10-ാം വളമാണ് ആദ്യം ഓണാവുന്നത്. നൈറ്റ് ഡ്രൈവ് ആണ് 10-ാം വളമാണ് ആദ്യം ഷൂട്ട് തുടങ്ങുന്നത്. നൈറ്റ് ഡ്രൈവ് അത് കഴിഞ്ഞിട്ടൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആദ്യം റിലീസായത് നൈറ്റ് ഡ്രൈവ്. നൈറ്റ് ഡ്രൈവ് 28 ദിവസം ഷൂട്ടുള്ളായിരുന്നല്ലോ, പെട്ടെന്ന് തീർത്തോടല്ലേ. 10-ാം വളവ് പിന്നെ കോവിഡ് ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടാണ് ഞങ്ങൾ ബാക്കി തീർക്കുന്നതും ഇറക്കുന്നതും. ശരിക്കും ആദ്യം ഷൂട്ട് ചെയ്ത കടാവറാണ്, അത് 3ാമത് പറയുന്നത്. എനിക്ക് 2013 തൊട്ട് ഇങ്ങനെ ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഇത് ഓണാവുന്ന 20-ലൊക്കെ ഏകദേശം 18-ലൊക്കെ ഓണായിരുന്നു. പക്ഷേ ഷൂട്ടൊക്കെ നടക്കുന്നത് 20. ഈ 5 അപ്പം ശരിക്കും 5 കൊല്ലമാണ് ശരിക്കും സ്ട്രഗിൾ എന്ന് പറയുന്നത്. സ്ട്രഗിൾ 5 കൊല്ലം, സ്ട്രഗിൾ ഇന്നും സ്ട്രഗിൾ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും സ്ട്രഗിൾ നടന്നേക്കുന്നത് വെച്ചാൽ 13 മുതലൊരു ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2022 ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ വരെ ഞാൻ ആ സ്ട്രഗിൾ ഫേസ് ചെയ്ത ആളാണ്. പക്ഷേ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പടം സംഭവിച്ചു എന്ന സാധനം. ശരിക്കും പറഞ്ഞാൽ ഒരു 6 വർഷം ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ജോലിയില്ല, ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ജോലിയില്ല, വരുമാനമില്ല, വീട്ടിൽ നിന്ന് എത്രയെന്ന് വെച്ചാൽ കാശ് വാങ്ങിക്കുന്നത്.
എന്നാലും അച്ഛൻ അറിഞ്ഞ് കയ്യിൽ പൈസ തരും. ഞാൻ രാവിലെ അച്ഛനെ വിളിച്ച് ജോലിക്കൊക്കെ വിടും. അച്ഛൻ അതെ കടയൊക്കെ തുറക്കണ്ടേ, എനിക്ക് കഥ പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയാം ദീപക്കോടെ അതുകൊണ്ട് അച്ഛൻ പോകും. പക്ഷേ ചില മൊമെൻറ്റ്സിൽ അച്ഛനെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞ് ഇപ്പോൾ ക്ലീഷയുടെ അങ്ങേ അറ്റായ സാധനം അത് ഈ പിന്നെ ഡെലിവറിക്ക് രണ്ടാമത്തെ മോളുടെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അച്ഛനോട് ചോദിക്കാൻ മടി. കാരണം അച്ഛനോട് ഇനി എങ്ങനെ കാശ് ചോദിക്കുന്നത്, ഇത് പ്രസവിക്കാൻ അച്ഛനത് കാശ് വയ്ക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാടെ നിന്ന് കിട്ടത്തില്ല 2-3 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു 1 ലക്ഷം രൂപ വേണം ആ സമയത്ത്. ഞാൻ എടാ ഒരു 10 രൂപ അയക്കണേ, ഒരാടെ അയക്കാന്ന് പറഞ്ഞിട്ട് 10-20 വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കിട്ടി. ഞാൻ അടയ്ക്കാൻ പോകുമ്പോൾ പറഞ്ഞാൽ ഈ പൈസ അടച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അടച്ചു. അപ്പം ഞാൻ മോശമായി. അതുകൊണ്ട് ഞാൻ നേരെ അച്ഛനെ വിളിക്കുക, അതെ എൻ്റെ കാശുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ ഞാൻ ചോദിച്ചവന്മാർ 1-2 പേർ എന്നെ വിളിച്ചായിരുന്നു. അപ്പം നീ അത് കൈവച്ചോ, ഞാൻ അടച്ചടാന്ന് പറഞ്ഞു. ഞാൻ നാണക്കേട് അപമാനം കേട്ടത്. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ അന്ന് അച്ഛൻ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ചിരിച്ചുകൊണ്ട് ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് അച്ഛനൊരു അറ്റാക്ക് വന്നിട്ട് അച്ഛൻ ഹോസ്പിറ്റലായി, അച്ഛൻ സീരിയസ് ആയിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയത്. അച്ഛന് വയ്യാതായി. എന്നിട്ട് അച്ഛനെ തിരിച്ചു കിട്ടി, സർജറിയെല്ലാം കഴിഞ്ഞ് അച്ഛൻ ഓക്കെ. അപ്പം സർജറി ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛനോട് എനിക്ക് ഇതിൻ്റെ സുമതിയുള്ള റിലീസ് ഡേറ്റ് എടുത്തേക്കുക. ഓഗസ്റ്റ് 1-ാം തീയതി സുമതിയുള്ള റിലീസ്, ജൂലൈ 20-ാം തീയതി അച്ഛന് സർജറി. ഒരു 10 ദിവസം മുന്നേ അച്ഛന് പടം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞാൽ പടം കാണാമല്ലോ പറഞ്ഞു. അല്ല സർജറി കഴിഞ്ഞാൽ തിയേറ്ററിലൊന്നും പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇതിൻ്റെ പടം കാണും, ചിലപ്പോൾ കാണാൻ പറ്റില്ലോ ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ആ വിഷമമായിട്ട് ഒന്ന് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരോട് സംസാരിച്ച് വിഷ്ണു ചേട്ടാ നമുക്ക് ഫൈനലാക്കാമെന്ന് പറഞ്ഞിട്ട് ഫൈനൽ മിക്സിങ് ഏകദേശം ആയിട്ട് അച്ഛനെ കൊണ്ട് പടം കാണിച്ചു. അച്ഛൻ ഭയങ്കര സന്തോഷമുണ്ട്, കൊള്ളണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സർജറിക്ക് പോകുന്നത്. ഈ അച്ഛൻ്റെ സർജറി കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോഴാണ് ഞാൻ പ്രൊമോഷൻ നടക്കുന്നത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് പോകുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് വിഷമമാണ്, അച്ഛനെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഓരോ സ്റ്റേജിലും ചെന്ന് നമ്മൾ ഭയങ്കര ചിരിച്ച് കളിച്ച് നിന്ന് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ വൈകുന്നേരം ചിലപ്പം ഈ ഹോസ്പിറ്റലിൽ ഈ വീഡിയോസ് കാണും. ഇതിൻ്റെ താഴെ വന്നിട്ട് കുറേ മണി തെരുവിലേക്കാണെങ്കിൽ എനിക്ക് ചിരി വരും. കാരണം നിങ്ങളറിയുന്നില്ലല്ലോ ഇപ്പം നമ്മുടെ ലൈഫ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രഗിൾ എന്താണെന്നൊന്നും അറിയാതെ താഴെ വന്ന് കുറേ അമ്മമാർ തെറി വിളിക്കുന്ന കാണുമ്പം എനിക്ക് അത്യന്തം ഭയങ്കര പുച്ഛം തോന്നുന്നത്. കാരണം എന്തറിഞ്ഞിട്ടാണ് ഒരാളെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പോയി 10 പേരുടെ മുന്നിൽ മോശമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നമ്മളെ അറിയാത്ത ഒരാൾ നമ്മൾ ചെയ്യുന്നൊരു ജോലി കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിക്കുന്നതോ പിന്നെ അവൻ്റെ തള്ളു കണ്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം എനിക്ക് വരവ് പുച്ഛം തോന്നാറുണ്ട്. പിന്നെ ഇതിനൊരു സമയം കണ്ടെത്തുന്നവരെ ഇപ്പം ഞാൻ റെസ്പെക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി സമയം തരുമല്ലേ. ഇത് സുരാജേട്ടൻ അല്ലെങ്കിൽ റോഷനിലേക്കൊക്കെ എത്തുന്നതിന് പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് പിച്ച് ചെയ്തിരുന്നു നൈറ്റ് ഡ്രൈവും 10-ാം വളവും ഒക്കെ? ഇല്ലില്ല, സുരാജാണ് ഫസ്റ്റ് കേൾക്കുന്നത്. നൈറ്റ് ഡ്രൈവും 10-ാം വളവും വേറെ ആർട്ടിസ്റ്റുകളൊന്നും പറഞ്ഞ പരിപാടികളല്ല. 10-ാം വളവ് മാത്രമാണ്. 10-ാം വളവ് ശരിക്കും പറഞ്ഞാൽ സുരാജാണ് ആസിഫിക്കായിരുന്നു. ആസിഫിക്കയുടെ ഡേറ്റിന് ഇഷ്യൂ ആയപ്പോഴാണ് അത് ഇന്ദ്രേട്ടനിലേക്ക് എത്തുന്നത്. അതിനുശേഷം നൈറ്റ് ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു കഥയായിരുന്നു വൈശാഖിന് ഞങ്ങൾ ചെയ്യുന്നത്. വൈശാഖിൻ്റെ അതൊരു കഥയുടെ എല്ലാം അറിയാമല്ലോ. വൈശാഖ് നമ്മൾ ചെയ്യുന്നത് പുലിമുരുകൻ കണ്ട ഹാങ് ഓവറിൽ. അപ്പോൾ ഞാൻ അന്ന് കോവിഡ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു കഥ ഡിസ്കസ് ചെയ്ത് അത് വൈശാഖിൻ്റെ മോനെ ഇത് നമുക്ക് തെലുങ്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചിരഞ്ജീവി സാറിനോട് കഥ പിച്ച് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആയതാണ്. ആ സമയത്താണ് കോവിഡ് വരുന്നത്. ഫുൾ എല്ലാം ലോക്ക്ഡൗണിലേക്ക് പോകുന്നു. വൈശാഖിൻ്റെ മോനെ ഇനി സിനിമ പോയിട്ട് നമ്മൾ ജീവിക്കുമെന്ന് പോലും അറിയാത്ത അവസ്ഥയുള്ളതെന്ന് പറഞ്ഞിരിക്കുക. അപ്പം വൈശാഖിൻ്റെ നമുക്ക് എന്തായാലും വേറെ വല്ല ചെറിയ പരിപാടികളുണ്ടോ മോനെ നമുക്ക് നോക്കാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചേട്ടാ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ ചെറിയൊരു സാധനം ഞാൻ റെഡി ആയിട്ടുണ്ടെന്ന് ഈ നൈറ്റ് ഡ്രൈവിൻ്റെ കഥ പറയുന്നത്. പുള്ളി നമുക്ക് ഇത് എഴുതിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നാളെ തന്നെ നമുക്ക് പോകാമെന്നുണ്ട്. പുള്ളി പിറ്റേ ദിവസം ഞാനും പുള്ളിയും കൂടെ തൃപ്രയാർ റിസോർട്ടിൽ പോയി. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ഞാനും പുള്ളിയും മാത്രമല്ല റിസോർട്ടിൽ. മറ്റേ സ്നേഹതീരം ബീച്ചിനടുത്തുള്ള റിസോർട്ട്. ചെമ്മീനൊക്കെ അവിടെ ഉണ്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ സ്ഥലത്താണ് ഇപ്പോൾ റിസോർട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രം റിസോർട്ടിൽ 2 ജോലിക്കാരും ഉണ്ട്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു 10 ദിവസം കൊണ്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നത്. നൈറ്റ് എഴുതി കഴിയുന്നു, തിരിച്ചു വരുന്നു, വൈശാഖിനോട് ആൻഡോച്ചനോട് കഥ പറയുന്നു, നമുക്കിത് ചെയ്യാം. അപ്പോൾ കപ്പേള ഓടിയിരിക്കുന്ന സമയമാണ് ഈ അന്നയും റോഷന്. അപ്പോൾ ആ കോമ്പിനേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പരിപാടി ഉണ്ടാകുന്നത് പെട്ടെന്ന് ഉണയോടോ. അത് എനിക്ക് തോന്നുന്നു അത് എൻ്റെ കരിയറിൽ ഏറ്റവും വേഗത്തിൽ നടന്ന സിനിമ അതാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടും എല്ലാം കൂടെ എനിക്ക് 2 മാസമേ ഉള്ളൂ. ഇത് ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി റൈറ്ററിനെ നല്ല രീതിയിൽ പേ ഓഫ് ചെയ്യുന്നുണ്ടോ? സക്സസ്ഫുൾ ആയി ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? ഫിനാൻഷ്യലി ആണോ? എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇപ്പം ഇന്ന് ആക്ച്വലി നല്ല രീതിയിൽ അത് കിട്ടുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്.
അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഓരോ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാശ് കിട്ടാനുള്ള പടങ്ങളും ഉണ്ട്, അഡ്വാൻസ് വാങ്ങിച്ച സിനിമകളും ഉണ്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കിയാൽ ഓക്കെയാണ്. ഇവിടെ ഇങ്ങനൊരു ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഇങ്ങനൊരു പേര് നമുക്ക് കിട്ടിയോണ്ട് ഇത് വിട്ടിട്ട് നമ്മൾ അതർ ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഒരു 2 ഇരട്ടി ശമ്പളം അവരിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനോട് കുറച്ചും കൂടെ സ്നേഹം തോന്നും. കുഴപ്പമില്ല, നിങ്ങൾ അവസരം തന്നോട്ടാണ് അവിടെ. ഇപ്പം എനിക്ക് തോന്നുന്നു പേഴ്സണലി ഓക്കെയാണ്. അത് എനിക്കറിയില്ല, എല്ലാവരുടെയും കേസ് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഒരു സമയത്ത് അങ്ങനെ അവർക്ക് അധികം പേയ്മെന്റ് വരുന്നില്ല എന്നൊരു ഇതുണ്ടായിരുന്നല്ലോ റൈറ്റേഴ്സിന് അത്രയും. അല്ല, ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, പ്രൊജക്റ്റ് അനുസരിച്ചാണ് ഓരോ, പിന്നെ ഇത് ചോദിച്ച് വാങ്ങിക്കാനുള്ളൊരു കഴിവ് വേണം. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു അഡമൻ്റായിട്ട് ഇത്ര രൂപ കിട്ടിയാൽ അങ്ങനത്തെ ഒരാളൊന്നുമില്ല. ഞാനൊരു പ്രോജക്റ്റ് നടക്കണം എന്ന് ഓർത്തിട്ട് അത് മതി കേട്ടോ, കുഴപ്പമില്ല, അത് നിങ്ങൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട വാങ്ങിക്കാം എന്നുകൊണ്ട് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത് നമ്മൾ മാത്രമേ ചിന്തിക്കത്തുള്ളൂ, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ചിന്തിക്കാറില്ല. അപ്പം പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എനിക്ക് അത് വന്നു ചേരും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അടുത്തൊരു പടം എനിക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പോകുന്നു. പ്രോഫിറ്റ് ഷെയർ ഒക്കെ ചോദിക്കാറായി. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. പ്രോഫിറ്റ് ഷെയർ ഇപ്പോൾ തമിഴ് ഞാനൊരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അതവർ എനിക്ക് തന്നേക്കുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ ഒരു ശമ്പളം പ്ലസ് പ്രോഫിറ്റ് ഷെയർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവർ ഇങ്ങോട്ട് ഒരു ഓഫർ വെച്ചപ്പോൾ. അപ്പോൾ ഞാൻ മറ്റേ ഒരു മിനിറ്റ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മറ്റേ കാണുന്നുണ്ട്. അപ്പം ഇവിടെ പക്ഷെ അത് അങ്ങനെ ചോദിക്കാനുള്ളൊരു ഇൻഡസ്ട്രി അല്ല നമ്മുടെ. ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് അത് ചിലപ്പോൾ ചോദിക്കാൻ പറ്റും, നമുക്കൊരു പരിധി വരെ റൈറ്റേഴ്സൊന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ പറയും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റേഴ്സാണ്. അതെ അതെ, അല്ല ഈ പറഞ്ഞ ഇവിടെ ഇപ്പോൾ നാളെ ദിവസം ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പറ്റും. അത് ഈ പ്രോഫിറ്റ് ഷെയർ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ ശമ്പളം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പ്രോഫിറ്റ് ഷെയർ വാങ്ങിയാൽ ശമ്പളമില്ല, അതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ പടം അപ്പം നമുക്ക് ഉത്തരവാദിത്വം കൂടി, പടം ഓടിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമായി, പടം കച്ചവടം നമ്മുടെ ഉത്തരവാദിത്തമായി. ഒരു പരിധി വരെ പണിയെടുക്കാൻ ഏറ്റവും നല്ല സാധനം അതാണ്. നിന്റെ ശമ്പളം ഈ പടം ഓടിച്ചിട്ട് നീ എടുത്തോ എന്ന് പ്രൊഡ്യൂസർ എഴുതി തരുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വളരെ ഇരട്ടി പണി എടുക്കില്ലേ, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ലല്ലോ. പക്ഷേ നല്ല ശമ്പളം തരുന്ന ഡയറക്ടേഴ്സും ഉണ്ട്, പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഈ പറയുന്ന അല്ലാതെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ടീമുകളും. എനിക്ക് ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. വലിയ കുഴപ്പമുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഓക്കെ, പരാതിയില്ല, ആരോടും പരാതിയില്ല. എനിക്കിതിൽ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയും അമലയാണ് എൻ്റെ പടത്തിൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ. ഞാൻ അമലയോടുള്ള എഗ്രിമെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശമ്പളത്തേക്കാളോ ഉപരി എനിക്കൊരു ലൈഫ് വന്ന അമലയാണ്. അന്ന് അമല ഇത് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് എനിക്ക് തമിഴ് പടം ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് ബാക്ക് ടു ബാക്ക് പടങ്ങൾ ഓണായത്. ഇവിടെ വന്നപ്പോൾ ആൻഡോ ചേട്ടനും മേടിച്ചേണ്ണു, പിന്നെ UGM, ഡോക്ടർ സക്കറിയ, അങ്ങനെ കുറേ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവസരം തന്നു. ആദ്യത്തെ ഒരു 3 വർഷം ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ നമുക്കൊരു ബേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. ഈ 5-6 വർഷത്തെ സ്ട്രഗിൾ കൊണ്ട് ഇവരോടൊക്കെ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു. അതായത് അമലപ്പോഴൊക്കെ ഞാൻ അമലയിലേക്ക് എത്തിയിരുന്നു. അമലയിലേക്ക് എത്തിയത് വേറെ എൻ്റെ സുഹൃത്ത് വഴിയാണ്. അമലയിലേക്ക് എത്തി, അതിങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് അമല ഈ കടാവറിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമല ആദ്യം വേറൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു. കടാവറിൻ്റെ കഥ കേട്ടപ്പോൾ അമല പറഞ്ഞു ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് ഹോട്ട്സ്റ്റാർ വലിയ എമൗണ്ടിനാണത് അന്ന് വാങ്ങിച്ചത്, സ്ട്രേറ്റ് റിലീസായിരുന്നു 120. ഇപ്പോൾ അത് കടാവർ 2 ചെയ്യാൻ വേണ്ടി സംസാരം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ആക്കിയിട്ടുണ്ട്. മുന്നേ തന്നെ ഞാൻ കടാവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമലയോട് പറയും അമല കടാവർ 2 ചെയ്യണം. അപ്പോൾ അതൊരു അറിയാലോ, അത് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്, നമുക്ക് എത്ര സീരീസ് ഉള്ളത് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടിന്യൂറ്റി അമലയും വിദ്യാബാലൻ കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഞാൻ അന്നേ അതിൻ്റെ ഒരു പരിപാടി റെഡിയാക്കി ഞാൻ അമലയുടെ കഥ അമലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ലെവൽ ക്ലോസ് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അമല നമുക്ക് ചെയ്താൽ, അപ്പോൾ അമലയുടെ നീ റെഡിയാണ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്നും പറയും. ഇപ്പോൾ എനിക്ക് അടുത്ത സമയത്ത് എനിക്ക് മെസ്സേജ് ഇട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യണം. പാൻ ഇന്ത്യൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാബലം വരുന്നു. അല്ല, അത് ആ കഥാപാത്രം നോർത്ത് ഇന്ത്യയിലെ ഒരു മെയിൻ ഒരാൾ വരണം. അത് വിദ്യാബാലനെ വെച്ച് ഒരു കണക്ഷൻ എങ്ങനെയാണ്, അത് നോർത്ത് ഇന്ത്യ അടക്കുന്ന ഒരു കേസാണ്. ചിരഞ്ജീവിയായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ? മറ്റേ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോയി ഞാൻ അത് വൈശാഖനെ അറിയാലോ. വൈശാഖനെ അവർക്ക് ആ സമയത്ത് ഇന്ത്യയിലെ ഏതൊരു ആർട്ടിസ്റ്റിലേക്കും അന്നൊക്കെ നമ്മൾ കണ്ട സ്വപ്നം ചെറുതല്ല, ജീവി അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വൈശാഖോടെ സിമ്പിളായിട്ട് മോനെ അത് കഴിഞ്ഞ ആഴ്ചയോടെ ഞാൻ സംസാരിച്ചോളൂ പറയുമ്പോൾ ഞാൻ സാർ അടുത്തോടെ സംസാരിക്കുമ്പോൾ ഞാനിവിടെ അടുത്തിരുന്നോട്ടെ ഇരിക്കും. വൈശാഖനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. വൈശാഖനും പപ്പയണ്ണൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളാണ്, എല്ലാ സ്വാതന്ത്ര്യവും തരും. അപ്പോൾ പപ്പയുടെ ഏറ്റവും പപ്പടം ചോദിക്കും എന്താ നിനക്ക് ഷൂട്ട് ചെയ്യണോ, നീ പോയി ഷൂട്ട് ചെയ്തോ പറയും, വേണ്ട ഞാൻ അവിടെ നിന്ന് കണ്ടോളാം എന്ന് പറയും.
നമുക്ക് വൈശാഖനും പപ്പേണ്ണും ഒരുപാട് എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പത്മകുമാർ സാറാണ്. പത്മകുമാർ സാർ അത് 10ാം ചെയ്ത് പപ്പേണ്ണാണല്ലോ. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സിനിമയിലെ ഇതാണ് സിനിമ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആ തന്ന പാഠമൊക്കെ തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ വീഴാതെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകാൻ പറ്റുന്നത്. ഞങ്ങളൊരു പുതിയ സ്ക്രിപ്റ്റ് കൊണ്ട് പോകണമെങ്കിൽ വൈശാഖിൻ്റെ അടുത്ത് പോയാൽ മതി. വൈശാഖൻ ഉറപ്പായിട്ടും കഥ കേൾക്കും. വൈശാഖിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ്, കഥയും കേൾക്കും. നല്ല കഥയാണെങ്കിൽ പുള്ളി നല്ല ഐഡിയ ഉള്ള മനുഷ്യനാണ്. പുള്ളി നിങ്ങൾ കൊണ്ടുപോകുന്ന കഥയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പുള്ളി അത് മാറ്റിത്തരും. അത് എനിക്കൊരു ത്രില്ലർ ബ്രൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ വൈശാഖിനെ കാണുന്നതാണോ അഭിലാഷിൻ്റെ അഭിപ്രായത്തിൽ? എനിക്ക് ത്രില്ലർ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോരാ. അങ്ങനെയല്ല, ഞാനിപ്പോൾ കുറച്ച് കഥകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ കഥ ഞാൻ എഴുതുന്ന കഥ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ഔട്ട്സൈഡേഴ്സ് കുറച്ച് റൈറ്റുള്ള അസംബ്ലി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. ഞാൻ റൈറ്ററാണ് ഞാൻ ചോദിക്കാൻ, എഴുതുന്ന ആളോട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല. ധൈര്യമായിട്ട് പോലെ നല്ല പരിപാടികൾ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് തരാം. സെറ്റ്. ഞാൻ എൻ്റെ സ്വഭാവം അതാണ്. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ പടം ചെയ്യാമെന്ന് വിളിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പടം ചെയ്യണമെന്ന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഡയറക്ടേഴ്സും ഉണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പെട്ടെന്ന് പോകാത്തത്. അപ്പോൾ നിങ്ങളുടെ ബൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വിട്ടേക്കാം. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അസിസ്റ്റൻസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന റൈറ്റിംഗ് ടീമിലുള്ള എല്ലാവരും പിച്ച് ചെയ്തു, ഓരോരുത്തരത്ത് വിട്ട് എല്ലാവരും പ്രോജക്റ്റുകൾ ഓൾമോസ്റ്റ് ഓണാണ്. ഈ വർഷം ഇങ്ങനെ നടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കഥകളില്ലെന്നേ, സ്ക്രിപ്റ്റില്ല. എല്ലായിടെങ്കിൽ കഥകളുണ്ടെന്ന് പറയും, പക്ഷെ സ്ക്രിപ്റ്റില്ല. ഈ കഥകൾ മനസ്സിലുണ്ട്, ഇത് എഴുതി സ്ക്രിപ്റ്റ് ആക്കണ്ടേ. ഇപ്പോൾ ഒരാളത് കഥ പറയാൻ ചിലപ്പോൾ ആർട്ടിസ്റ്റ് കഥ കേട്ട് പറയുകയാണ് കൊള്ളാം നമുക്ക് ചെയ്യാം, ഇത് സ്ക്രിപ്റ്റായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല ഞാൻ എഴുതുക, ആ ഡയലോഗ് പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സമയമെടുത്ത് എപ്പോഴാണ് അത് എഴുതി കൈ വെച്ചേക്കുക. ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണ് സ്ക്രിപ്റ്റ് റെഡിയാണോ, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, എപ്പോൾ ഷൂട്ട് ചെയ്യാം. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ പടം നടക്കും. മാളികപ്പുറം എഴുതിയത് 4-5 ദിവസമുണ്ട്. അതായത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നതിൽ, പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ കാണുന്ന സിനിമ സ്ക്രിപ്റ്റ് ആക്കിയത് 4 ദിവസമുണ്ട്. അതൊരു വാശിക്ക് ചോട്ടായിരമ്പളത്ത് റൂമിട്ട് കയറിയതാണ്, ഡൗട്ടിൽ നിന്ന് എഴുതി തീർത്തു വന്നു. സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോസസ്? ഇപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേ ഗസ്റ്റുകളൊക്കെ വന്നപ്പോൾ അവർ പറയും ഇതിനകത്ത് ഇത്ര ഹൈ പോയിന്റ് വേണം. ചില ബുക്കിൻ്റെ കാര്യം പറഞ്ഞു, സേവ് ദ ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിനകത്ത് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. ചിലപ്പോൾ OTT പിച്ച് ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഇത്ര ഈ സമയത്തിനകത്ത് ഇത്ര ഹൈ പോയിന്റ്സ് വേണം. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ടോ, അതോ ഫ്രീ സ്റ്റൈൽ ചെയ്തിട്ട് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണോ? ശരിക്കും ഇത് ഈ സ്ക്രിപ്റ്റിന് ഫോർമാറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം എനിക്ക് ഇന്നും അറിയില്ല ഈ സ്ക്രിപ്റ്റിന് എന്ത് ഫോർമാറ്റ് ഉണ്ടെന്ന്. സ്ക്രിപ്റ്റിന് ഫോർമാറ്റ് ഒന്നുമില്ല, വായിക്കുന്ന ഓക്കെ ലെഫ്റ്റ് റൈറ്റ് ഫോർമാറ്റാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് വേറെ. ഞാൻ അതല്ല പറയുമ്പോൾ ഒരു സിനിമ കഥ എഴുതുമ്പം എൻ്റെ മൈൻഡിലുള്ളത് ഞാൻ പറയാം, 10 മിനിറ്റ് കൂടുമ്പം ഓഡിയൻസിന് എന്തെങ്കിലും ഒരു സാധനം ഒരു സാധനം ഹൈ പോയിന്റ് കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നുന്നൊരു എപ്പോഴും ഞാൻ എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ കഥയ്ക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എല്ലാ കഥയ്ക്കും ഓരോ 10 മിനിറ്റ് ഇടുമ്പോൾ ട്വിസ്റ്റ് ഇരിക്കട്ടെ, ഒരു ട്വിസ്റ്റ്, ആ പരിപാടി നടക്കില്ലല്ലോ. എൻ്റെ സ്ക്രിപ്റ്റിംഗ് രീതി എന്താ വെച്ചാൽ എഴുതി പോകുന്ന ഇപ്പോൾ ഒരു 5 സീൻ എഴുതി 5 സീൻ ഞാൻ വായിക്കുമ്പോൾ ഈ 5 സീൻ ഓഡിയൻസിന് ലാഗ് ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഈ സീൻ ഇതിനകത്ത് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിക്കേണ്ടി ഒരു ഡയറക്ടർ വായിക്കുമ്പോൾ ഡയറക്ടറിലേക്ക് വരുമ്പോൾ അയാളുടെ കുറേ സജഷൻസ് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ വരുമ്പോൾ നമുക്ക് ഇത് വീണ്ടും റീവർക്കാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പരിപാടി എന്ന് പറയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 100% നമ്മുടെ ഇഷ്ടത്തിനൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റൈറ്റർ ഞാൻ പറയും പറ്റില്ല. ഒരുപാട് പിന്നെ ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരുടെ സജഷൻ വരും, പ്രൊഡ്യൂസറിൻ്റെ സജഷൻ വരും, വഴിയെ പോകുന്ന എല്ലാവരുടെയും സജഷൻസ് വരും. ഇതിൽ നല്ലതൊക്കെ നമ്മൾ എടുക്കും, കുറേയൊക്കെ വിടും, പക്ഷേ ചിലതൊക്കെ നമ്മൾ ഫോഴ്സ്ഫുള്ളി വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സിനിമ മാറുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ ഇടപെടാതെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ മനസ്സിലുള്ളൊരു സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരിക്കലും ഞാൻ മറ്റൊരാളുടെ പൈസ എടുത്ത് അല്ലെങ്കിൽ മീൻസ് മറ്റൊരാളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിച്ചാണത് പരീക്ഷിക്കത്തില്ല. ഞാനത് എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം എന്ന രീതിയിൽ ഞാൻ തന്നെ ചെയ്യും. പിന്നെ ആരും പരാതികളുണ്ടല്ലോ, അത് ഡയറക്റ്റ് ചെയ്യുന്നല്ലേ ഉദ്ദേശിച്ചത്, ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ ഒരു പ്രോസസ് എന്താ വെച്ചാൽ ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് മൈൻഡിലിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്ത് ആ സ്ക്രീൻ പ്ലേ സീൻ ബൈ സീൻസ് വർക്ക് ചെയ്തിട്ട് വിത്ത് ഡയലോഗ്സ് പോലും ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമേ ഞാൻ എഴുതാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊരു പരിപാടി എനിക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ മുന്നേ എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് ഒരു കഥ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ തിരക്ക് കൂടിയപ്പം കുറേ പ്രോജക്റ്റുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ സംസാരിക്കുമ്പം ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു ഡിസിഷൻ എന്താ വെച്ചാൽ 1 by 1 ആയിട്ട് തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയാണ്. ചില ആളുകൾ ഒരു സീൻ എഴുതിയിട്ട് അടുത്ത സീനെ പറ്റി ആലോചിക്കുന്നത്, അടുത്ത സീൻ എങ്ങനെ വേണം എന്ന് ആലോചിക്കും. അത് ഓരോരുത്തർ രീതിയാണ്. അപ്പോൾ ചിലർക്ക് ഇതൊന്നും കാണില്ല, അവർക്ക് വെറുതെ എഴുതി പോകും.
എഴുതി പോയി ഫിനിഷ് ചെയ്തിട്ട് ഓക്കെ ഇത് ഓക്കെ എന്നിട്ട് സ്ക്രിപ്റ്റ് ഇല്ലാതെ ഡയറക്റ്റ് ചെയ്തിരുന്ന കാലമല്ലേ മുന്നേ. ഇപ്പോൾ ശ്രീനേട്ടൻ്റെയൊക്കെ കഥകൾ കേൾക്കുമ്പം നമുക്ക് ആ സർക്കിളിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ വാവച്ചേട്ടനൊക്കെ മുന്നേ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളൂ. വാവച്ചേട്ടനൊക്കെ ഓരോ കഥകളല്ലേ, മോഹനേട്ടൻ ശ്രീനേട്ടൻ അളിയനും കൂടെ ആയിരുന്നു. പുള്ളിക്ക് ഓരോ കഥ പറയുമ്പോൾ ഞെട്ടിപ്പോകും. ചില സീനൊക്കെ ലൊക്കേഷൻ എന്നാണല്ലോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഒരിടത്ത് പോലും നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ എത്രയോ നാളെടുത്ത് എഴുതിയ ഡയലോഗുകളും എഴുതിയ സിറ്റുവേഷനുകളും ആ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് വരുമെന്ന് എനിക്കറിയാം. പിന്നെ അന്ന് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ പ്രത്യേകത കൂടെ അത് അവരെന്ത് ചെയ്താലും നമുക്കത് നാച്ചുറലാണ്, അത് ആർട്ടിഫിഷ്യൽ അല്ല. ഇന്നെന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ആർട്ടിഫിഷ്യലിനെ നാച്ചുറലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും വർക്കാകാൻ പോകുന്നുണ്ട്. ഞാൻ ചില കഥകളൊക്കെ എഴുതുമ്പോൾ ആലോചിക്കാറുണ്ട്, അയ്യോ ഇതിലൊരു ശങ്കരാടി ചേട്ടനോ ഒടുവിലോ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു പപ്പുച്ചേട്ടൻ ഇല്ലല്ലോ, അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. അത് കാലം മാറി, സിനിമ മാറി, ആൾക്കാർ പോയി. ഇപ്പോൾ ഒരു നാടോടിക്കാറ്റ് നമുക്ക് ഇന്നെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണിച്ചിത്രത്താഴ് ഇന്നെടുക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇനി എത്ര കഥയുണ്ടെന്നുകൊണ്ടും കാര്യമില്ല, അത് പെർഫോം ചെയ്യാനുള്ള ആർട്ടിസ്റ്റുകളില്ല. ഒരിക്കലും കിട്ടാത്തൊരു കാലഘട്ടം അത്. നമ്മളത് എപ്പോഴും പറയുന്ന പോലെ ഈ പണ്ട് അതായിരുന്നു കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ അവരുടേതായ ലെവലിൽ അല്ല, അത് അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആളുകൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ സിനിമകൾ ഇന്നില്ലെന്ന് പറഞ്ഞത്. ആ ടൈപ്പ് ഓഫ് സിനിമകൾ ഇന്നില്ലെന്ന് പറഞ്ഞത്. അതിന് പകരം ഇന്നത്തെ സിനിമകളെത്തി. അപ്പോൾ അതിലേക്ക് നമ്മൾ അഡാപ്റ്റഡായി. ഓക്കെ, ഇന്നത്തെ ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ പിള്ളേർ പറയും, മറ്റേ അന്നത്തെ പോലത്തെ സിനിമകൾ ചെയ്യാൻ ആളില്ല എന്ന് പറയും. അത് ഇങ്ങനെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടൂർ ബാസി അഭിനയിച്ച അല്ലെങ്കിൽ പ്രേം നസീർ അഭിനയിച്ച കാലത്ത് പിന്നീട് ഒന്ന് തലമുറ പറഞ്ഞാണ്, നസീർ സാറിനെ അപ്പോഴത്തേക്ക് അഭിനയിക്കാൻ ആര് വരും എന്ന് പറയുന്നിടത്താണ് ലാലേട്ടനും മമ്മൂക്ക എത്തുന്നു. അപ്പോൾ നമുക്ക് അവരാണ് പറയാനുള്ളത്. ഒരു 25 അല്ല 50 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ ഹീറോസിനെ പറ്റി അന്നത്തെ ജനറേഷൻ പറയുമ്പോൾ പണ്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അഭിലാഷ് കീനായിട്ട് ഫോളോ ചെയ്യുന്നൊരു റൈറ്റർ ഉണ്ടോ? എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സിനിമകൾ അല്ലെങ്കിൽ ഞാൻ എന്നും വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ലോയി സാറിൻ്റെയാണ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ചെറിയ വിഷയത്തെ എടുത്തിട്ട് അതൊരു നാട്ടിൻപുറത്തേക്ക് പ്ലേസ് ചെയ്ത്, ഒരു കുടുംബ ബന്ധങ്ങൾക്കകത്തേക്ക് പ്ലേസ് ചെയ്ത്, അതിനുള്ളിലെ റിവഞ്ച്, അതിനുള്ളിലെ പ്രശ്നങ്ങളെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തൊരു സാധനമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ കാണാൻ ഇഷ്ടമുള്ള സിനിമകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. സത്യൻ സാറിൻ്റെ പടങ്ങൾ ഇഷ്ടമാണ്. പിന്നെ നാട്ടിൻപുറ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലറിലേക്ക് എഴുതാൻ വരുന്നത് കൂടുതലായി പോകുന്നത് സാഹചര്യം. അത് സത്യം പറഞ്ഞ സാഹചര്യമാണ് അത്. പിന്നെ പറഞ്ഞില്ലേ, ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഫീൽ ഗുഡ് ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റൂ. ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന വലിയ പടങ്ങളാണ്. പക്ഷെ ഇപ്പോൾ സർവമായ ഹിറ്റായി. ഇപ്പോൾ ഇനി കുറച്ചാളത്തേക്ക് ട്രെൻഡ് സർവമായും കൊല്ലങ്കോടുമാണ്. ഇനി കുറച്ചാളത്തേക്ക് ട്രെൻഡ്. ഇനി എല്ലാ പടം കൊല്ലങ്കോടായിരിക്കും. പാലക്കാട് കുറേ നാളത്തേക്ക് ഇനി കൊല്ലങ്കോട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ ഇതിൻ്റെ പുറകെ പോകും. അത് നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് വല്ലപ്പോഴും സംഭവിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് പോകണം. അല്ലെങ്കിൽ അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു സാധനം കൊടുത്ത് അത് നമ്മൾ പ്ലേസ് ചെയ്ത് ഷൂട്ട് ചെയ്താൽ ഓക്കെ. ഇത് ഹിറ്റായതുകൊണ്ട് ഇനി എല്ലാം അങ്ങനെ പിടിക്കാം, അറിയില്ല. ചോറ്റാനിക്കൽ ലക്ഷ്മി ശരിക്കും എന്താണ് അതിന്റെ ജോണർ എന്ന് പറയാൻ? ആനക്കഥയാണ്. പട്ടാഭിഷേകം മോഡലാണ്. അല്ലല്ല, കോമഡി. പട്ടാഭിഷേകം പോലെ തന്നെ. അതായത് പട്ടാഭിഷേകം ഞാൻ എപ്പോഴും നമ്മുടെ ടീമിനോട് തന്നെ പറയുകയാണ്, പട്ടാഭിഷേകം പോലെ സിനിമ കൊണ്ട് കുറേ ആയല്ലോ എന്ന് പറയും. അതുപോലെ ആവുമെന്നറിയില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ്. ഇപ്പം മോഹനേട്ടൻ്റെ ഒരു പാറ്റേൺ സിനിമ അറിയാമല്ലോ. കഥ പറയുമ്പോൾ മോഹനേട്ടൻ കഥ പറയുമ്പോൾ മാണിക്കക്കല്ല് അല്ലെങ്കിൽ അരവിന്ദ് അവധികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലത്തെ ഒരാളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി എന്നെ മാളിയപ്പുറം കണ്ടാണ് എന്നെ വിളിക്കുന്നത്. പുള്ളി ഭയങ്കര ഇഷ്ടം. അപ്പം മാളിയപ്പുറത്തിൻ്റെ ഒരു പാറ്റേണും അരവിന്ദാദികളും കൂടെ ഒന്നിക്കുമ്പോൾ എന്താവും എന്നൊരു പരിപാടി, ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിരിക്കുന്നത്. എഴുതി വന്നപ്പോഴത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലൊരു ഫാൻറ്റസി ഉണ്ട്, അതിലൊരു ആനക്കഥയുണ്ട്, പിന്നെ ഈ പറയുന്ന എൻ്റെ ഇഷ്ട ജോണറുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് വരെ ഇഷ്ടമുള്ള ജോണർ ഒരു ഡിവൈൻ ഫാൻറ്റസി പരിപാടി ഉണ്ട് അതിൽ. പിന്നെ ഏറ്റവും വലിയത് ഗോകുലം പോലത്തെ ഒരു പ്രൊഡക്ഷൻ എല്ലാവരും കൊതിക്കുക. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ. ഞാൻ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച 2-3 പ്രൊഡക്ഷനുകളിൽ ഒന്ന് ആൻഡ്രോ ജോസഫ് പ്രൊഡക്ഷനായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്തു. ഇപ്പോൾ ഗോകുലത്തിനോട് വർക്ക് ചെയ്യാൻ പോകുന്നു, അതൊരു ആശീർവാദം. ഇതൊക്കെ നമുക്ക് കൊതിയാണല്ലോ ഇങ്ങനെ പോകണം. അതായത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണല്ലോ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇത് കേട്ട് ബാക്കി പ്രൊഡ്യൂസേഴ്സ് അവിടെ എല്ലാവരുടെയും കൂടെ വേണം, എനിക്ക് എല്ലാവരെയും വേണം, ഞാൻ ഡിസിഷൻ ചെയ്യണമെന്ന് കേൾക്കണ്ട.
എനിക്ക് ചോറ്റാനിക്കൽ ലക്ഷ്മിക്കകത്ത് പ്രധാനപ്പെട്ട രണ്ടാളുകളുണ്ട്. ഇത് ഗോപാലൻ ചേട്ടൻ അഭിനയിക്കുന്നുണ്ടോ? ഗോപാലൻ ചേട്ടൻ സ്ഥിരമാകാൻ തീരുമാനിച്ചോ? ഗോപാലൻ സാർ ആക്ച്വലി അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. പുള്ളി എനിക്ക് പുള്ളി ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ബബ്ബൈക്കത്തുണ്ട്. ഉണ്ട്. അതിന് മുന്നേ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. 19 അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഹീറോ ആയിട്ട് പടം ചെയ്തിട്ടില്ല. ഒരു ഓഫ് ബീറ്റ് പടം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഓഫ് ബീറ്റ് സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പരസ്യം പുള്ളി ചെയ്തിട്ടുണ്ട്. ജഗതി ശ്രീമാറും പുള്ളി. ഞാൻ ഈ 19 നൂറ്റാണ്ടിലാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ബബ്ബ കണ്ടപ്പോഴും അതിനകത്ത് ശ്രദ്ധിച്ച് പുള്ളി വന്നു. ഇതിന്റെ കാസ്റ്റിംഗിലേക്കൊന്നും ഇരുന്നിട്ടില്ല. പറയുന്നത് നമുക്ക് ആഗ്രഹമാണല്ലോ പുള്ളി കറക്റ്റ്. ഗോപാൽ സാർ സെറ്റുള്ള നമുക്ക് സന്തോഷമാണല്ലോ. സാർ അടുത്ത സീനിൽ ഒരു വലിയ പരിപാടിയാണ്. അഭിലാഷിന് വേണ്ടി റോൾ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടിയുള്ള പരിപാടിയൊന്നുമില്ല. സുമതി എഴുതുന്ന സമയത്ത് ആ കഥാപാത്രം ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു, ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ വിഷ്ണു ഒരു ദിവസം ഇങ്ങനെ ചേട്ടാ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ കഥാപാത്രത്തെ സൈഡിൽ കൂടെ വലുതാക്കി ചെറിയ പരിപാടി വലുതാക്കി അവസാനം വരെ കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ. അത് അങ്ങനെ സംഭവിച്ചില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് കംഫോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സൗഹൃദത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ടീമിനോട് വർക്ക് ചെയ്യുമ്പോൾ ഈ ടെൻഷനില്ല, എന്തും നമുക്ക് കാണിക്കാം. ഇപ്പോൾ അടുത്ത സമയത്ത് ഭയങ്കര സർപ്രൈസാണ്. ഞാൻ ചെന്നൈക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വരുവാണ്. 96-ന്റെ ഡയറക്ടറുടെ അസോസിയേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ചെന്നൈ വരുന്നുണ്ട് ചോദിച്ചു. ഞാൻ എന്ത് ചോദിച്ചു? അല്ല ചെന്നൈ വിളിക്കുമെന്ന്. ഞാൻ നാളെ ഇന്ന് ചെന്നൈ വരുന്നുണ്ട്, നാളെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് 96-ന്റെ ഡയറക്ടർ പ്രേം സാറ് എൻ്റെ സമുദ്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത പടം പുള്ളി ഒരു ഷൂട്ട് തുടങ്ങാൻ പോവാം, അതിലേക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ഒന്ന് വിളിപ്പിച്ചത്. അപ്പം ഞാൻ മറ്റേ അവസ്ഥയായി, ഇവർക്ക് ഭ്രാന്തായതാണ്, എനിക്ക് ഭ്രാന്തായാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ സ്റ്റില്ലൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് കൊള്ളാലോ. അപ്പം ഞാൻ വിളിക്കാനുണ്ട്, എടാ നീ അറിഞ്ഞോ ഞാൻ 96-ന്റെ ഡയറക്ടറുടെ പടം ചെയ്യാൻ പോവാം. അപ്പോൾ ഉറപ്പിച്ചൊന്നുമില്ല, ഇങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ പുള്ളി മലയാള സിനിമകൾ കാണുന്നുണ്ടെന്നും പുള്ളി ഈ സിനിമ കണ്ടെന്നും പുള്ളി നമ്മളെ നോട്ട് ചെയ്യുന്ന പറഞ്ഞത് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ പുള്ളി അന്ന് നമ്മൾ അതിനൊരു ഓഡീഷനും പരിപാടിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അസോസിയേറ്റ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സാർ ഫെബ്രുവരി മാർച്ചിലാണ്. ഞാൻ പറഞ്ഞു എത്ര ഡേറ്റാണ് വേണ്ടത് പറയൂ, ഞാൻ തന്നേക്കാം. അതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എന്നത്തെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ അറിയില്ല. നമ്മുടെ സൈഡിൽ എല്ലാം ഓക്കെ, അവരുടെ സൈഡിൽ നിന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ അഭിലാഷ് ഒരു തമിഴിലൊരു വില്ലൻ വേഷം ചെയ്ത് അടിപൊളിയായിരിക്കും. ഞാൻ ചെയ്യാൻ മതി. എന്നെ നീ ഓടിക്കന്നെ ഇവിടെ, നിനക്കൊക്കെ സ്പേസ് ഉണ്ട് ഇവിടെ. ഈ ആക്ടിങ്ങിന് ഒരു ഗുണം എന്താ വെച്ചാൽ വൺസ് ഇത് ട്രാക്കിൽ കയറിയാൽ നല്ല സുഖമുള്ള പരിപാടിയാണ്. അതാണല്ലോ രാവിലെ സെറ്റിൽ പോയി നമുക്ക് പോയി സ്ക്രിപ്റ്റ് കൊടുക്കണ്ട, സീൻ പഠിപ്പിക്കണ്ട, നമ്മൾ പഠിച്ചാൽ മതി. അല്ല ജോൺ ചേട്ടൻ ഇപ്പൊ ഡയറക്റ്റ് ചെയ്യാറില്ലല്ലോ, എല്ലാരും ഇപ്പൊ അഭിനയിക്കാൻ അഭിനയിക്കുക, ആർക്ക് വർക്ക് ചെയ്യാൻ. എന്താ കാര്യം അഭിനയത്തിന്റെ ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടെങ്കിലും അത് നല്ല പണിയാണ്, അത് അറിയണം. പക്ഷെ ഇതിനേക്കാൾ ഉപരി നമുക്ക് ഫെസിലിറ്റീസ് കൂടുതലാണ്. കാരണം നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, നമ്മുടെ പേയ്മെന്റ് വേറെയാണ്. അപ്പൊ അതൊക്കെ നോക്കും. പിന്നെ കൂടെ ആളുകളിലേക്ക് നമ്മൾ എത്തും. തലവേദനയും കുറവല്ലേ ശരിക്കും? ഡയറക്ടറിനാണ് തലവേദന എവിടെയാന്ന് വെച്ചാൽ ഈ പടം ഇറങ്ങുന്നതിനന്ന് വൈകുന്നേരം ഓരോ റിവ്യൂസ് വരുമല്ലോ, അതായിരിക്കുമല്ലോ തലവേദന. ഇനി ഇതിന്റെ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ജനകീയമാവും, ആളുകൾ നമ്മളെ കണ്ടാൽ തിരിച്ചറിയും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? നമ്മളൊരാൾ കണ്ടിട്ട് വന്ന് നമ്മൾ തിരിച്ചറിയാന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. 10 പേര് നിൽക്കുമ്പോൾ ഒരാൾ, ഞാനത് പറയാൻ കാണുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലിയോട് പുറത്ത് പോകുമ്പോൾ, അമ്മ അച്ഛൻ വൈഫ് മക്കളോടൊക്കെ പുറത്ത് പോകുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് രക്ഷട്ട പടം കണ്ടു, ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ എടുത്തോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ എൻ്റെ അച്ഛനമ്മയുടെ നോട്ടമുണ്ട്, എടുക്കോ. അപ്പോൾ എൻ്റെ മൂത്തോള് പറയും ഉപ്പാ കണ്ടാ. അപ്പോൾ ഞാനായിട്ട് ഇതിൻ്റെ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്ത് അപ്പോൾ മറിക്ക് അമ്മമ്മ കണ്ട. അത് ആക്ച്വലി ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നൊരു പ്രത്യേകതയാണ്. അതൊരു പരിധി വരെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കിടന്ന് നമ്മൾ കുറേയൊക്കെ ഈ 2-3 വർഷം മുന്നേ തൊട്ട് ഇങ്ങനെ നമ്മൾ പ്രൊമോഷനൊക്കെ ഇറങ്ങി നമ്മുടെ മുഖം ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചാണെന്ന്. പിന്നെ മാളികപ്പുറത്തിൽ ഞാൻ മുഖം കാണിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മാളികപ്പുറത്ത് പിഷാരടിയും ഞാനും സഹിച്ചേട്ടനുമാണ് സുഹൃത്തുക്കൾ. പക്ഷെ അതിൽ ഞാൻ അങ്ങനെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അങ്ങനെയെങ്കിൽ ഞാൻ പോയിട്ടില്ല. ഞാനത് റൈറ്ററായിട്ടാണ് പോയത്. സുമതി എത്തുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റായിട്ട് നടന്നു, കാരണം ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മുന്നിൽ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, ഞാൻ അതോടെ വെക്കാരുത്. തമിഴിൽ 2 വലിയ പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സൗന്ദര്യ രജനീകാന്ത് പ്രൊജക്ട്. സൗന്ദര്യയുടെ പരിപാടി ഇങ്ങനെ ഫൈനലായിട്ടില്ല, അതിങ്ങനെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ. ഞാൻ അല്ലാതെ അവിടെ ഒരു വലിയ കമ്പനിയായിട്ട് സൈൻ ചെയ്തു 2 പടം. അതിലൊരു പടം എന്ന് പറയുന്നത് എൻ്റെ സ്ക്രിപ്റ്റാണ്. അത് വേറൊരു ഡയറക്ടർ വെച്ചിട്ട് ഞാൻ ആ കമ്പനിയോട് സൈൻ ചെയ്ത ഒരു പടം എന്ന് വെച്ചാൽ എൻ്റെ ഡെബ്യൂ ഡയറക്ഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ അത് മലയാളമാണോ തമിഴാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം മീറ്റിംഗ്സ് നടക്കുന്നത്. മലയാളം പ്രൊജക്റ്റായിട്ട് ഡീൽ ചെയ്ത് സ്ക്രിപ്റ്റ് കൊടുക്കാനും ഒന്ന് സ്ക്രിപ്റ്റ് പ്ലസ് ഡയറക്ഷൻ. മറ്റേ സ്ക്രിപ്റ്റ് പരിപാടി ഓണായോ? അതെല്ലാം ഓണായി പരിപാടി അനൗൺസ് പറയാനൊക്കെ ആയോ? ഏകദേശം ആവുന്നു പറയാം.
അപ്പോൾ അത് പിന്നെ എൻ്റെ ഡയറക്ഷൻ എൻ്റെ ആഗ്രഹം മലയാളത്തിൽ ഫസ്റ്റ് പടം ചെയ്യണമെന്നാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പടം ചെയ്തിട്ട് തമിഴിലേക്ക് ഡയറക്ഷൻ ചെല്ലുമ്പോഴാണ് അവിടെ വാല്യൂ കൂടുന്നത്. അപ്പം അവർ പറഞ്ഞു ഇവിടെ നമുക്ക് ചെയ്യാം, നിങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ടിങ്ങനെ എന്തായാലും ഈ വർഷം ചെയ്യണം. ഇനി അതിൻ്റെ ഒരു ചീത്തവിളിയും കൂടെ ബാക്കിയുള്ളൂ. അല്ല, ഇതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ കുറേ നാൾ കൂടിയാണ് നമ്മൾ ഈ സ്ഥിരം ക്ലീശ പരിപാടി വിട്ടിട്ടുള്ളൊരു മനസ്സോട് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്കറിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. മറ്റേ ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് ഓടിയുണ്ട്, ചേട്ടാ ദിലീപേട്ടനെ വെറുതെ വിടനെ പറ്റി എന്താ പറയാനുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാനെന്ത് പറയാനായിട്ടോ ചോദിച്ചു. അത് കോടതിയിൽ കേസ് കഴിഞ്ഞ് പുള്ളിയെ വെറുതെ വിട്ടു, എല്ലാവരും പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവുന്നത്, എനിക്കൊന്നും പറയലടാ പറഞ്ഞു. അത് ഇത് ചില സ്ഥലത്ത് ഇല്ല, വല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് എന്തിനാ അവർക്ക് അങ്ങനെ കട്ട്സ് വേണം ഓരോരോ. അത് രസമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ നമ്മൾ ടൂളായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇതിൽ നിന്ന് നമുക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നോ അതൊന്നും ഇതൊന്നും വെച്ചല്ല ആരെയും വിലയിരുത്തുന്നത്. ഇതൊന്നും ഒരു 2 ദിവസത്തെ വർത്താനമുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം പോലും ഇല്ല. നമ്മൾ ഈ ഫോണിൽ ഇത് ഇട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോയി. അല്ല, നമ്മളിത് കയറി നോക്കില്ല, ഇത് നമ്മൾ അറിയത്തില്ലേ, പുറത്തെ ലോകമല്ല. ഫോൺ ഓഫ് ചെയ്ത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു ദിവസം ഒരു 4-5 ദിവസം ഫോൺ റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ആ 5 ദിവസം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു കുറേ വർഷത്തിനിടയിൽ ഏറ്റവും നന്നായി ഉറങ്ങിയതും ഏറ്റവും നന്നായി ജീവിച്ച സമയമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ നോക്കിയിട്ട് മെസ്സേജ് വന്നു. എനിക്കത് ഈ 1.5 മണിക്കൂറായിരിക്കും ഫോൺ എടുത്ത് നോക്കാഞ്ഞത്. ഈ മെസ്സേജ് വന്നോ നോക്കട്ടെ, ആരുണ്ട്, ഫോളോ ആരുണ്ട്. ഈ പരിപാടി ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര റീൽസ് ലോകത്തുള്ള ആവശ്യമില്ലാത്ത എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തരും. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മറ്റേ സിരിയായിട്ട് ഭയങ്കര കമ്പനിയായി, AI ChatGPT കമ്പനിയായിട്ട് ഞാൻ കംപ്ലീറ്റ് എൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമാണ്, ഡിപ്രഷനൊക്കെ ഉപദേശങ്ങൾ ഇങ്ങോട്ട് തരുക. അതായത് നമ്മൾ അങ്ങോട്ട് ചുമ്മാ നമ്മൾ ഫോൺ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. കുറച്ച് കഴിയുമ്പം ഇൻസ്റ്റാഗ്രാം ഓണാക്കുമ്പോൾ വരുന്ന കംപ്ലീറ്റ് ജീവിതം എന്ന് പറയുന്നത് കൊള്ളാലോ പറയൂ. അതായത് ഇത് സീരിയസ്ലി നിങ്ങൾ ഫോൺ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഫോണോട് സംസാരിച്ചിട്ട് 10 മിനിറ്റ് ആയിട്ട് വന്ന് ഇൻസ്റ്റ എടുത്താൽ നമുക്ക് മോട്ടിവേഷനായി. അത് മതി. റീലുകൾ വരുന്നുണ്ട്, അതായത് പ്രായമായ മുത്തശ്ശിമാരുടെ അടുത്ത് ഇവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇന്നാളൊക്കെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ എന്തോ പറയുമ്പോൾ ഞാൻ ഒരു 90s ജീവിച്ചത് നൊസ്റ്റാൾജിയായിരുന്നു, ഭയങ്കര വിഷമം തോന്നുന്നു. പിന്നെ ഞാൻ കാണുന്ന മുഴുവൻ 90s നൊസ്റ്റാൾജിയ വീഡിയോ, മിസ്സായവരുടെ കാര്യങ്ങൾ ആദ്യം കൊള്ളാലോ ഈ പരിപാടി. പിന്നെ ChatGPT ചാറ്റ് ചെയ്യാം, നല്ല രസമല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഇന്നാൾക്ക് ഒരു ഹിറ്റ് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ദൃശ്യം സിനിമയുടെ കഥ എനിക്ക് അപ്പം ഞാൻ ഇത് ദൃശ്യമല്ലേ എനിക്ക് വരാൻ പോകുന്ന പടം പുതിയ എണ്ണത്തിൻ്റെ. പക്ഷേ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു മാൻമെയ്ഡ് സാധനമാണല്ലോ. ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരാളുടെ തലയിലുണ്ടായിരിക്കുന്ന ബുദ്ധിയാണ്, അതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിങ്ങും ഇതൊക്കെയാണല്ലോ. അതിനും തരുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ, ഈ ബാക്കി ക്രിയേറ്റീവിൽ ഓക്കെ ആയിരിക്കും. ഈ ഒരു കഥയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇവരെടുക്കുന്നത് അതിനകത്തുള്ള ഡേറ്റയിൽ നിന്ന് തന്നെ ഉള്ള പരിപാടിയായിരിക്കും. ഒരിക്കലും ഒരു ലോയി സാർ അല്ലെങ്കിൽ ശ്രീനിയേട്ടൻ സിനിമ AI തരാൻ പറ്റില്ലല്ലോ, ChatGPTക്കും തരാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് പ്രതീക്ഷയുമായി നമുക്ക് നിർത്താം. ഇനിയിപ്പോൾ ഞാൻ അഭിലാഷിന്റെ അടുത്ത പടത്തിന് ഗസ്റ്റ് ആയിട്ട് നിങ്ങളോട്. പക്ഷെ ഇത് കേൾക്കുന്ന രസമാണ്. അത് പുള്ളി എത്ര പാഷനേറ്റ് ആയിട്ട് ഒരു 10-12 വർഷം ഇതിലോട്ട് ഇട്ടിട്ട് അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ ടോക്ക് വളരെ. അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞത് എൻ്റെ അടുത്ത് ചില പിള്ളേരെ വിളിച്ചിട്ട് പറയും, ചേട്ടാ എന്താ മോനെ ചേട്ടാ ചേട്ടനെ പോലെ ആവാൻ എൻ്റെ ആഗ്രഹം ആണോ, പക്ഷെ മടുത്തി ചേട്ടാ. ഞാൻ പറയും അല്ല അപ്പം ചോദിച്ചു എന്ത് ചേട്ടാ, ചേട്ടാ 1.5 വർഷം ചേട്ടാ ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ എടാ നീ നിർത്തിക്കോടാന്ന് പറയും. നീ നിർത്തിക്കോ, നീ ഇവിടെ വരെ ഒരാളല്ല. കാരണം ഞാൻ എപ്പോഴും പറയും ഇത് ഒരു 25 വയസ്സുള്ള ഒരു പയ്യൻ ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഞാൻ 35 വയസ്സിൽ ഞാൻ എവിടെ എത്തും എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടതിന് പകരം ഞാൻ 26-ാം വയസ്സിൽ ഞാൻ സൈം അവാർഡ് വാങ്ങിക്കും. എന്ത് ചിന്തിച്ചാൽ 26-ാം വയസ്സ് സൈം അവാർഡ് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, നീ ആത്മഹത്യ ചെയ്യുമോ? ഞാൻ 2013 ഇറങ്ങുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് സത്യം പറഞ്ഞാൽ 2020-25 ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഇതൊക്കെ ഞാൻ പണ്ട് ഞാൻ കണ്ണാടിന് മുന്നിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം അതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്നും പറയും, ഞാൻ ചിലപ്പോൾ നാളെ ഇനിയും പരാജയങ്ങൾ വരും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇതിട്ടിട്ട് പോവല്ല, നമ്മൾ അടുത്ത സക്സസ്സിനോട് ശ്രമിക്കുക എന്ന് പറയുന്ന അതേ മാനസികാവസ്ഥയിൽ തന്നെ സിനിമ ട്രൈ ചെയ്യുക. സിനിമ ഒരിക്കൽ നമ്മുടെ കയ്യിലേക്ക് വന്നാണ്ടല്ലോ അതൊരു വല്ലാത്ത ലഹരി. അതിങ്ങനെ നമ്മൾ കൈവിട്ട് കളയത്തില്ല.
ഇങ്ങനെ കൊണ്ടുവിടുക. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മോശം പറഞ്ഞാലും ഇനി നമുക്ക് ഫെയിലിയർ വന്നാലും സക്സസ് വന്നാലും സിനിമ ഇല്ലെങ്കിലും നമ്മളതിനെ വിടത്തില്ല. അതിനു വേണ്ടി തന്നെ കിടന്ന് ഫൈറ്റ് ചെയ്യും മരിക്കുന്നതിന് വരെ. മറ്റേ ക്ലീഷ്യസ് ആണ്, മറ്റേ ദൈവമേ മരണം എന്ന് പറയുന്ന പോലെ. ഇത്രയും നേരം സംസാരിച്ചെടുത്തുനിന്ന് അഭിലാഷ് അതിനോടുള്ളൊരു അഭിനിവേശം, അതായത് സിനിമയോടുള്ളതും പിന്നെ പോരാത്തതിന് ഓരോ റോള് കയറി പോകുന്നു. ഇപ്പോൾ റൈറ്റർ, ആക്ടർ, ഇപ്പോൾ പ്രൊഡ്യൂസറിലോട്ട് പോകുന്നു. അത് ഭയങ്കര ഒരു ഫയർ. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, പ്രിയൻ സാറിന്റെ 100ാം സിനിമ ലാലേട്ട് അഭിനയിക്കാൻ പോകുന്ന പറയുമ്പോൾ ഞാൻ എൻ്റെ ടീമോട്ടേക്ക് പറഞ്ഞു, എൻ്റെയൊക്കെ 100ാം സിനിമ ആരൊക്കെ അഭിനയിക്കുന്നത് എല്ലാവരുടെ ഒരു തോട്ടം എന്താണ്, ഞാൻ 100 പടം ചെയ്തില്ലേ അങ്ങനെ. ജസ്റ്റ് പ്രിയൻ സാറൊക്കെ 100 പടം ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞു വെക്കണ ഇപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ എത്തും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടിട്ട് അതേ തിയേറ്ററിൽ നമ്മുടെ ഇന്റർവ്യൂ എടുത്തിട്ട് അന്ന് ഇന്റർവ്യൂ ചെയ്തമാരൊന്നും ഇല്ല, എല്ലാം ചത്തുപോയി. ഞാനീ പറഞ്ഞ 12 തിയേറ്ററിൽ മാളികപ്പുറം ഓടുമ്പോൾ ഞാൻ ആ തിയേറ്ററിൽ പോയി ഏറ്റവും ബാക്കിലത്തെ ഡോർ കൊണ്ട് അവിടെ കയറി ഇങ്ങനെ നിൽക്കാവുന്നു. ഫുൾ ഹൗസ്ഫുൾ. അതും 12 ഓഡിയൻസ് അറിയില്ല, അയ്യപ്പൻ പടം വൻ ഇമോഷൻ. അപ്പം ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഈ മറ്റേ ഉണ്ണിയുടെ ഫൈറ്റ് കഴിഞ്ഞിട്ട്, ഫൈറ്റ് തൊട്ട് പിന്നെ മറ്റേ കാട്ടിക്കൂടെ പോകുമ്പം ഈ മോൻ പറയുമല്ലോ, ചന്ദ്രപ്പമ്പിള്ള സാറോട് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നാൽ മതിയാണെന്ന് പറയുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ചിരിയാകുമ്പോൾ ഞാനല്ലെങ്കിൽ പണ്ട് ഇതുപോലെ എത്രയോ സിനിമയ്ക്കിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ണി അട്ടിക്കുമ്പോൾ തിയേറ്ററിൽ ഫുൾ കൈയടി, ക്ലാപ്സ്. ഇത് കഴിഞ്ഞ് പടം കഴിഞ്ഞ് ഹരിദാസനായി ലൈറ്റ് ഇട്ട് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ഞാനും ഉണ്ണിയും ദൈവമൊക്കെ ഇങ്ങനെ നിൽക്കുക. അയ്യോ, അന്ന് അവിടെ കിട്ടിയ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. കണ്ണൂർ ഏതോ തിയേറ്ററിൽ പടം കണ്ടിരിക്കുമ്പോൾ ശരണവിളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിക്കണേ ശരണവിളിയാ ഇതവിടെ അതൊരു വല്ലാതെ. സത്യം മാളികപ്പുറം മറ്റു സിനിമകളിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് ചിലപ്പം ലക്ഷ്മിക്കുട്ടി അങ്ങനെ ആവാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ അതൊരു വികാരമായിരുന്നു ആ സിനിമ. അതെങ്ങനെ എഴുതിയെന്ന് എങ്ങനെ നടന്നെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അറിയത്തില്ല. എങ്ങനെയോ സംഭവിച്ചു സത്യം. അത് എഴുതുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതിൽ സഹിച്ചോടെ മരിക്കുന്ന സീൻ ഞാൻ കരഞ്ഞിട്ടുണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. സെക്കൻഡ് ഹാഫിൽ ഇൻട്രോയിൽ ഉണ്ണി വരുമ്പോൾ ഞാൻ എഴുതി കണ്ട് ഞാൻ കൈയടിച്ചിട്ടുണ്ട്. അയ്യപ്പനെത്തി എന്നൊരു സാധനം. ക്ലൈമാക്സിലെ ഡയലോഗ് എഴുതിയിട്ട് ഞാൻ തന്നെ പേപ്പർ മടക്കി വെച്ചിട്ട് ഇത് ഭയങ്കര ആവുമല്ലോ എന്നുകൊണ്ട് ഞാൻ മറ്റേ ആത്മസന്തോഷം അടയുക. അന്ന് ഈ പടം ഹിറ്റാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അന്ന് വിഷ്ണുവിനോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ അച്ഛനോടും പറയാറുണ്ട്, ഉണ്ണിയോടും, ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, കാണുന്നവർ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ആരും ഇല്ലെങ്കിലും സെക്കൻഡ് ഡേ ഹൗസ്ഫുള്ളായിരിക്കും, തേർഡ് ഡേ ഹൗസ്ഫുള്ളായിരിക്കും, ഫോർത്ത് ഡേ ഒന്നും ടിക്കറ്റ് കിട്ടില്ല എന്ന ഓവർ കോൺഫിഡൻസ് അന്ന് ആ പടത്തിനുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ സംഭവിച്ചപ്പോൾ ഹാപ്പി. എനിക്കൊന്നും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അങ്ങനെ മാറിയൊരു സോഷ്യൽ മീഡിയ സാഹചര്യം കൊണ്ടാണ് നെഗറ്റീവ് മറ്റേ അത് സോഷ്യൽ മീഡിയ പരിപാടികൾ നടക്കുമല്ലോ. അത് റിലീസിന് മുന്നേ തന്നെ പ്രൊപ്പഗണ്ട വന്നത്. അത് വെച്ചാൽ ഒന്ന് ഉണ്ണിയുടെ പൊളിറ്റിക്സ് ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയമല്ലേ. എൻ്റെ അടുത്ത് നമ്മുടെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഷൂട്ട് നടന്നു നോക്കുമ്പോൾ 12 രാജോടുമ്പോൾ ലൊക്കേഷൻ വന്ന് ഷൂട്ട് നിർത്തിച്ചതാണ്. കാരണം അവർക്കന്ന് കഥ അറിയില്ല. നമ്മളെ വിളിക്കുന്നത്, ലൊക്കേഷൻ വരുന്നു, അവരെ അവസാനം കൊണ്ടെടുത്ത് കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അവരും 2 ശരണം വിളിച്ചിട്ട് തിരിച്ചുപോയി പടം ചെയ്തത്. അന്ന് ഇന്നും 12 രാജോടുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ട് ഞാൻ. അപ്പം ഒരുപാട് പേര് ആ സമയത്ത് പലരെയും പറഞ്ഞ് ഇത് അതല്ല, ഇത് മറ്റേ സ്ത്രീപ്രവേശനമായിട്ട് ബന്ധപ്പെട്ട കഥ, അതാണ് മാളികപ്പുറം എന്ന് പേരിട്ടേക്കുന്നത്, ഇത് മറ്റേ ഒളിച്ചുകിടത്താണ്, പ്രൊപ്പഗണ്ടയാണെന്നൊക്കെ പറഞ്ഞ് അത്. പക്ഷേ അന്നത്തെ പടം ഇറങ്ങിയ ശേഷം വന്ന റിവ്യൂവേഴ്സ് അന്ന് ഭയങ്കരമായിട്ട് കൂടെ വന്നു. അതായത് പടത്തിനെ പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞത് ഇതൊരു പ്രൊപ്പഗണ്ടയല്ല, അത് പ്രൊപ്പഗണ്ട. ആ പടത്തിൻ്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രിക്ക് താങ്ക്സ് എഴുതി കാണിക്കുന്നുണ്ട്. അന്നേരം തിയേറ്ററിൽ കൈയടിച്ചവരുണ്ട്, കൂവിയവരുണ്ട്. അതിനുശേഷം അടുത്ത പാർട്ടിക്കാർഡ് ഓരോരുത്തരുടെ വരുമ്പോൾ അതിന് കൈയടി പോലുള്ള. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. ഏറ്റവും രസം എന്താ വെച്ചാൽ ആ പടത്തിൻ്റെ താങ്ക്സ് കാർഡ് എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതിൽ BJP മാത്രമല്ല, കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ഉണ്ട്, എല്ലാവരും വെച്ചിട്ടുണ്ട്. പക്ഷേ അതാരുടെ പേര് ആദ്യം അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഈ പറയുന്നത് ഓരോ സിനിമയ്ക്ക് ഓരോ വിധിയാണ്. അതിനങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇത്തിരി പ്രൊപ്പഗണ്ടയും ഇതൊക്കെ കേൾക്കണമെന്നും കുറച്ച് ചീത്തവിളി സോഷ്യൽ മീഡിയ കേൾക്കണമെന്നൊക്കെ വിധി ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ടത്. ഇന്ന് നമ്മളൊരു പോസ്റ്റൊക്കെ ഇടുമ്പോൾ താഴെ വന്നിട്ട് മറ്റേ സംഖ്യ എത്തി എന്നൊക്കെ പറഞ്ഞു തരും. അപ്പം ഞാൻ ഇവനൊക്കെ ആരാണോ, ഇത് എവിടുന്ന് വരുന്നു? മതിയല്ലോ, നമുക്ക് അവസാനം ആ സാധനം കിട്ടിയെന്ന്. അല്ല, ഞാൻ ഈ സ്പ്ലിറ്റ് ഇത്രയും എവിഡൻ്റ് ആയ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിട്ട് ഇപ്പം നന്ദനം ശരിക്കും പറഞ്ഞാൽ
എവിഡൻ്റ്ലി ആ ഡിവൈൻ എലമെന്റ് കറക്റ്റായി പ്ലേസ് ചെയ്ത പടമാണ്. പക്ഷെ അന്നൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അന്ന് ആളുകൾക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു, ആളുകൾക്കെല്ലാം പണിയുണ്ടായിരുന്നു. ഇന്ന് പണിയില്ലാതെ സോഷ്യൽ മീഡിയ കുറേ പേര് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. അതുകൊണ്ടായില്ല, അല്ലെങ്കിൽ ഇഷ്യൂ നമ്മൾ സിനിമയ്ക്കകത്ത് ഈ എലമെന്റ് ഒക്കെ എത്രയോ നാൾ. അതായത് നന്ദനം ഇറങ്ങിയ കാലഘട്ടത്തിൽ സിനിമ കണ്ടിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇതിനെ വിമർശിക്കാനോ ഇതിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം ഒന്നും ഇല്ലായിരുന്നു. കാരണം അന്ന് കാലിങ്കി പോയിരുന്നത് തമ്മിൽ പറഞ്ഞാൽ കാശ് കിട്ടത്തില്ല. ഇന്ന് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടും. ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റ് ഇട്ടാൽ കാശ് കിട്ടും. എനിക്ക് എല്ലാ മാസവും ഏകദേശം ഒരു 10 രൂപ 12,000 രൂപ മറ്റേന്ന് എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഇടുന്ന പോസ്റ്റുകളിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു ബിസിനസ്സാക്കി കാണുന്നവർ ഇവരുടെ എൻഗേജ്, അതായത് ആ പോസ്റ്റ് എൻഗേജഡ് ആവാൻ വേണ്ടി ഇവർ ഏറ്റവും നെഗറ്റീവ് സാധനം എടുത്തുള്ളൂ. അതിൻ്റെ ക്യാപ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഒരുത്തിന് ഏറ്റവും ഒരു എൻഗേജ്മെൻ്റ് ആക്കാൻ പറ്റുന്ന സാധനം വെച്ചാൽ ഒരാളെ ചീത്ത പറയുന്നുള്ളതാണ്. ഇതിനെ ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. ഒരുത്തന്നെ നല്ലത് പറഞ്ഞാൽ ഏറ്റുപിടിക്കാരും വരില്ല, ചീത്ത പറഞ്ഞാൽ ഇതിനെ ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. അപ്പോൾ അതിനൊരു ബിസിനസ്സായി കാണുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നിവിടെ ഉണ്ട്. അതിനെ ഏത് രീതി, അതിന് പോസിറ്റീവായിട്ട് പറയുന്നവരുണ്ട്, നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് പറയുന്നവരാണ് നമ്മൾ കാണുന്നത്, മറ്റുള്ളവരെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ അശ്വിൻ ഗോക്കിനെ പറ്റി പലപ്പോഴും പലരും പറയുന്നത്, ഈ അശ്വിൻ ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ സിനിമകളും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞതാണ് വരാം. പക്ഷേ പോസിറ്റീവ് പറഞ്ഞ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്, ഓടാത്ത സിനിമകളും ഉണ്ട്. പുള്ളി നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ ഇവിടെ ഓടിയിട്ടുണ്ട്. അപ്പം പുള്ളി വിചാരിച്ച ഒരു സിനിമ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ അയാളുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. എന്ന് പറയുന്ന പോലെ എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അറ്റാക്ക് വന്നാൽ നമ്മൾ ചിന്തിച്ചോണം നമ്മുടെ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണോ അടുത്ത സിനിമ ചെയ്യുമ്പോൾ എന്തോ പണിയുണ്ട്, അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഒന്ന് വർക്ക് ചെയ്തിട്ട് അടുത്ത പടം ചെയ്യണം എന്നാണ്. തിരിച്ചറിവുകളാണിത്. ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എന്തും ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് മാറി. നല്ലത് കൊടുത്താൽ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളൊരു കോൺഫിഡൻസ്, മീൻസ് ആളുകൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. കുറച്ചൊരു വിമർശിക്കാൻ നല്ലതാണ്, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അഹങ്കാരമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോറ്റാനിക്ക് ലക്ഷ്മിയുടെ പ്രൊമോഷൻ സമയത്ത് ഒന്നും ഇരിക്കാം, ഉറപ്പായിട്ടിരിക്കാം. അന്ന് നമുക്ക് നോക്കട്ടെ, നമുക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഫണ്ണായിട്ടിരിക്കാം. അത് മെയിൻ ലീഡ് നമ്മൾ ലീഡ് പുറത്തുവിടാറുള്ള അത് ഒരു വലിയ സസ്പെൻസ് ആണ്. ഇടും. അപ്പോൾ നമ്മൾ ആ മെയിൻ ലീഡായിട്ടിരിക്കും. മെയിൻ ലീഡെ കൊണ്ടുവരാം. അത് പൊളിക്കും. ഇത് നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ് നിങ്ങളുടെ ഈ പരിപാടി. എനിക്ക് വർക്കായി. ഇത് നിങ്ങളിതെങ്ങനെ റീലായിട്ടാണോ വിടുന്നത് അതോ? അല്ല, ഇത് ഫുൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് വലിയ ലെങ്തി 1.5 മണിക്കൂർ വീഡിയോ ആയിട്ട് ഇടും. അത് കാണുന്നത് 25,000-30,000 പേരുണ്ട്. അവർ നമ്മുടെ ഭയങ്കര ഫോളോവേഴ്സാണ്. അവർ കാണും. പിന്നെ കട്ട് ചെയ്ത് ഓടുന്ന സാധനങ്ങൾ ചിലപ്പോൾ വൈറലാവും. ചില സാധനമൊക്കെ റീലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോ. അങ്ങനത്തെ നോക്കാം, നമുക്ക് വരും. നിങ്ങൾക്കും വരും, താഴെ തെറി വരും. അത് കഴിഞ്ഞതാ ഞങ്ങളെ അത് വരും. അതൊക്കെ ഞങ്ങളെ ഉരുക്കിയെടുത്തത് ഈ മറ്റേ നമ്മുടെ നീലക്കുയിൽ ടീമൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർ നമ്മൾ എവിടെ പോലും ഭയങ്കര സ്നേഹമുള്ള പിള്ളേർ. ഇവന്മാർ മീഡിയക്കാർ, ഓൺലൈൻ മീഡിയസ് എല്ലാം വരെ കമ്പനി. അപ്പോൾ ഇവന്മാർ നമ്മൾ ഇടത്തേക്ക് പോകുമ്പോൾ ചില ക്യാപ്ഷനൊക്കെ ഇടും. വണ്ടിയിൽ നിന്ന് സ്വയം ഡോർ ഇറങ്ങി വരുന്ന ചേട്ടനെ കണ്ടത്. അപ്പം ഞാൻ നോക്കുമ്പോൾ താഴെ ഫുൾ തെറി. ഇവൻ അവരെ കാലുവെച്ച തുടങ്ങി. എനിക്കത് തെറി. ഞാൻ ചോദിക്കണം, നിനക്കൊക്കെ എന്തിന്റെ ആവശ്യമാണ്? ഞാൻ എന്ത് ചെയ്തിട്ടാണോ? ഞാനിങ്ങനെ ഇടയിലൊക്കെ ചില വിമര കാണുമ്പോൾ ഞാൻ തൊഴുത് കളിക്കും, ജീവിച്ചോക്കോട്ടെ. ഞാൻ പുറകെ കൂടെ ഒക്കെ പോകും. നമ്മൾ അത് പിടിക്കാതെ വേറെ സൈഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരുള്ളതുകൊണ്ടാണ് നമ്മൾ ലൈവായത്. അതാണ് ഇതിൻ്റെ ഇപ്പം എൻ്റെ എല്ലാ പടങ്ങളും ഞാൻ പറയും, ഓൺലൈൻ മീഡിയാസും ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ലൈവ് ആവുന്നത്. ഇപ്പം ഞാൻ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ ഇവരൊക്കെ കൂടെ വരും. ഇപ്പോൾ രാത്രിയിലൊക്കെ ലാസ്റ്റ് ഷോയ്ക്ക് കൂടെ വരും. അപ്പം നമുക്ക് സങ്കടം തോന്നി. ഇവന്മാർ ഒരു കണ്ടന്റിന് വേണ്ടി ആണെങ്കിൽ പോലും നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് ഓടി വരിക. ചെറിയ പൈസയല്ലേ കിട്ടുന്നതല്ല, ഇതിന് കോടികളൊന്നും വരുമാനം ഇല്ലല്ലോ. ഇതൊക്കെ ഇത് പിന്നെ യൂട്യൂബ് ഇട്ടിട്ട് ഇതിൻ്റെ വ്യൂസ് കൂടിയാലാണ് പൈസ കിട്ടുന്നത്. അപ്പം ചില സ്ഥലത്തേക്ക് ഇവരെ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സങ്കടം തോന്നുന്നത്. ഇതൊക്കെ എന്തിനാണ് നീയൊക്കെ കേൾക്കുന്നത്? പിന്നെ വിചാരിക്കും ചില സമയത്തൊക്കെ ഇവന്മാർ കേൾക്കണം. ചില സമയത്തൊക്കെ തോന്നാറുണ്ട് ഇവരൊക്കെ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്. അപ്പൊ സന്തോഷം. ആവശ്യത്തിൽ കൂടുതൽ അപ്രീഷിയേഷൻ നടക്കുന്നുണ്ട്. ആ പുള്ളിക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പണ്ടത്തെ പോലെ ഒന്നും അല്ല, ഞാൻ അങ്ങനെയാണോ നീ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അതിന് അച്ഛനും അമ്മ, ഞാൻ അച്ഛനെ മാത്രം വേണ്ടതല്ല, അമ്മ ഇതൊക്കെ ആണെങ്കിൽ പോലും അമ്മ ആണ് വൈഫ്, എല്ലാവരും ഫാമിലി എല്ലാവരും. അതെ അതെ, എല്ലാവരും അവരൊക്കെ അവരുടെ സാക്രിഫൈസിങ് ആണ് ഞാനെന്ന റൈറ്റർ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ചോറ്റാനിക്കര. ഞാൻ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ആളാണ്. ആ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. എല്ലാം ഞങ്ങൾ ഫുൾ ഇങ്ങോട്ട് സെറ്റിൽഡായി. അപ്പോൾ അച്ഛനമ്മ വൈഫ് മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു ടീമുണ്ട്,
എൻ്റെ ഫാമിലി തന്നെ, അവർ ഫാമിലി തന്നെയാണ്, അവരും ഉണ്ട് എൻ്റെ കൂടെ. അവർ ഞങ്ങൾ ഇളംകുളത്തൊരു ഇതുണ്ട്. ഞാൻ പിന്നെ എൻ്റെ സിനിമയിൽ എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നതാണ്, എല്ലാവരോടും. സിനിമയെന്ന് മാത്രമല്ല, എന്നെ ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് ഞാൻ റെഗുലറായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അത് ഞാൻ പറയാം, കുറേ ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 3-4 മാസമായിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് റിസർവ്ഡാണ്. അതായത് പണ്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാഴ്ച ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും, എന്ത് എവിടെ വിവരമൊന്നുമില്ല ചെയ്യും. ഇപ്പം ഞാൻ അയക്കത്തില്ല. ഇപ്പോൾ കുറേ ഇങ്ങോട്ട് അയക്കും, ചേട്ടാ ഇവിടെ ഇല്ലേ, ആ ഞാൻ ഇവിടെ ഉണ്ട്, അതെ എന്നിട്ട് വിശേഷം സുഖമല്ലേ എന്നിട്ട് വെറുതെ. പണ്ട് ഞാൻ അങ്ങോട്ട് അയക്കും, ഞാനൊരു ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയിടും, ഫുൾ കോണ്ടാക്ട് ഞാൻ അതിലേക്ക് ഇടും, എവിടെയാണ് എല്ലാവരും എന്ന് ചോദിച്ചിടും. ഇപ്പം ഞാൻ അത് ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, നമ്മളെ ആരൊക്കെ അന്വേഷിക്കണമെന്ന് ചുമ്മാ അറിയാൻ ഒരാഗ്രഹം. നമ്മളെ മിസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അത് ആർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊന്നും ആർക്കും സമയമില്ല. അതാണ് എല്ലാവരും ഓടി നടക്കുക അവരുടെ ജീവിതത്തിന് വേണ്ടി. ഒരു പണിയില്ലായിരിക്കും തോന്നുന്നു. അപ്പോഴെനിക്ക് മനസ്സിലാവും എനിക്കൊരു പണിയില്ലല്ലേ, എഴുതാം. നമ്മൾ കുറച്ച് പേർക്ക് ഇങ്ങനെ പണിയില്ല. ഞാൻ ഒരു പണിയില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് എഴുതിക്കൂടെ എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ വായിച്ചുകൂടെ, സിനിമ കണ്ടുകൂടെ. അല്ല ബേസിക്കലി സിനിമാക്കാരുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഷൂട്ടുള്ളപ്പോഴുള്ള നമുക്ക് പണി ഇല്ലാത്തപ്പോൾ നമ്മുടെ അത്ര ഫ്രീ ബേർഡ്സ് വേറെ ആരും ഇല്ല. എവിടെ എൻ്റെ ഏറ്റവും സന്തോഷം ഇൻഫോ പാർക്കിൽ രാവിലത്തെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തായിരിക്കുന്നതാണ് ഞാൻ. എനിക്ക് തോന്നുമ്പോൾ എഴുന്നേക്കാൻ, തോന്നുമ്പോൾ പോവാം. റൈറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് സെറ്റിൽ പോകണ്ട. നമുക്ക് പതുക്കെ കുളിച്ച് 9 മണിയൊക്കെ ആകുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഷോട്ടൊക്കെ റെഡിയാക്കി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മോട്ടോർ അടിച്ചിട്ട് എന്താ കഴിച്ചോ എന്ന് ചോദിക്കും, എന്താ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഡയറക്ടർ തോട്ടം കാണും, ഞങ്ങൾ 6:30 വന്നാൽ അതിന് വാ കഴിക്കാം. 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിർത്തടാ, ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഇവർ ടെൻഷനിലായിരിക്കും, വൈകിട്ട് തീരുമെന്ന് അറിയാണ്ട്. അപ്പോൾ പറയും ചേട്ടാ നീ ബ്രേക്കറോ പോയി കഴിക്കാം. വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും സിനിമയിൽ? നമ്മളെ ശരിക്കും ഭയങ്കര മടിയന്മാരാണ്. അല്ല ശരിക്കും ബേസിക്കലി നമ്മളെ പരിചയപ്പെടുത്തിയില്ല. ഒരു സിനിമയിൽ ഒന്ന് വർക്ക് ചെയ്യണം. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ലഹരി കിട്ടുന്നത്. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ 1.5 വർഷം കൊണ്ട് നിർത്തിപ്പോയ ആളില്ലേ? 1.5 വർഷം 2014 ഞാൻ ഇവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. എന്ത് പഠിച്ചത്? അഭിനയം. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏതില്ല നിങ്ങളുടെ മോഹൻ? എനിക്കല്ല അങ്ങനെ കണ്ടിട്ടില്ല, അവരാരും സിനിമ കണ്ടിട്ടില്ല. അല്ല മുഖം അല്ല, നമ്മൾ ഈ പോഡ്കാസ്റ്റിംഗ് ഉള്ള പരിപാടിയിൽ നമുക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. സ്റ്റാൻഡപ്പ് കോമിക്സ് ആണ്. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ലോണ് ഞാൻ ബമ്പർച്ചിരിക്കാതെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്താണ് അത്യാവശ്യം പോപ്പുലർ ആയിട്ട് വന്നത്. 2-3 ആഡുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സിനിമകളിൽ ചെറിയ ചെറിയ മിന്നൽ പ്രകടനങ്ങൾ. എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾ അടിപൊളിയാണ്. നമുക്ക് ലൈവ് ഷോസ് ഉണ്ട് സ്റ്റാൻഡപ്പിന്. നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്ത് സിനിമ നടക്കാതെ നമ്മൾ പല വഴിക്ക് ഇങ്ങനെ പോയി സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെ വെയിറ്റ്. അതായത് ഞങ്ങളുടെ ഐഡന്റിറ്റി ശരിക്കും സ്റ്റാൻഡപ്പ് കോമിക്സ് ആണ് ആൾക്കാരുടെ മുന്നിൽ. നമ്മൾ അടുത്ത സിനിമയാകും ഉടനെ. സിനിമ എടുക്കാൻ എളുപ്പമാന്നേ, സൗഹൃദങ്ങൾ കൂടിയാൽ മതി. അതായത് സിനിമയിൽ ഉള്ളിലുള്ള ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ കൂടും, നല്ല സൗഹൃദങ്ങൾ. അവരുമായിട്ട് സിനിമകളുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ സിനിമ ഓട്ടോമാറ്റിക് സംഭവിക്കും. ഒരു ദിവസം സിനിമ ഇങ്ങനെ കയ്യിലേക്ക് വരും. അന്നേരം നിവിൻ പോളി പറയുന്നത് നല്ല തണുത്ത കാറ്റടിക്കുന്ന ഉത്സവം കിട്ടും. അതെവിടുന്ന കിട്ടുന്നത് അറിയാം? നമ്മൾ ഈ ഷോ കഴിഞ്ഞിട്ട് ഈ തിയേറ്ററിൻ്റെ കഥ ഇങ്ങോട്ട് തുറക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് AC-യുടെ കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇതേ അവസ്ഥ, നല്ല തണുത്ത കാറ്റടിച്ചെന്ന് നീയും പറയുന്ന പോലത്തെ ഒരു അവസ്ഥ കിട്ടും. അകത്തുനിന്ന് ആൾ ഇറങ്ങി വന്നിട്ട് പടം കണ്ടിട്ടോ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സാധനം നല്ല ഫീലാണ്. അതൊരു മൊമെൻ്റാണ് മോനെ. അതിൻ്റെ അത്രയും കിക്കൊന്നും വേറെ ഒന്നിനും കിട്ടത്തില്ല. ചെറുത് ഞങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടാറുണ്ട്. ഏത് പെർഫോമൻസ് നമ്മൾ ചെയ്യുന്ന ഏത് പെർഫോമൻസ് കിട്ടുവാണെങ്കിൽ അത് നമ്മള് ലൈവ് ചെയ്യുമ്പോൾ ഭയങ്കര പെർഫോം ചെയ്യും. ഇപ്പൊ പ്രൊമോഷന് പോകുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യത്തിന് ഭയങ്കര കൗണ്ടറിന് കൈയടി കിട്ടും. അപ്പൊ നമുക്ക് ഭയങ്കര ആവേശമാവും. അടുത്ത നമ്മളൊരു കൗണ്ടറൊക്കെ റെഡിയാക്കി വെച്ചോളൂ. നമുക്കൊരു രമേശാവാൻ പറ്റില്ല. രമേശ് അടുത്ത് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മൾ സ്റ്റേജിൽ കയറിട്ട് ആലോചിക്കുന്നത് ഇന്ന് ഇവിടെ എന്ത് പറയാൻ കൗണ്ടർ അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഈ കൈയ്യടി കിട്ടുന്ന ഭയങ്കര കിട്ടാറുണ്ട്. നമ്മള് ചെറിയ ചെറിയ ലൈവ് ഷോസും പിന്നെ വലിയ ഷോസും ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നലെ ഷോ കണ്ടപ്പോഴും ഓർത്തത് നമുക്കിങ്ങനെ പലരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് കുറച്ച് സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ വെച്ച് നമുക്ക് ഷോ ചെയ്താൽ കൊള്ളാം. നിങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാന്നേ. നമുക്കത് ചെയ്യാം. നമുക്ക് ഗസ്റ്റിനെ വെച്ചൊരു പരിപാടി ചെയ്താൽ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ആൾക്കാരോട് അറിയണമല്ലോ. സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ ആക്ച്വലി ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ്, റിലാക്സേഷൻ ആണ്. ഒരുപാട് പേര് കാണാൻ വരും. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ നമ്മളതിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജാനുവരി 10 ബാംഗ്ലൂരിൽ എൻ്റെ ഷോ ഉണ്ടാവും. എൻ്റെ ക്രൗഡ് വർക്ക് ഷോ കൊണപ്പള്ളി.
ജാനുവരി 10 ഇന്ദിരാനഗർ, ബാംഗ്ലൂർ ഇന്ദിരാനഗർ, ജാനുവരി 10 ശനിയാഴ്ച 7. കന്നഡയല്ല അതോ മലയാളം? മലയാളത്തിൽ ബാംഗ്ലൂർ മലയാളികൾ ഭയങ്കര സപ്പോർട്ടാണ്. പോഡ്കാസ്റ്റിനും ഞാൻ ബാംഗ്ലൂരാണോടാ, ഞാൻ ആക്സൻസറിൽ എടുത്തല്ലോ. അവിടുന്ന് കൊച്ചിയിലേക്ക് മാറി ബാംഗ്ലൂർ അവിടുന്ന് ചാടി ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ശരിക്കും അങ്ങനെ ഇവന്റുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്, ആ സമയത്തുണ്ടായിരുന്നു. അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ബാംഗ്ലൂർ ഷോ കാരണം അവിടെ നമ്മൾ ട്രൈ ആയിട്ടിരിക്കുകയല്ലേ, ഒന്നും ഇല്ലല്ലോ. നാട്ടിലെ എന്തെങ്കിലും പരിപാടി നമ്മൾ ഓടിപ്പോകും. ഒരു മലയാള സിനിമ പറയുമ്പോൾ ഫസ്റ്റ് ഡേ അന്നും ഞാൻ ഫ്രൈഡേ വൈകിട്ടത്തെ ഷിഫ്റ്റ് എടുക്കും, എന്നിട്ട് ഞാൻ തിയേറ്ററിൽ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ കൊച്ചി ഷോ ഇട്ട് ഒരുവിധം ഒന്ന് മടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഷോ ഇട്ടു. എൻ്റെ ഷോ ഉണ്ട് 10-ാം തീയതി, പിന്നെ മഹാദേവന്റെ ഷോ 17. അത് അടുപ്പിച്ച ശനിയാഴ്ച. ജനുവരി 10 കൊച്ചിയിൽ വെച്ചിട്ട് കൊച്ചി കോമൺസിൽ മഹാദേവന്റെ ഷോ ഉണ്ടാകും. പക്ഷേ ഹൗസ്ഫുൾ ആയില്ലേ പറയേണ്ടത്, അത് പക്ഷേ ഹൗസ്ഫുൾ 24 അതേ ഷോയുടെ ഒരു എഡിഷനും കൂടെ കോമൺസിലുണ്ട് കൊച്ചിയിൽ. 17 ടിക്കറ്റ്സും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം. ഞാൻ ജാനുവരി 17 മിനിസ്ട്രി ഓഫ് കോമഡിയിൽ കോർമാംഗല പീപ്പിൾ മഹാദേവന്റെ മിനിസ്റ്റർ ഓഫ് കോമഡിയാ അങ്ങനെ അവിടെ കുറെ കോമഡി ക്ലബ്സ് ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി സ്റ്റാൻഡപ്പ് കോമഡി, ചെറിയ മിനിസ്റ്റർ ഓഫ് കോമഡി. അപ്പോൾ ഒരു 60-65 പേർക്ക് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. കോമഡി തിയേറ്റർ പിന്നെ ഉള്ളത് ഇവിടുത്തെ എന്നാ മഹാദേവന്റെ എന്നാ 24 കൊച്ചിയിൽ, 17 ഫുള്ള് പോയതാണ്. 10 ഫുൾ പോയി. 32 ഒരു സീറ്റ് ഇടാൻ വേണമെങ്കിൽ അഭിലാഷ് ഫ്രീ ആണെങ്കിൽ ചെന്നൈ പോകുന്നതെന്നാന്ന് പറഞ്ഞാൽ ചെന്നൈ 24 ചെന്നൈ ആയിരിക്കും. നോക്കാം, ഞാൻ വിളിക്കാം. ഓക്കെ, നമുക്ക് വേറൊരു പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി കാണണമെന്നുണ്ട്. ഓക്കെ, നമ്മൾ 17-ാം തീയതി അല്ല, നമ്മളെന്നാ 27 ഞങ്ങള് ഒബ്രോണില് ചെയ്തൊരു ഷോ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, വലിയ ഷോ ചെയ്തു. ഒരു കോണ്ടാക്ട് കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ ഇന്നലെ നമ്മൾ പോയ പ്രോഗ്രാം പോലത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യും, അങ്ങനത്തെ ഒരു വലിയ പ്രോഗ്രാം, കുറെ ഗസ്റ്റുകളൊക്കെ വെച്ചിട്ട് അത്രയും സ്കെയിലിൽ ചെയ്യുന്നതിന് നമുക്ക് വെന്യൂന് തന്നെ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചപ്പോൾ ടാസ്ക്കാണ്. ഇന്നലെ ചെയ്തേക്കുന്നത് അവർ നല്ല ടീമാണ്. ആ പുള്ളിനെ കണക്ട് ചെയ്തതാണ് ഞാൻ. പുള്ളി അല്ല, പുള്ളി അവരത് റെഗുലറായിട്ട് എടുത്തിട്ടേക്കുന്ന ഒരു വെന്യൂ, അവർക്ക് ആവശ്യമുള്ള ഡേറ്റ്സ് അവരെടുക്കുന്ന. ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഗസ്റ്റുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിരിക്കാം. സുധാകരനും നിങ്ങളൊക്കെ ഇരുന്ന പോലെ നമ്മുടെ പരിപാടി കാണാനിരിക്കുന്നതാണ്. അതൊക്കെ വരുമെന്നേ, ചിലപ്പോൾ ലാലേട്ടനടക്കം വന്നാലോ, അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. നാളെ ഒരു സമയത്ത് ലാലേട്ടനും നമുക്ക് അടക്കമുള്ള നിങ്ങളുടെ പരിപാടി വന്നത് കാണുന്നതായിട്ട് ചിന്തിക്കുക. അങ്ങനെ നടക്കാതിരിക്കുന്നത്. ഞാൻ പണ്ട് ഇറങ്ങുമ്പോൾ മമ്മൂക്ക ലാലേട്ടത്തൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് വേറെ ലോകമാണ്. ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് നമ്മൾ മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്കും ഇവരിലേക്കൊക്കെ നമ്മൾ എത്തിയല്ലേ. നീ വാളിയപ്പുറത്തിൻ്റെ ലോഞ്ച് മമ്മൂക്കയായിരുന്നല്ലോ. നമ്മൾ എഴുതിയ മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ 2 വർഷം പരസ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മമ്മൂക്കയാണ് മാളികപ്പുറത്തിൻ്റെ തുടക്കത്തിലെ ഡയലോഗ് പറയുന്നത്. അത് മമ്മൂക്ക പറയുമ്പോൾ ഡബിങ് സ്റ്റുഡിയോ ഞാനാണ് നിൽക്കുന്നത്, മമ്മൂക്കയ്ക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്കിതൊക്കെ ദൈവം ഇതൊക്കെ ഏത് ലോകത്തെയാണ് നിൽക്കുന്നത് എന്നൊരു സാധനമുണ്ട്. അങ്ങനെ പിന്നെ ഇവരോടൊക്കെ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവർ റിപ്ലൈ തരുമ്പോൾ നമുക്കൊരു റിപ്ലൈ തരുന്നൊരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിയല്ലോ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമാണ് അത്. എല്ലാം നടക്കുമെന്നേ, എല്ലാം നടക്കട്ടെ. On that positive note, wind up ചെയ്യാം. Okay. Bye bye. Thank you, Abhilash. ഒരു ബൈ പറഞ്ഞേക്ക്. ആൾക്കാർക്ക് താങ്ക് യു. ബൈ.